രാവിലെ റെക്കോർഡ് ആയിരുന്നു. ഓക്കെ, അപ്പൊ റെക്കോർഡിങ് തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന പോർഷൻ ഞാൻ കൂടി പറയാം. 1765 to 1858 വരെ വരുന്ന കമ്പനി റൂളാണ് നമ്മൾ ഇന്ന് സെഷൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ, രണ്ടാമത്തെ സെഷൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ക്രൗൺ അണ്ടറിൽ വരുന്നതാണ്. അതായത് 1857 റിവോൾട്ടിന് ശേഷം ഈ പറയുന്ന ഇന്ത്യൻ ഏരിയ എന്ന് പറയുന്നത് ഡയറക്ട്ലി അണ്ടർ ദി കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ ആണ്. അതിന് മുൻപും ബ്രിട്ടീഷുകാർ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്യുവൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ്. ഡബിൾ ഗവർണൻസ് എന്ന കോൺസെപ്റ്റ്, ഡ്യുവൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ ബംഗാൾ എന്ന കോൺസെപ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത് ശരിക്കും രണ്ട് രീതിയിലായിരുന്നു ആ ചേഞ്ച് ഉണ്ടായിരുന്നത്. അതായത് ഞാൻ പറഞ്ഞു 1764 എന്ത് നടന്നത്, ബാറ്റിൽ ഓഫ് ബക്സർ നടന്നത്. ബാറ്റിൽ ഓഫ് ബക്സറിന് ശേഷം ഒരു ട്രീറ്റി വന്നു 1765. ഡ്യുവൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോൺസെപ്റ്റ് വരാൻ കാരണം 1765 അതായത് ട്രീറ്റി ഓഫ് അലഹബാദ് ആണ് ഈ പറയുന്ന 1765 വന്നിട്ടുള്ളത്. അതിന്റെ ബേസിലാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന ഇംഗ്ലീഷ് അഡ്മിനിസ്ട്രേഷനും ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഡ്യുവൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വരാൻ കാരണം. അവിടെ വന്നിട്ടുള്ളത് ഇന്ത്യൻ റൂളേഴ്സ് ലോ ആൻഡ് ഓർഡറും ഇംഗ്ലീഷ് റൂളേഴ്സ് റവന്യൂ അഡ്മിനിസ്ട്രേഷനുമാണ് കൺട്രോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ രീതി എങ്ങനെയാ, കിങ് ഉണ്ടാവും, മന്ത്രി ഉണ്ടാവും, പരിഷത്ത് ഉണ്ടാവും, സഭ ഉണ്ടാവും, സേനാപതി ഉണ്ടാവും. ഇതാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവിന്റെ രീതിയെങ്കിൽ നേരെ തിരിച്ച് ഇംഗ്ലീഷ് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ വരുന്നത്, ഗവർണർ ജനറൽ, കൗൺസിൽ, ലെജിസ്ലേഷൻ, ജുഡീഷ്യറി, അതായത് ഇപ്പോ എന്താ പറയാ ചീഫ് പോലീസ്മാൻ, ഓക്കെ, റൂൾ ഓഫ് ലോ, ഓക്കെ, സെപ്പറേഷൻ ഓഫ് പവർ, ഈ കോൺസെപ്റ്റിലാണ് ഇംഗ്ലീഷ് അഡ്മിനിസ്ട്രേഷൻ കൂടി പോകുന്നത്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടായിരുന്നു എന്ത് വന്നിരുന്നത് 1765 ട്രീറ്റിയിൽ ഡ്യുവൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നത്. ഡ്യുവൽ അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തന്നെ നോക്കുമ്പോൾ ചെറിയൊരു അപാകത നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് കാണാൻ പറ്റുന്നത്, ഇന്ത്യൻ റൂളേഴ്സ് ലോ ആൻഡ് ഓർഡർ കാര്യങ്ങളും ഇംഗ്ലീഷ് റൂളേഴ്സ് റവന്യൂ കാര്യങ്ങളുമാണ്. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് എന്ത് വേണം, ഫണ്ട് വേണ്ടേ, റവന്യൂ വേണം. ഓക്കെ, അപ്പൊ റവന്യൂ ആര് ചെയ്യുന്നുണ്ട്, ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് റവന്യൂന്റെ കാര്യം തീരുമാനിക്കുന്നത്. പക്ഷേ ഇവിടെ ഇന്ത്യൻ റൂളേഴ്സ് ആണ് ലോ ആൻഡ് ഓർഡർ തീരുമാനിക്കുന്നത്. എന്താ അവിടെ നമുക്ക് എന്ത് ടേം കൊടുക്കാൻ പറ്റുക, റെസ്പോൺസിബിലിറ്റി ആരുടെ അണ്ടറിൽ വരും, റെസ്പോൺസിബിലിറ്റി ആരുടെ അണ്ടറില്ല, ഈ പറയുന്ന ഇന്ത്യൻ റൂളേഴ്സിന്റെ അണ്ടറില്ല. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ, ഞാൻ കണക്ഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇന്ത്യൻ റൂളേഴ്സിന്റെ അടിയിലാണ് ഈ ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ആണ്. ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി അല്ലേ. ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റിന്റെ അണ്ടറിലാണ് ലോ ആൻഡ് ഓർഡർ എങ്കിൽ സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇന്ത്യൻ റൂളേഴ്സിന്റെ അടിയിലാണ് ഈ പറഞ്ഞ ഡ്യുവൽ അഡ്മിനിസ്ട്രേഷനിൽ ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. ഓക്കെ, പിന്നെ ഇംഗ്ലീഷ് റൂളേഴ്സിന്റെ അടിയിലാണ് എന്ത്, ഈ പറയുന്ന ഇംഗ്ലീഷ് ഗവൺമെന്റ് അടിയിലാണ് ഈ പറയുന്ന റവന്യൂ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഓക്കെ, അതായത് റവന്യൂ, ഓക്കെ, റവന്യൂ ആൻഡ് റെസ്പോൺസിബിലിറ്റി രണ്ടും കൂടി ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, റവന്യൂ റെസ്പോൺസിബിലിറ്റിയും ഈക്വൽ ആയിട്ട് നിന്നാൽ മാത്രമേ നല്ല ഗവേണൻസ് സിസ്റ്റം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന ഡ്യുവൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ ബംഗാൾ തകർന്നു പോകാനുള്ള കാരണം. ഓക്കെ, നമ്മൾ അതിന് മുൻപ് ട്രീറ്റി ഓഫ് അലഹബാദ് സൈൻ ചെയ്യുന്ന ശേഷമാണ് ഞാൻ പറഞ്ഞു ഡ്യുവൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോൺസെപ്റ്റ് വന്നത്. ഈ ഡ്യുവൽ അഡ്മിനിസ്ട്രേഷൻ തൊട്ട് മുൻപ് എന്തായിരുന്നു, ഈ പറയുന്ന ദിവാനി റൈറ്റ്, അതായത് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആരുണ്ടല്ല, ഈ പറയുന്ന സെയിം ബംഗാൾ നവാബിന്റെ അണ്ടറിൽ തന്നെയാണ്. ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ റവന്യൂ കളക്ട് ചെയ്യാനുള്ള അധികാരം ആർക്കായിരുന്നു, ബംഗാൾ നവാബിന്റെ അണ്ടറിലായിരുന്നു ട്രീറ്റി ഓഫ് അലഹബാദിന് മുൻപ്. ഓക്കെ, ഈ നിസാമത്ത് റൈറ്റ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റി ആണ്. നിസാമത്ത് റൈറ്റ് ആരുടെ അണ്ടറിലാണ്, ഈ പറയുന്ന സെയിം അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റിയും ഈ പറയുന്ന ബംഗാൾ നവാബിന്റെ അണ്ടറിൽ തന്നെയായിരുന്നു. പക്ഷേ ട്രീറ്റി ഓഫ് അലഹബാദ് സൈൻ ചെയ്തതിന് ശേഷം ഡ്യുവൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആര് കൊണ്ടുവരാണ്, ആരായിരുന്നു ഈ പറയുന്ന ബാറ്റിൽ ഓഫ് ബക്സറിൽ ട്രീറ്റ് സൈൻ ചെയ്തത്, ആരായിരുന്ന സമയത്ത് ഗവർണർ ആയിട്ടുണ്ടായിരുന്നത്, സെക്കൻഡ് ടൈമിൽ അദ്ദേഹം ഗവർണർ ആയിരുന്നു. ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ ഞാൻ പറഞ്ഞു, ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ അദ്ദേഹമായിരുന്നു യുദ്ധത്തിനുണ്ടായിരുന്നത് റോബർട്ട് ക്ലൈവ്. ഓർമ്മയുണ്ടോ, റോബർട്ട് ക്ലൈവിന്റെ പേര് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? റോബർട്ട് ക്ലൈവ് ആണ് ഈ ഡ്യുവൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ ബംഗാൾ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, റോബർട്ട് ക്ലൈവ് എന്ത് ചെയ്തു, ദിവാനി റൈറ്റ് ഒരു കാര്യം ചെയ്തോ, ദിവാനി റൈറ്റ് ഈ പറയുന്ന ആരെടുത്തു, ഈ പറയുന്ന ആര്, അതായത് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അണ്ടറിലേക്ക് വന്നു. ഓക്കെ, അതായത് മുഗളിന്റെ അണ്ടറിൽ നിന്ന് ദിവാനി റൈറ്റ് എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതായത് എല്ലാ ടാക്സുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആര് കളക്ട് ചെയ്യാൻ തുടങ്ങി, ഈ പറയുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡയറക്ട്ലി കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നിസാമത്ത് റൈറ്റ് ഞാൻ പറഞ്ഞു, നിസാമത്ത് റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ലോ ആൻഡ് ഓർഡർ ആണ്. ലോ ആൻഡ് ഓർഡർ, ഈ ലോ ആൻഡ് ഓർഡർ ആരെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക, നവാബ് മെയിൻറ്റെയിൻ ചെയ്യുക. പക്ഷേ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡയറക്ട്ലി നവാബിന് അങ്ങ് കൊടുക്കുമോ, ഡയറക്ട്ലി നവാബിന് കൊടുത്ത പ്രശ്നം എന്താ, ആരെങ്കിലും ഒബ്സർവേഷൻ എന്തായാലും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വെക്കും, അതിൽ യാതൊരു സംശയമില്ല. ഓക്കെ, അതിന് ഡെപ്യൂട്ടി സുബേദാർ എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ് കൊടുക്കണം. ഡെപ്യൂട്ടി സുബേദാർ ആണ് ശരിക്കും എന്ന് പറയുന്നത് ഈ പറയുന്ന നിസാമത്ത് റൈറ്റ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെ, ഈ നവാബിന്റെ അണ്ടറിൽ ഡെപ്യൂട്ടി സുബേദാർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് നോമിനേറ്റ് ചെയ്തത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. അപ്പോൾ ലോ ആൻഡ് ഓർഡറും ഏകദേശം അണ്ടർ ദി കൺട്രോൾ ഓഫ് ആരാണ്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അണ്ടറിലാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഡയറക്ട്ലി, ഞാൻ ചോദിക്കട്ടെ, ഡയറക്ട്ലി എന്തുകൊണ്ടാണ്, നമ്മൾ നോർമൽ നോളജിലാണ് നമ്മൾ പറയേണ്ടത്,
ഡയറക്ട്ലി എന്തുകൊണ്ട് ഈ പറയുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലോ ആൻഡ് ഓർഡർ എടുത്തില്ല? എന്തായാലും ഈ പറയുന്ന ട്രീറ്റി ഓഫ് ബക്സറിൽ ആര് ജയിച്ചു? ബംഗാൾ റീജിയനിലൊക്കെ ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻ റീജിയനിലൊക്കെ ആരാ ജയിച്ചിട്ടുള്ളത്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. അപ്പോൾ റോബർട്ട് ക്ലൈവിന് ഒരു കാര്യം ചെയ്താൽ പോരായിരുന്നോ? എന്തായാലും നിങ്ങൾ പോയിക്കോ, രണ്ടും ഞങ്ങൾ അങ്ങനെ നോക്കിക്കോളാം റോബർട്ട് ക്ലൈവിന് പറഞ്ഞാൽ പോരെ. എന്തുകൊണ്ടായിരിക്കും റോബർട്ട് ക്ലൈവ് പറഞ്ഞിട്ടുണ്ടാവോ ഈ പറയുന്ന പോലെ തന്നെ എന്താ ഞങ്ങൾക്ക് തൽക്കാലം ദിവാനി റൈറ്റ്സ് മതി, നിസാമത്ത് റൈറ്റ് നവാബിനെ എടുത്തോ, നവാബ് കൺട്രോൾ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഒരു സഹായത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ഡെപ്യൂട്ടി സുബേദാറിന് വെക്കുന്നത്. പക്ഷേ ഡെപ്യൂട്ടി സുബേദാർ ശരിക്കും സ്പൈ പോലെയാണ്, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും. ഇദ്ദേഹമാണ് ഓവറോൾ കൺട്രോൾ എന്നൊക്കെ നടത്തുന്നത്. അപ്പോൾ ഡെപ്യൂട്ടി സുബേദാറിനെ നോമിനേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. എന്തുകൊണ്ടായിരിക്കും ഈ ദിവാനി റൈറ്റ് മാത്രം മതി ഞങ്ങൾക്ക് നിസാമത്ത് റൈറ്റ് വേണമെന്ന് പറയാൻ കാരണം? അഞ്ജലി, എന്തായിരിക്കും അതിന്റെ കാരണം? പറഞ്ഞു തെറ്റൊന്നും. അതായത് ഇപ്പൊ ബംഗാളിലെ ലോക്കൽ സിറ്റുവേഷൻ അതിനെങ്ങനെയെന്നൊക്കെ ഇവർക്കല്ലേ ലോക്കൽ റൂളേഴ്സിനായിരിക്കില്ലേ ലോക്കൽ റൂളേഴ്സിന് അറിയുന്നത്. ഓക്കെ ഓക്കെ, അത് നമുക്ക് ഒരു കാരണമായിട്ട് പറയാം. പിന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? അക്ഷയ് സർ അവരെ കൊണ്ട് തന്നെ അവരെ ഭരിപ്പിക്കാന്നുള്ള റൂളില്ലേ? അങ്ങനെ അവരെ കൊണ്ട് അവർ ഭരിപ്പിക്കാന്ന റൂൾ. ഓക്കെ സർ, അപ്പം അതാണ് ഡ്യുവൽ അഡ്മിനിസ്ട്രേഷൻ റൂൾ വന്നിട്ടുള്ളത്. ആ റൂൾ എന്തുകൊണ്ടാണ് ഞാൻ റോബർട്ട് ക്ലൈവിന്റെ മൈൻഡാണ് ഞാൻ ചോദിച്ചത്. റോബർട്ട് ക്ലൈവ് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവുക ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഒന്ന് റെസ്പോൺസിബിലിറ്റി ആണ്, മറ്റൊന്ന് റവന്യൂ ആണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തിനാ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്? ട്രേഡ്, കൊമേഴ്സ് ആണ് അവരുടെ മെയിൻ ഉദ്ദേശം. അവർക്ക് എന്താ ഈ പറയുന്ന നാട് ഭരിച്ചിട്ട് നാട് നന്നാക്കിയിട്ട് എന്തെങ്കിലും പോകാൻ ആവശ്യമുണ്ടോ? അതായത് ബ്രിട്ടീഷിന് ഇന്ത്യ വന്ന് ഭരിച്ച് ഇന്ത്യ ഭയങ്കര ഡെവലപ്ഡ് ആക്കി ലോകത്തിന് മുമ്പിൽ കാണിച്ച് ഞങ്ങൾ ഇന്ത്യനെ ഡെവലപ്പ് ആക്കിയിട്ട് നോക്കിക്കോ എന്ന് പറയും ബ്രിട്ടീഷുകാർ. ബ്രിട്ടീഷുകാരുടെ മെയിൻ ഉദ്ദേശം എന്താ? കൊമേഴ്സ് ആണ്. കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിയാണ് അവരുടെ മെയിൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താ അവർക്ക് റവന്യൂ ആണ് ആവശ്യം മെയിൻ ആയിട്ട്. ഓക്കെ, അവർക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവർക്ക് റവന്യൂ ആയിട്ട് മെയിൻ ആയിട്ട് വേണ്ടത്. കാരണം എന്താ, ഞാൻ ഓൾറെഡി പറഞ്ഞു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താണ്? പ്രൈവറ്റ് കമ്പനിയാണ്. ഓക്കെ, പ്രൈവറ്റ് കമ്പനിന്റെ മെയിൻ എയിം എന്താ? മെർച്ചന്റ്സിന്റെ മെയിൻ എയിം എന്തായിരിക്കും? എത്രത്തോളം എമൗണ്ട് കിട്ടുന്നോ അത്രത്തോളം എമൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആരെയും ഈ പറയുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ റെസ്പോൺസിബിലിറ്റി ആർക്ക് കൊടുക്കും? ഈ പറയുന്ന ദിവാന് കൊടുക്കും, സുബേദാറിന് കൊടുക്കും, ഓക്കെ, നവാബിന് കൊടുക്കും ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റി. ബാക്കിയുള്ളത് എന്ത് ചെയ്യും? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡയറക്റ്റ്ലി എന്ത് ചെയ്യും? ഈ പറയുന്ന റവന്യൂ റൈറ്റ്സ് ഒക്കെ ഞങ്ങൾ തൽക്കാലം റവന്യൂ റൈറ്റ്സ് ഒക്കെ നോക്കിയിട്ട് അങ്ങനെ നിൽക്കാം എന്നുള്ള രീതിയിൽ എന്ന് പറയും. ഓക്കെ, പക്ഷെ എന്താ ഹെഡ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന റോബർട്ട് ക്ലൈവ് ഒരു ഡെപ്യൂട്ടി സുബേദാറിനെ അവിടെ നോമിനേറ്റ് ചെയ്തിട്ട് നവാബിന്റെ കോർട്ടിൽ വെച്ചിട്ടുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ നവാബിനെ സഹായിക്കണം എന്നുള്ള രാജ്യേന എന്ത് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം ലോ ആൻഡ് ഓർഡറും എന്ത് ചെയ്യും? ഈ പറയുന്ന പോലെ തന്നെ എന്ത് എഫക്ട് ആക്കും? റവന്യൂ കുറയ്ക്കാൻ കാരണമാവും. അതുകൊണ്ടാണ് ഈ പറയുന്ന ഡെപ്യൂട്ടി സുബേദാറിനെ അവിടെ വെക്കാൻ കാരണം. ഓക്കെ, പക്ഷേ ഈ ഡ്യുവൽ അഡ്മിനിസ്ട്രേഷനിൽ അപ്പോൾ കോൺഫ്ലിക്റ്റ് വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഈ പറയുന്ന ബ്രിട്ടീഷുകാർ അണ്ടറിലാണ് ഈ പറയുന്ന ഫോഴ്സും ഫണ്ടും ഉള്ളത്. ഓക്കെ, ലോ ആൻഡ് ഓർഡർ നിൽക്കുന്നത് നവാബ് ഓഫ് ബംഗാളിന്റെ അണ്ടറിലാണ്. ഓക്കെ, ഇത് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന നവാബാണ്. ഓക്കെ, പക്ഷേ ഈ ഫോഴ്സും ഫണ്ടും ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഈ പറയുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ വേണം? ഈ പറയുന്ന ഫോഴ്സ് വേണം, ഈ പറയുന്ന ഫണ്ട് വേണം. ഈ രണ്ട് കാര്യങ്ങളില്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എങ്ങനെ ഫണ്ട് ഇല്ലാണ്ട് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? ബുദ്ധിമുട്ടല്ലേ? നമ്മളെ വീട്ടിലൊരു കാര്യം തീരുമാനിക്കുക, അമ്മയാണ് എല്ലാ വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. അച്ഛൻ കൊണ്ട് പണം കൊടുത്താൽ മാത്രമല്ലേ അമ്മയ്ക്ക് എന്തെങ്കിലും സാധനം വാങ്ങാൻ പറ്റുള്ളൂ. അമ്മ ജോലിക്കൊന്നും പോകുന്നില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അച്ഛൻ പണം കൊടുത്തില്ല, അമ്മയ്ക്ക് എന്ത് ചെയ്യും? ജോലിക്ക് സാധനം വാങ്ങാൻ പറ്റുമോ? അതുപോലെ ബുദ്ധിമുട്ടല്ലേ നവാബിന് യാതൊരുവിധ റവന്യൂ ഇല്ല. നവാബിന് റവന്യൂ പിരിക്കാൻ അധികാരമില്ല. അപ്പൊ നവാബിന് എന്ത് ചെയ്യും? ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ചെയ്തു 53 ലക്ഷം എന്ത് ചെയ്തു? ഈ പറയുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി നവാബിന് കൊടുക്കാൻ തുടങ്ങി. പക്ഷേ 53 lakhs എന്ന് പറയുന്നത് ബംഗാൾ റീജിയൻ എന്ന് പറഞ്ഞ റീജിയൻ കൺട്രോൾ ചെയ്യാൻ സഫീഷ്യന്റ് ആയിരുന്നില്ല ലോ ആൻഡ് ഓർഡർ. ഓക്കെ, ഇപ്പൊ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ഒക്കെ വരാൻ തുടങ്ങി. അവിടെ ഭയങ്കരമായിട്ട് കോൺഫ്ലിക്റ്റ് വരാൻ തുടങ്ങി. രണ്ടാമത്തത് ഈ ഫോഴ്സ് പ്രോപ്പർ ആയിട്ട് ഫോഴ്സ് ഒന്നും ചെയ്തില്ല. ഈ പറയുന്ന ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഫോഴ്സിനൊന്നും വിട്ടുകൊടുക്കുകയും ചെയ്തില്ല. ടോട്ടലി എന്ത് ചെയ്തു? ഈ പറയുന്ന ഡ്യുവൽ ഗവേണൻസ് അല്ലെങ്കിൽ ഡ്യുവൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോൺസെപ്റ്റിൽ അപാകതകൾ വരാൻ തുടങ്ങി, പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അവിടെ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ വരാൻ തുടങ്ങി ആ ഭാഗത്ത്. ഓക്കെ, അങ്ങനെയാണ് വാറൻ ഹാസ്റ്റിംഗ് 1772 ആദ്യത്തെ ഗവർണർ, ഓക്കെ, ബംഗാൾ ഗവർണർ എന്ത് ചെയ്തു? വാറൻ ഹാസ്റ്റിംഗ് ഈ ഡ്യുവൽ ഗവേണൻസ് അല്ലെങ്കിൽ ഡ്യുവൽ സിസ്റ്റം എന്നുള്ള കോൺസെപ്റ്റ് അവസാനിപ്പിച്ചത് 1772 ഓക്കെ, ഇത് തുടങ്ങിയിട്ടുള്ളത് ആരാണ്? 1765 തുടങ്ങിയിട്ടുള്ളത് റോബർട്ട് ക്ലൈവ് ആണ്. നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ അതാണ്. ഞാൻ അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് 1772 എന്ത് ചെയ്തു? വാറൻ ഹാസ്റ്റിംഗ് ഇത് അവസാനിപ്പിച്ചു. ഓക്കെ, ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് റീസൺ ഫോർ ഡ്യുവൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. എന്തുകൊണ്ടാണ് അതിന്റെ റീസൺസ് ഉള്ളത്? ഒന്ന് ഞാൻ പറഞ്ഞു, ബംഗാൾ റിച്ചസ്റ്റ് പ്രൊവിൻസ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ റിച്ചസ്റ്റ് പ്രൊവിൻസ് ആയതുകൊണ്ട് തന്നെ ബംഗാളിനെ കൺട്രോൾ ചെയ്യുന്ന പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല. ഓക്കെ, ഒന്ന് ഇപ്പൊ ഓൾറെഡി അഞ്ജലി പറഞ്ഞു, കാരണം ലോക്കൽ റൂളേഴ്സിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ലോക്കൽസിന്റെ കാര്യം അറിയാൻ പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈസിലി അത് കൺട്രോൾ ചെയ്യാൻ എളുപ്പമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ
റെസ്പോൺസിബിലിറ്റി ആർക്ക് കൊടുത്തു? ഈ പറയുന്ന നവാബിന് കൊടുത്തു. റവന്യൂ റൈറ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ആരെടുത്തു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എടുത്തു. ഓക്കെ, അതുകൊണ്ടാണ് കമ്പനി കംപ്ലീറ്റ് കൺട്രോൾ എടുക്കാൻ തരുന്നത്. രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കമ്പനി എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രേഡിംഗ് കമ്പനിയാണ്. അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കൊമേഴ്സ് ആണ്. ഓക്കെ, അതായത് മാക്സിമം റവന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ് ആർക്കുള്ളത്? ഈ പറയുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉള്ളത്. ഈ സമയം പോലും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ആയിട്ട് മാറിയിട്ടില്ല എന്നർത്ഥം. ഓക്കെ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ആയിട്ട് അപ്പോഴും കമ്പനി മാറിയിട്ടില്ല. കമ്പനിന്റെ ലക്ഷ്യം അപ്പോഴും എന്താണ്? ഈ പറയുന്ന കൊമേഴ്ഷ്യൽ മാക്സിമം റവന്യൂ ഇന്ത്യയിൽ നിന്ന് എടുത്തു കൊണ്ടുപോകുക എന്നുള്ളതാണ് ആരുടെ ലക്ഷ്യം? ഈ പറയുന്ന കമ്പനി ലക്ഷ്യം. അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കാൻ ആര് തയ്യാറായില്ല? ഈ പറയുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തയ്യാറായില്ല. ഓക്കെ, ഞാൻ ഇടയ്ക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പറയും, അതിനുശേഷം ബ്രിട്ടീഷ് ക്രൗൺ എന്ന് പറയും. നിങ്ങൾ ശ്രദ്ധിക്കണം അവിടെ ഞാൻ പറയുന്ന സമയത്ത്. ഓക്കെ, അതുകൊണ്ട് തന്നെ റോബർട്ട് ക്ലൈവ് എന്ത് ചെയ്തു? ഡ്യുവൽ ഗവേണൻസ് എന്നുള്ള കോൺസെപ്റ്റ് വന്നു. എനിക്ക് റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കാൻ വയ്യ, റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുക. ഓക്കെ, റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾ ഡെപ്യൂട്ടി സുബേദാറിനൊക്കെ ഞങ്ങൾ നോമിനേറ്റ് ചെയ്ത ആൾക്കാർക്ക് തന്നെ വെക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ. ഓക്കെ, അപ്പൊ ഡെപ്യൂട്ടി സുബേദാറിനുള്ള എമൗണ്ട് ഒക്കെ ആദ്യം കൊടുക്കണം, പറയുന്ന നവാബിന് കൊടുക്കണം. ഓക്കെ, ആ 53 lakhs ഈ കാര്യങ്ങളൊക്കെ പേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നവാബിന് എന്തായി? ഈ പറയുന്ന പോലെ സഫീഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, പിന്നെ ബ്രിട്ടീഷുകാരല്ല, നമ്മുടെ മനുഷ്യന്മാരെ ഒരു പ്രത്യേകത എന്താ? ഒക്കെ വെറുതെ കിട്ടുന്നതാണ് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ അല്ലേ? റെസ്പോൺസിബിലിറ്റി കൂടുതൽ വിചാരിക്കാം. ഞാൻ പറഞ്ഞു ഡ്യുവൽ ഗവേണൻസ് എന്നുള്ള കോൺസെപ്റ്റേ ഇല്ല എന്ന് വിചാരിക്കാം. ഓക്കെ, ഡ്യുവൽ ഗവേണൻസ് കോൺസെപ്റ്റ് ഇല്ല. ഡയറക്ട്ലി റോബർട്ട് ക്ലൈവ് എന്ത് ചെയ്യുക? അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. ഓക്കെ, ഞങ്ങൾ രണ്ടും ഞങ്ങൾ ഏറ്റെടുത്തോളാം. ദിവാനി റൈറ്റ്സും പറയുമ്പോൾ നിസാമത്ത് റൈറ്റും ഞങ്ങൾ ഏറ്റെടുത്തോളം വിചാരിക്കാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദിവാനി റൈറ്റ്സും നിസാമത്ത് റൈറ്റും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ എത്രത്തോളം വരുന്നു തോന്നുന്നുണ്ടോ? കാരണം റവന്യൂവിനെക്കാട്ടും കൂടുതൽ ചിലപ്പോൾ എക്സ്പെൻഡിച്ചർ വരാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ എന്താണ്? ഫോഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനത്തെ കാര്യം ഫണ്ടൊക്കെ ആര് കൊടുക്കേണ്ടി വരും? ഈ പറയുന്ന ബ്രിട്ടീഷുകാർ കൊടുക്കേണ്ടി വരും. അപ്പൊ ടോട്ടൽ സമയം നോക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ കിട്ടുന്ന എമൗണ്ട് എത്രയാ? ഒരു ഇയറിൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി എടുത്ത് മാറ്റി കഴിഞ്ഞാൽ എന്താ ഗുണം വരിക? റെസ്പോൺസിബിലിറ്റി എടുത്ത് മാറ്റി കഴിഞ്ഞാൽ മാക്സിമം എമൗണ്ട് റവന്യൂ ആയിട്ട് ആർക്ക് കിട്ടും? ഈ പറയുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിട്ടും. അതാണ് ഈ പോയിന്റ് പറയുന്നത്. ഓക്കെ, മാക്സിമം എമൗണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ 53 lakhs നമ്പർ എത്ര ലാക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ആർക്ക് കൊടുത്തു? ഈ പറയുന്ന നവാബിന് കൊടുത്തു. എന്നിട്ട് നിങ്ങൾ സൗകര്യം പോലെ നമ്മൾ പറയില്ല, അച്ഛൻ നമുക്ക് 10 രൂപ എന്നിട്ട് പറയും ആവശ്യം പോലെ ചെലവാക്കി മതി, ടൂറിനൊക്കെ പോകുന്ന സമയത്ത് 100 രൂപ എന്നിട്ട് പറയും, ബാക്കി പൈസ സൂക്ഷിച്ചേക്കണം എന്ന് പറയും. അതേപോലെ 53 ലക്ഷം കൊടുത്തിട്ട് എന്ത് ചെയ്തു? റോബർട്ട് ക്ലൈവ് പറഞ്ഞു നിങ്ങൾ ഒരുപാട് ചെലവ് നടക്കരുത്, സൂക്ഷിക്കുക, ആവശ്യത്തിന് ഉപയോഗിച്ചോ, ബാക്കി കയ്യിൽ സൂക്ഷിച്ചോ. ഓക്കെ, പക്ഷെ നവാബിന് എന്ത് പറ്റി? ഈ പറഞ്ഞ 53 ലക്ഷം പെർ ഇയറിൽ മതിയാവാതെയായി ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു ബംഗാൾ റീജിയൻ എന്താണ്? ബീഹാർ, ഒഡീഷ, ബംഗാൾ ഈ റീജിയൻ കൂടിച്ചേർന്നുള്ള റീജിയൻ എന്ന് പറയുന്നത് ഓൾറെഡി പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. ഓക്കെ, ഇവിടെയൊക്കെ പോവേർട്ടി, ഫാമൈൻ ഒക്കെ വരാൻ തുടങ്ങി ഈ ഭാഗത്ത് ബംഗാൾ റീജിയൻ, ഈ ഡ്യുവൽ ഗവേണൻസ് മൂലം. അതുകൊണ്ടാണ് ലേറ്റർ സ്റ്റേജിൽ ആരും ചെയ്തത്? വാറൻ ഹാസ്റ്റിംഗ് 1772 ഡ്യുവൽ ഗവേണൻസ് അവസാനിപ്പിച്ചത്. അങ്ങനെയാണ് ഡ്യുവൽ ഗവേണൻസ് എന്നുള്ള കോൺസെപ്റ്റ് അവസാനിക്കുന്നത്. റോബർട്ട് ക്ലൈവ് ആണ് തുടങ്ങിയിട്ടുള്ളത്. 65 72 ഡ്യുവൽ ഗവൺമെന്റ് എന്നുള്ള കോൺസെപ്റ്റ്, ഡ്യുവൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കോൺസെപ്റ്റ് അവസാനിക്കുകയാണ്. ഓക്കെ, ഇതിന് മെയിൻ റീസൺ കമ്പനീന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ പോസിറ്റീവ് ആസ്പെക്ട് ബേസ്ഡ് ഓൺ കമ്പനി എന്ന് പറയുകയാണെങ്കിൽ എന്താ? കമ്പനിക്ക് മാക്സിമം റവന്യൂ ജനറേഷൻ സാധിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പോസിറ്റീവ് ആസ്പെക്ട്. രണ്ടാമത്തത് കമ്പനിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഈ പറയുന്ന നവാബിനാണ്. അപ്പൊ കമ്പനിക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് കമ്പനിക്ക് പറയാൻ പറ്റും ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ല, റൂൾ ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാ? നവാബിന്റെ റെസ്പോൺസിബിലിറ്റിയാ. ഞങ്ങൾക്ക് റവന്യൂ റേറ്റ് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ റവന്യൂ റേറ്റ് കളക്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ പെർട്ടിക്കുലർ എമൗണ്ട് PTC കൂടെ ആർക്ക് കൊടുക്കുന്നുണ്ട്? ഈ പറയുന്ന നവാബിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വയ്യ, റെസ്പോൺസിബിലിറ്റി അവരുതാണ്. അപ്പൊ കമ്പനി എന്തത്? റെസ്പോൺസിബിലിറ്റി ഒഴിഞ്ഞുകൊണ്ട് റവന്യൂ കളക്ഷൻ മാത്രം എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ചേഞ്ച് വരാൻ തുടങ്ങി. ഓക്കെ, അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ നവാബാണ് എന്ത് ചെയ്തത്? നവാബാണ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു നവാബിനെ വെറൊരു പൊപ്പറ്റാക്കി മാറ്റിയിട്ട് എന്താണ് ഇവിടെ നേരെ തിരിച്ചത്? ഞാൻ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അണ്ടർ ദി നവാബ് ഡെപ്യൂട്ടി സുബേദാർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഡെപ്യൂട്ടി സുബേദാർ ഉണ്ടെന്ന് അർത്ഥം എന്താ? നവാബിന്റെ പല തീരുമാനങ്ങൾ ആരെ ഇടപെടാൻ തുടങ്ങും? ഈ പറഞ്ഞ ഡെപ്യൂട്ടി സുബേദാർ ഇടപെടാൻ തുടങ്ങും. കാരണം നിസാമത്ത് റൈറ്റിൽ, കാരണം എപ്പോഴെങ്കിലും നവാബ് ലോ ആൻഡ് ഓർഡറിൽ ഈ പറഞ്ഞ കമ്പനിക്കെതിരെ തിരിയാണെങ്കിൽ, അല്ലെങ്കിൽ കമ്പനി പ്രൈവറ്റ് ട്രേഡ് നടത്തുമ്പോൾ കമ്പനിക്കെതിരെ തിരിയാണെങ്കിൽ ആര് എതിർക്കാൻ തുടങ്ങും? ഈ പറഞ്ഞ ഡെപ്യൂട്ടി സുബേദാർ എതിർക്കാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ ഇയർലി പറയുകയാണെങ്കിൽ ഈ പറയുന്ന എന്താണ്? ഈ പറയുന്ന നവാബ് ഒരു പൊപ്പറ്റായിട്ട് മാറുന്നു. റബ്ബർ സ്റ്റാൻഡ് ആയിട്ട് എന്ത് ചെയ്ത് നവാബിനെ മാറ്റിയും ഈ പറയുന്ന ട്രീറ്റ് ഇവിടെ നടക്കുകയില്ല. അതാണ് ഒരു പോസിറ്റീവ് ആസ്പെക്ട് എന്നത്. നെഗറ്റീവ് ആസ്പെക്റ്റിൽ വരുന്ന സമയത്ത് എന്താ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മെർച്ചൻസിനെ അത് ബാധിക്കുമോ? ബ്രിട്ടീഷുകാർ മെയിൻ എയിം എന്താ? ഓൾറെഡി അവര് ബ്രിട്ടീഷ് അല്ലെങ്കിൽ യൂറോപ്യൻ ട്രേഡേഴ്സ്, എസ്പെഷ്യലി ബ്രിട്ടീഷ് ട്രേഡേഴ്സിനെ എന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്യും. അപ്പൊ അത് ആരെ എഫക്ട് ചെയ്യും? ഈ പറയുന്ന ഇന്ത്യൻ മെർച്ചൻസിനെ എഫക്ട് ചെയ്യും. ഓക്കെ, ഇന്ത്യൻ മെർച്ചൻസിനോട് ഇത്ര സ്നേഹം ആർക്കുണ്ടാവുമോ? ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 40% ഓഫ് റവന്യൂ എന്താണ് അവര് ടാക്സ് ആയിട്ട് ട്രേഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഈ പറയുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. ഓക്കെ, പിന്നെ
അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഓൾറെഡി ട്രേഡേഴ്സിനെ എടുത്ത് പിടിച്ച അടുത്ത ആയുധം ആരെടുത്തായിരിക്കും ഉണ്ടാവുക? ട്രേഡേഴ്സിനെ എടുത്ത് പിടിച്ചത് നെഗറ്റീവ് ഇമ്പാക്ട് ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞത് പോസിറ്റീവ് ഇമ്പാക്ട്. പോസിറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുന്നത് നവാബിന് ഇവിടെ യാതൊരു പോസിറ്റീവ് ഇമ്പാക്ട് ഇല്ല ഈ പറഞ്ഞ ഡ്യുവൽ അഡ്മിനിസ്ട്രേഷനിൽ. ഓക്കെ, നവാബിന് പണ്ടും ഈ പറയുന്ന റവന്യൂ പിരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നേരെ തിരിഞ്ഞ സമയത്ത് ഇവിടെ നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് വരുന്ന സമയത്ത് നവാബിന് നെഗറ്റീവ് ഇമ്പാക്ട് വന്നു, ഇവിടെ ബ്രിട്ടീഷർക്ക് പോസിറ്റീവ് ഇമ്പാക്ട് ആവാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇന്ത്യൻ കോൺഗ്രസിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ കോൺഗ്രസിലെ ഡ്യുവൽ ഗവർണൻസ് ഡ്യുവൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, പക്ഷേ ബ്രിട്ടീഷ് കോൺസെപ്റ്റ് വരുന്ന സമയത്ത് കമ്പനീന്റെ ബേസ് വരുന്ന സമയത്ത് പോസിറ്റീവ് ഇമ്പാക്ട് ആണ്, നെഗറ്റീവ് ഇമ്പാക്ട് ആണ് കൂടുതലുള്ളത്. ഞാൻ ഒന്നും കൂടി സാധനം റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, നിങ്ങൾ അത് പേടിക്കേണ്ട കിട്ടാത്തവർക്ക്. ഓക്കെ, പിന്നെ ബ്രിട്ടീഷ് എന്ത് ചെയ്തു? ഈ പറയുന്ന പൊപ്പറ്റ് റൂളായിട്ട് ആരെ മാറ്റിയിട്ടുണ്ട്? ഈ പറയുന്ന നവാബിനെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ അഗ്രികൾച്ചർ റവന്യൂ കൂടി ആരാ പിടിക്കുന്നത്? ഈ പറയുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിക്കുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ അഗ്രികൾച്ചർ റവന്യൂ കൂടി പിടിക്കാനുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന പെസൻസിന്റെ അവസ്ഥ എന്തായിരിക്കും? അവര് ഫാമിനിലേക്ക് കുത്തിക്കൊണ്ട് കണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ഒരു നിയർലി ഒരു ബെഗർ എന്ന രീതിയിലേക്ക്, ഒരു പിച്ചക്കാരൻ എന്ന രീതിയിലേക്ക് അവർ മാറിപ്പോവാണ് ഫാമിലി. കാരണം അത്രത്തോളം ഈ പറയുന്ന ഫാർമേഴ്സിന് എന്താ യാതൊരു വിധത്തിലുള്ള ഔട്ട്പുട്ടും കിട്ടുന്നില്ല. അത്രത്തോളം എമൗണ്ട് ആര് പിടിച്ചു പോകുന്നുണ്ട്? ഈ ബ്രിട്ടീഷുകാർ പിടിച്ചു പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ എന്ത് ചെയ്തു? ഈ പറയുന്ന പോലെ തന്നെ ഒരു കോൺഫ്ലിക്റ്റും കൺഫ്യൂഷനും ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. ആരാണ്? നവാബാണോ ഭരിക്കുന്നത്? ഈ പറയുന്ന പോലെ തന്നെ ബ്രിട്ടീഷുകാരാണ് തീരുമാനം എടുക്കുന്നത്? ഡെപ്യൂട്ടി സുബേദാർ പല കാര്യങ്ങളും ഇടപെടും. ഒരു കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. കമ്പനീന്റെ ബേസിൽ നെഗറ്റീവ് വരാൻ കാരണം എന്താ? ഓക്കെ, ഒന്നാമത്തേത് ഈ പറയുന്ന കറപ്ഷൻ ആണ്. ഓക്കെ, റാമ്പറ്റ് കറപ്ഷൻ. അത്രത്തോളം കറപ്ഷൻ ആയിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? ഈ പറയുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഗവർണേഴ്സിന് ഉണ്ടായിരുന്നത്. കാരണം അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത് അവരുടെ ഉദ്യോഗസ്ഥന്മാരിൽ അത്രത്തോളം കറപ്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു കാരണം ഉണ്ട് എന്ന് ആർക്കറിയാമായിരുന്നു? റോബർട്ട് ക്ലൈവിന് അറിയാമായിരുന്നു. ഈ ഒരു കാരണം കൊണ്ടുമാണ് ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഈ റോബർട്ട് ക്ലൈവിന് മടി കാണിച്ചത്. ഓക്കെ, കാരണം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ആർക്കും സാധിച്ചില്ല. ഈ ഒരു റീസൺ കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ എക്സാമിന്. ഓക്കെ, പിന്നെ സ്റ്റേജ് ഓഫ് ബാങ്ക്രപ്സി. ഓക്കെ, കാരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബാങ്ക്രപ്സിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാര് പറയുന്ന പോലെ പ്രൈവറ്റ് ട്രേഡ് നടത്തിയും അവരുടെ സമ്പാദനം മാത്രമാണ്. അപ്പോൾ കമ്പനിക്ക് യാതൊരു വിധത്തിലുള്ള എമൗണ്ട് കിട്ടാതെ വരികയാണ്. അങ്ങനെ ബാങ്ക്രപ്റ്റ് ആയി പോകുന്ന കമ്പനി. ഇങ്ങനെ കമ്പനി എന്ത് ചെയ്തു? പറയുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് കയ്യിൽ നിന്ന് ലോണൊക്കെ വാങ്ങുന്നുണ്ട്. ഓക്കെ, അതൊരു റീസൺ ആയിരുന്നു. അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് ആണ്. കമ്പനിന്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ റാമ്പറ്റ് കറപ്ഷൻ പറയാൻ പറ്റും നമുക്ക്. പറയുന്ന ബാങ്ക്രപ്സി. ഓക്കെ, കടത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 1722 എന്ത് ചെയ്തു? ബംഗാളില് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ പറയുന്ന ഡ്യുവൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം നിർത്തലാക്കുകയാണ്. ഓക്കെ, 1765. ഇതാണ് അതിന്റെ തിയറി. നിങ്ങളത് വായിച്ചാൽ മതി. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞു. ഒന്നും കൂടി ഞാൻ ആ സാധനം എന്താണ് ഡ്യുവൽ അഡ്മിനിസ്ട്രേഷൻ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ കേൾക്കാതെ ഒന്നും കൂടി കേട്ടുക. ഓക്കെ, ട്രീറ്റി ഓഫ് അലഹബാദ് 1765, അതായത് ബാറ്റിൽ ഓഫ് ബക്സറിന് ശേഷമാണ് ഈ പറയുന്ന ഡ്യുവൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് റോബർട്ട് ക്ലൈവ് 1765 ബംഗാൾ റീജിയനിൽ നടപ്പാക്കുന്നത്. അതിന് മുൻപ് ഈ ദിവാനി റൈറ്റ്, അതായത് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റിയും ഇസാമത്ത് റൈറ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റി ആരാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നവാബ് തന്നെയായിരുന്നു ബംഗാളിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ട്രീറ്റിക്ക് ശേഷം ദിവാനി റൈറ്റ്സ്, അതായത് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആര് മെയിൻറ്റെയിൻ ചെയ്തു തുടങ്ങി? റവന്യൂ കളക്ഷൻ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിന്റെ അണ്ടറിലേക്ക് മാറി. മുഗൾസിന്റെ കയ്യിൽ നിന്ന് അത് ഏറ്റെടുക്കാൻ തുടങ്ങി. നിസാമത്ത് റൈറ്റ്, അതായത് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന നവാബ് തന്നെയാണ്. പക്ഷെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന നവാബിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെപ്യൂട്ടി സുബേദാർ എന്ന് പറഞ്ഞ പോസ്റ്റ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് എന്തിനാ നോമിനേഷൻ നടത്തും എന്നറിയാമോ? നോമിനേഷൻ എന്തിനായിരിക്കും? സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ ലോ ആൻഡ് ഓർഡർ കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ എന്തെങ്കിലും നവാബ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒബ്സർവ് ചെയ്യാനും അദ്ദേഹത്തിന് ഗൈഡൻസ് കൊടുക്കാനുമാണ് ഈ ഡെപ്യൂട്ടി സുബേദാറിനെ നിയമിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷുകാർ നോമിനേറ്റ് ചെയ്ത് നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ പ്യുവർലി നവാബ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എന്തായി? പൊപ്പറ്റ് എന്നുള്ള കോൺസെപ്റ്റ്, റബ്ബർ സ്റ്റാമ്പ് എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ട്രീറ്റിക്ക് ശേഷം, 1765 ട്രീറ്റിക്ക് ശേഷം. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരാൻ തുടങ്ങി. കാരണം ബ്രിട്ടീഷുകാർ അണ്ടറിലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ റവന്യൂ ഫോഴ്സും. ഓക്കെ, അതായത് എന്റെ റവന്യൂ ആരുടെ അണ്ടറിലാണ്? ഈ പറയുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിലാണ്. ഓക്കെ, അതേപോലെ തന്നെ നവാബിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ലോ ആൻഡ് ഓർഡർ ഉണ്ട്. അപ്പൊ നവാബിന് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് വേണം. അത് എല്ലാ കൊല്ലവും എന്ത് ചെയ്ത് 53 lakhs ആര് കൊടുക്കും? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ പറയുന്ന നവാബിന് കൊടുക്കും. പക്ഷേ അത് സഫീഷ്യന്റ് ആയിരുന്നില്ല ഈ പറയുന്ന ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുള്ള എമൗണ്ട് സഫീഷ്യന്റ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഡ്യുവൽ ഗവേണൻസിൽ പ്രോബ്ലംസ് ഉണ്ടാകാൻ തുടങ്ങി. ഈ നവാബിന് എന്തായി? സോഷ്യൽ എക്കണോമിക് റീഫോംസ് ഒക്കെ നടത്താൻ പറ്റുമോ? നമ്മുടെ നാട്ടില് പോളിസീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? അദ്ദേഹത്തിന് ആ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പല പോളിസിയും അദ്ദേഹത്തിന് നാട്ടിൽ നടപ്പിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ജനങ്ങൾ ഇതുകൊണ്ട് വലയാണ്, ജനങ്ങൾ ബുദ്ധിമുട്ടാണ്. അൾട്ടിമേറ്റ് എല്ലാം ഫേസ് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന നവാബാണ് അൾട്ടിമേറ്റ്ലി എല്ലാം ഫേസ് ചെയ്യുക. സാധാരണക്കാരനെ ജനങ്ങളെല്ലാം ഫേസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നല്ല പോളിസികളൊന്നും ഈ ബംഗാൾ റീജിയനിൽ നടപ്പിലാവാതെ, അതുകൊണ്ട് ബംഗാൾ ബാക്ക്വേർഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സമയവും. ഓക്കെ, അങ്ങനെ 1770 ബംഗാൾ ഫാമിനൊക്കെ വരുന്നുണ്ട്, കർഷകരൊക്കെ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന റെഗുലേറ്റിംഗ് ആക്ട് ഒക്കെ 1773. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയാം ഓൾറെഡി. ഓക്കെ, അങ്ങനെ വാറൻ ഹാസ്റ്റിംഗ് വന്നു 1772 ഈ പറയുന്ന ഡ്യുവൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ബംഗാൾ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, റോബർട്ട് ക്ലൈവ് എന്തുകൊണ്ട്
ഈ പറയുന്ന ഡ്യുവൽ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം കൊണ്ടുവന്നു. ഒന്ന് ബംഗാൾ റിച്ചസ്റ്റ് പ്രൊവിൻസ് ആണ്, അവിടുന്ന് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മാക്സിമം റവന്യൂ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആസ് എ ട്രേഡിംഗ് കമ്പനിയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു മെർച്ചൻസ് ആയതുകൊണ്ട് അവർക്ക് മാക്സിമം എമൗണ്ട് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ അവരുടെ ഉദ്ദേശം എന്താണ്? ഈ പറയുന്ന മെർച്ചൻസ് ആയതുകൊണ്ട് അവർക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ കമ്പാരിറ്റീവ് ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ പറഞ്ഞു ഇന്ന് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുക എന്നുള്ളതാണ് ഈ പറഞ്ഞ മെർച്ചൻസിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റിയില്ല. ചിലപ്പോൾ ഈ പറയുന്ന എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യും? റവന്യൂനെക്കാട്ടും കൂടുതലായി കഴിഞ്ഞാൽ ആർക്കറിയാം? റോബർട്ട് ക്ലൈവിന് ഞാൻ നേരത്തെ പറഞ്ഞു, കാരണം റാമ്പറ്റ് കറപ്ഷൻ ഒക്കെ ഉണ്ട് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ നല്ല അഡ്മിനിസ്ട്രേറ്റർ ഒന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രോപ്പർ ആയിട്ട് ഇവർക്ക് റവന്യൂ കളക്ട് ചെയ്യാനോ ഈ പറയുന്ന ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനോ പറ്റില്ല. അത്രത്തോളം സ്ട്രെങ്ത്തും ആ സമയത്ത് ഇവർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ബംഗാൾ എന്ത് ചെയ്തില്ല? റെസ്പോൺസിബിലിറ്റി ആർക്ക് കൊടുത്തു? ഈ പറയുന്ന നവാബിന് കൊടുത്തു. റവന്യൂ കളക്ഷൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊടുത്തു. ഓക്കെ, അങ്ങനെ ഇതിന്റെ പോസിറ്റീവ് ആസ്പെക്ട് കമ്പനിക്കാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആസ്പെക്ട് കിട്ടിയിട്ടുള്ളത്. ഒന്ന്, റെസ്പോൺസിബിലിറ്റി നവാബിന്റെ അണ്ടറിൽ തന്നെയാണ്. റവന്യൂ കിട്ടുന്നത് ഈ പറയുന്ന പോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാണ്. ഓക്കെ, ഇന്ന് നവാബിനെ ഒരു പ്യുവർ പൊപ്പറ്റാക്കി മാറ്റിയിട്ടുണ്ട്. പ്രൈവറ്റ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഈ പോസിറ്റീവ് ആസ്പെക്ട് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ സെയിം ആസ് നെഗറ്റീവ് ആസ്പെക്റ്റിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ കോൺടസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ മെർച്ചൻസിന് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. 40% റവന്യൂ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? ഈ പറഞ്ഞ ഇന്ത്യൻ മെർച്ചൻസിന്റെ കയ്യിൽ പിടിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ മെർച്ചൻസിന് ആകെ കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് 60% മാത്രമാണ്. 40% ലാഭം പിടിച്ചാൽ 60% മാത്രം അവർക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തേത് പെർസൻസിന്റെ കയ്യിൽ നിന്നും ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്നും ഹ്യൂജ് എമൗണ്ട് ഓഫ് റവന്യൂ ടാക്സ് ആര് കളക്ട് ചെയ്യാൻ തുടങ്ങി? ഈ പറയുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കളക്ട് ചെയ്യാൻ തുടങ്ങി. അത് സ്വാഭാവികമായിട്ട് ആർക്ക് പ്രശ്നം വന്നു? ഫാർമേഴ്സിന് പ്രശ്നം വരാൻ തുടങ്ങി. ഫാർമേഴ്സ് പോവേർട്ടിയിലേക്ക് മാറാൻ തുടങ്ങി. ഫെമൈൻ എന്ന കോൺസെപ്റ്റിലേക്ക് പോകാൻ തുടങ്ങി. ഓക്കെ, ദാരിദ്ര്യം, പട്ടിണി. ഓക്കെ, ആൾക്കാർ മരിക്കാൻ ഫെമൈൻ എന്ന കോൺസെപ്റ്റിലേക്ക് പോകാം. ഓക്കെ, അങ്ങനെ കമ്പനിയുടെ കേസിൽ വരാണെങ്കിൽ പിന്നെ അവിടെ ഒരു കോൺഫ്ലിക്ട് വരാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ആരാണ് ഭരിക്കുന്നത് തന്നെ ജനങ്ങൾക്ക് ഡൗട്ടായി. ബ്രിട്ടീഷുകാരാണോ നോക്കുന്നത്? പറയുന്ന പോലെ തന്നെ നവാബാണോ, ഡെപ്യൂട്ടി സുബേദർ ആണോ? എല്ലാവരും ഒരു കോൺഫ്ലിക്ട് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഡ്യുവൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം കമ്പനി. ഓക്കെ, കമ്പനി എന്താണ് മെയിൻ പ്രശ്നം വന്നത്? റാമ്പറ്റ് കറപ്ഷൻ ആയിരുന്നു കമ്പനി ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും നെഗറ്റീവ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ബാങ്ക്രപ്സി. ഓക്കെ, കമ്പനി വലുതായിട്ട് മെച്ചപ്പെടാൻ തുടങ്ങിയില്ല. പക്ഷേ പ്രൈവറ്റ് ട്രേഡ് നടത്തുന്നതുകൊണ്ട് ഇൻഡിവിജ്വൽ ആൾക്കാർക്ക് ലാഭം ഉണ്ടായി. പക്ഷേ കമ്പനി എന്ത് ചെയ്ത് ടോട്ടലി നോക്കുന്ന സമയത്ത് കമ്പനി ബാക്ക്വേർഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കമ്പനിക്ക് ലാഭമൊന്നും ഉണ്ടല്ല. കമ്പനി എന്ത് ചെയ്തു? ഈ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലോണൊക്കെ എടുക്കേണ്ടത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പോലെ തന്നെ വാറൻ ഹാസ്റ്റിംഗ് വരികയും റെഗുലേറ്റിംഗ് ആക്ട് 1773 വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് റീസൺ ഫോർ ബ്രിങ്ങിങ് ദി ആക്ട്. ഓക്കെ, അതായത് റെഗുലേറ്റിംഗ് ആക്ട് 1773 വരാനുള്ള ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഡ്യുവൽ അഡ്മിനിസ്ട്രേഷൻ മനസ്സിലായോ ബംഗാളിൽ? അഞ്ജലിക്ക് ക്ലിയർ ആയോ? ഓക്കെ, ഗൗരി വന്നിട്ടുണ്ടോ? ഗൗരി ഉണ്ടോ? ഗൗരി ഉണ്ട് സർ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അക്ഷയ് ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. അടുത്തത് നമ്മൾ പറയുന്ന റെഗുലേറ്റിംഗ് ആക്ട് ആണ്. ഓക്കെ, റെഗുലേറ്റിംഗ് ആക്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എക്സാമിൽ എഴുതുന്ന സമയത്ത് ഇതേപോലെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ഞാൻ പറയുന്ന പോയിന്റ്സുകൾ കണക്ട് ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ഫീച്ചേഴ്സ് മാറിയിട്ട് ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ടും എന്താണ് അതിന്റെ ഡ്രോബാക്ക് എന്നും പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്ട് ഒക്കെ ചോദിക്കുന്നത്. അനലൈസ് എന്ന രീതിയിലേക്കാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഭാഗങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് ഒരു അനലിറ്റിക്കൽ അപ്രോച്ച് ആണ് എക്സാമിനർ നിങ്ങളെടുത്ത് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ആ രീതിയിലായിരിക്കും വരിക. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, എന്താണ് അതിന്റെ റീസൺ, എന്താണ് ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത്. ഓക്കെ, എല്ലാ ആക്ടിനും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. ആ ബാക്ക്ഗ്രൗണ്ട് ബേസിലാണ് ഓരോ ആക്ടുകളും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ 1772 എന്ത് പറ്റി? ഈ പറയുന്ന ഡബിൾ ഗവർണൻസ് ഇഷ്യൂസും ഫാമിനൊക്കെ വന്നതോടുകൂടി ഭയങ്കര പ്രശ്നമായി ഇവിടെ. അപ്പോൾ ഒരു ആക്ട് കൊണ്ടുവരണം. ആ ആക്ടിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഇവിടെ വന്നിട്ടുള്ളത്? ഒന്ന്, മിസ്മാനേജ്മെന്റ് ഇൻ കമ്പനി. ഞാൻ പറഞ്ഞു കമ്പനി റാമ്പറ്റ് കറപ്ഷനും കമ്പനിയിലെ അഴിമതിയും പ്രൈവറ്റ് ട്രേഡ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ മാനേജ്മെന്റ് ഇഷ്യൂസ് എന്ത് വന്നു? ഈ പറയുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ വന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് കമ്പനി പ്രൈവറ്റ് ട്രേഡ് ആണ്. പക്ഷെ പ്രൈവറ്റ് ട്രേഡ് ആണെങ്കിലും ആരുടെ പെർമിഷനോട് കൂടി ആ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നത്? ക്വീൻ എലിസബത്തിന് 1606 ചാർട്ടർ സൈൻ ചെയ്തിട്ടാണ് ആര് കൊണ്ട് വരുന്നത്? ഈ പറയുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കൂടെ എവിടേക്ക് എത്തുന്നത്? ഇന്ത്യയിലേക്ക് വരുന്നത് അല്ലേ? കാരണം പെർമിഷൻ വിത്ത് പെർമിഷനോടെ അല്ലേ? അപ്പോൾ റെസ്പോൺസിബിലിറ്റി എന്തുണ്ടാവും? റെസ്പോൺസിബിലിറ്റി അവിടെ ഉണ്ട് തീർച്ചയായിട്ടും പ്രൈവറ്റ് ട്രേഡ് ആണെങ്കിലും. പിന്നെ അഡ്മിനിസ്ട്രേഷനിലും മിസ്മാനേജ്മെന്റ്, ഈ പറഞ്ഞ ഡ്യുവൽ ഗവർണൻസ് എന്ന കോൺസെപ്റ്റ് മിസ് ഗവർണൻസ് ഒക്കെ കാണാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് റോബർട്ട് ക്ലൈവിന്റെ മിസ്മാനേജ്മെന്റ് കാണാൻ തുടങ്ങിയ സമയത്ത് എന്തായി? ഒരു ലോ വേണമെന്ന് അവർക്ക് തോന്നി മാനേജ്മെന്റ് ഇഷ്യൂ ബേസിൽ. പിന്നെ റവന്യൂ ഇഷ്യൂ ആണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു റവന്യൂ ഇഷ്യൂ വരുന്ന സമയത്ത് എന്താണ്? കമ്പനിക്ക് എന്താണ്? കമ്പനി കറപ്റ്റഡ് ആണ്, കമ്പനി ബാങ്ക്രപ്സിയിലേക്ക് പോവാണ്. ഓക്കെ, കമ്പനി കടത്തിൽ ഭയങ്കര പ്രശ്നമില്ലൊക്കെ. പക്ഷേ ഇൻഡിവിജ്വൽ ട്രേഡ് നോക്കുകയാണെങ്കിൽ, അതായത് പ്രൈവറ്റ് ട്രേഡ് മാക്സിമം പ്രോത്സാഹിപ്പിക്കും, ഇൻഡിവിജ്വൽ ആയിട്ട് മാക്സിമം എമൗണ്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. റോബർട്ട് ക്ലൈവിനെതിരെ ഇതേപോലെ ഇഷ്യൂസ് ഒക്കെ വന്നിരുന്നു. റോബർട്ട് ക്ലൈവ് ഇതേപോലെ ആത്മഹത്യ ചെയ്യുകയാണ്. കാരണം ഇതേപോലെ കേസൊക്കെ വന്നിട്ട് റോബർട്ട് ക്ലൈവ് പ്രൈവറ്റ് ട്രേഡിലൊക്കെ പാർട്ടിസിപ്പേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കേസൊക്കെ ഉണ്ടായിരുന്നു ഈ പറയുന്ന ബ്രിട്ടനിൽ. ഓക്കെ, റോബർട്ട് ക്ലൈവ് ആത്മഹത്യ ചെയ്യണം, അത് നിങ്ങൾ അറിയണ്ട. ഓക്കെ, കാരണം അത്രത്തോളം കമ്പനീന്റെ ഇഷ്യൂ ഞാൻ പറയുന്നത്. റോബർട്ട് ക്ലൈവ് നല്ല ആളാണെങ്കിൽ പോലും ഇപ്പോൾ
ടോട്ടലി നോക്കുകയാണെങ്കിൽ കറപ്റ്റഡ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. കോടതി പക്ഷേ അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ഫാമിൻ, ഞാൻ പറഞ്ഞു 1770 എങ്ങനെ ഫാമിൻ വരാൻ സാധ്യതയുള്ളത്? അഗ്രികൾച്ചർ, ഫാർമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊഡ്യൂസ് കമ്പാരിറ്റീവ് കുറവായിരിക്കും. എന്തുകൊണ്ട് എങ്ങനെ പ്രൊഡ്യൂസ് ഫാർമേഴ്സിന് കുറഞ്ഞു വരാൻ കാരണം മാക്സിമം എമൗണ്ട് ടാക്സ് ആര് പിരിച്ചു കഴിഞ്ഞാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആരുടെ ഉണ്ടാവില്ല, ഫാർമേഴ്സിന് എടുത്തുണ്ടാവില്ല. അപ്പൊ ഫാർമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓരോ തവണയും ഇപ്പൊ നമ്മളിപ്പോ 100 രൂപയ്ക്കാണ് ആദ്യം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ ഫാർമേഴ്സ് സാധനം പ്രൊഡ്യൂസ് ചെയ്തു, അപ്പൊ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഔട്ട്പുട്ട് കിട്ടും. ചിലപ്പോൾ എത്രത്തോളം ഔട്ട്പുട്ട് കിട്ടില്ല, കാരണം ടെക്നോളജിക്കലി ലാക്കാണ് നമ്മുടെ അഗ്രികൾച്ചർ. ഞാൻ പറഞ്ഞു ഓക്കെ 90 രൂപയ്ക്ക് ഔട്ട്പുട്ട് കഴിഞ്ഞ് 90 രൂപ എന്ത് ചെയ്യും, പറഞ്ഞ ടാക്സ് പിരിക്കും. ലാഭം കിട്ടുന്ന 90 രൂപയ്ക്ക്. അപ്പൊ 90 രൂപ ടാക്സ് പിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, 50% ടാക്സ് വരും, 45 രൂപ. അപ്പൊ അടുത്ത തവണ ഈ 45 രൂപയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഫാർമേഴ്സ് എന്ത് ചെയ്യും, കടത്തിലേക്ക് പോകും. അവർ കടം വാങ്ങാൻ തുടങ്ങും. ഒരു ലിമിറ്റിന് ശേഷം അവർക്ക് കടം കിട്ടത്തില്ല. അപ്പൊ എന്ത് ചെയ്യും, ഫാമിൻ വരും. അങ്ങനെ പട്ടിണിയുടെ ആൾക്കാർ മരിക്കും. അങ്ങനെയാണ് 1770 എന്ത് സംഭവിച്ചു, ഒരു ഹ്യൂജ് ഫാമിൻ ഉണ്ടായി. ഓക്കെ, ഈ പറയുന്ന ഫാർമേഴ്സിന്റെ അടുത്ത് നിന്ന് റവന്യൂ കമ്പാരിറ്റീവ്ലി കുറയാൻ തുടങ്ങി. ബ്രിട്ടീഷുകാർക്ക് ഇവിടുത്തെ ആൾക്കാർ വലിയ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ ഈ പറയുന്ന ഫാർമേഴ്സിന്റെ അടുത്ത് നിന്ന് റവന്യൂ കുറയാൻ തുടങ്ങി. ഇവരെന്ത് കിട്ടും, ഇവർക്ക് എന്ത് ചെയ്യും, ഫാർമേഴ്സിന്റെ അടുത്ത് കിട്ടുന്ന ടാക്സ് കുറഞ്ഞാൽ ഇവർക്ക് റവന്യൂ കുറയും. റവന്യൂ കുറഞ്ഞാൽ ഈ പറയുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പ്രോബ്ലം വരാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇവരെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവരുടെ പ്രൈവറ്റ് ട്രേഡ് നിർത്തിയിട്ട് കമ്പനിക്ക് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതൊക്കെ ഞാൻ ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആക്ടിന്റെ ഫീച്ചേഴ്സിൽ ഈ കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം. ഓക്കെ, അടുത്തത് ഫംഗ്ഷണൽ ഇഷ്യൂസ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഷെയർ ഹോൾഡേഴ്സും അവരുടെ ഡിമാൻഡ് ഒക്കെ വ്യത്യാസമാകാൻ തുടങ്ങി. കാരണം അവർക്ക് പറയുന്ന പോലെ തന്നെ പെർട്ടിക്കുലർ എമൗണ്ട് ഒന്നും കിട്ടുന്നില്ല. ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ പ്രൈവറ്റ് ആയതുകൊണ്ട്, പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് ഇന്ന് ഷെയർ ഹോൾഡേഴ്സിനൊന്നും ഒരു പെർട്ടിക്കുലർ ലാഭം ഒന്നും കിട്ടാൻ തുടങ്ങുന്നില്ല. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലും പാർലമെന്റിലും കംപ്ലൈന്റ് എടുക്കാൻ തുടങ്ങി. ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി ഞങ്ങൾക്ക് ലാഭങ്ങളൊന്നും തരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഈ പറയുന്ന 3 കാരണങ്ങൾ കൊണ്ടാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773 വരാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ഈ 3 കാരണങ്ങളാണ് റെഗുലേറ്റിംഗ് ആക്ടിലേക്ക് വരാനുള്ള കാരണം. ഒന്ന് മാനേജ്മെന്റ് ഇഷ്യൂ, റവന്യൂ ഇഷ്യൂ, ഫംഗ്ഷണൽ ഇഷ്യൂ. ആ ഫംഗ്ഷണൽ പ്രോസസ്സ്, ആ 3 ഇഷ്യൂസ് ആണ് ഇതിന്റെ ഈ റെഗുലേറ്റിംഗ് ആക്ടിന്റെ ബാക്ക്ഗ്രൗണ്ട്. എന്തുകൊണ്ടാണ് റെഗുലേറ്റിംഗ് ആക്ട് വരാൻ കാരണം എന്നുള്ളത്. ഓക്കെ, റെഗുലേറ്റിംഗ് ആക്ട് വന്നു. റെഗുലേറ്റിംഗ് ആക്ട് വന്ന സമയത്ത് റെഗുലേറ്റിംഗ് ആക്ട് ഗവർണർ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞിട്ട്, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തു. ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞ പോസ്റ്റ് കൊടുത്തു. ഓക്കെ, ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരാണ്? ഗവർണർ ഓഫ് ബംഗാൾ റോബർട്ട് ക്ലൈവ് ഉണ്ട്. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരാണ്? വാരൻ ഹാസ്റ്റിംഗ് ആണ്. ഓക്കെ, വാരൻ ഹാസ്റ്റിംഗ് ആണ്, ലോർഡ് വാരൻ ഹാസ്റ്റിംഗ് ആണ് ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. നിങ്ങൾക്ക് ലക്ഷ്മികാന്തിൽ എനിക്ക് തോന്നുന്നു അതായിരിക്കും ഫീച്ചർ ആയിട്ട് ആദ്യം കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, പിന്നെ ഈ പറയുന്ന ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് എന്ത് ചെയ്യും, അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 മെമ്പേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ അതർ ഗവർണേഴ്സ് ആർ മെയ്ഡ് ആസ് സബോർഡിനേറ്റ്. ഓക്കെ, ഏതൊക്കെയായിരുന്നു അതർ ഗവർണേഴ്സ്? ഒന്ന് ഇവിടെ ഏതാണ് ഇവിടെ? ബോംബെ, മദ്രാസ്, ബംഗാൾ. ഓക്കെ, ഇവരെന്ത് ചെയ്തു, ഈ പറഞ്ഞ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ സബോർഡിനേറ്റ് ആയിട്ട് നിയമിച്ചു. എന്തുകൊണ്ടായിരിക്കും സബോർഡിനേറ്റ് ആയിട്ട് നിയമിക്കാൻ കാരണം? ഈ 2 ലോയും എന്തിനാണ് റീസൺ എന്ന് പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ഇഷ്യൂസും അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറയുന്നത് ഈ 2 ഫീച്ചേഴ്സ് വരാൻ കാരണം. ഒന്ന്, ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി. അപ്പോൾ അദ്ദേഹത്തിന് പവർ കൂടുതൽ കൊടുത്തു. അതിനുശേഷം ഈ പറയുന്ന സബോർഡിനേറ്റ്സിന് എന്ത് ചെയ്തു, ഈ പറയുന്ന ബാക്കിയുള്ള ഗവർണേഴ്സിനെ ഇദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ് അണ്ടറിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ഒരു 4 എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉള്ള ഒരു കൗൺസിൽ കൊണ്ടുവന്നു. 4 മെമ്പേഴ്സിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ കൊണ്ടുവന്നു. പിന്നെ അടുത്തത് ചെയ്തത് എന്താ? പിന്നെ ഇഷ്യൂ എന്തായിരുന്നു ഇവിടെ പറഞ്ഞിട്ടുള്ള ഇഷ്യൂ? പ്രൈവറ്റ് ട്രേഡ് ആണ് ഇഷ്യൂ അല്ലേ? ഒരു പ്രൈവറ്റ് ട്രേഡ്, ഈ പറയുന്ന പോലെ പ്രൈവറ്റ് ട്രേഡ് എന്ത് ചെയ്തു, ബാൻ ചെയ്തു. ഓക്കെ, പ്രൈവറ്റ് ട്രേഡ് ഈ പറയുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥന്മാര് നടത്താൻ പാടില്ല. അതും ഈ പറയുന്ന പോലെ ബാൻ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, പിന്നെ ഒരു കാര്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷ്മികാന്തിൽ അത് കാണാൻ പറ്റും. എന്താണ് ഈ കമ്പനി, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരെടുത്തുനിന്ന് സമ്മാനങ്ങളൊന്നും വാങ്ങാൻ പാടില്ല എന്നൊരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ബ്രൈബ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങാൻ പാടില്ല. കറപ്ഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ പറയുന്ന റെഗുലേറ്റിംഗ് ആക്ടിൽ നടപ്പിലാക്കാൻ തുടങ്ങി. ബ്രിട്ടീഷ് ഈസ്റ്റ് കമ്പനിയില്ല, ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് ഈ ആക്ട് കൊണ്ടുവന്നത്. ഓക്കെ, അങ്ങനെ ഈ പറയുന്ന പ്രോബ്ലംസ് റെക്ടിഫൈ ചെയ്തു. പിന്നെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്തു, ഈ പറയുന്ന റിപ്പോർട്ട് ബ്രിട്ടീഷിന്റെ പാർലമെന്റിൽ നിന്ന് ലണ്ടൻ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഈ പറയുന്ന 3 കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു തുടങ്ങി. റവന്യൂ, സിവിൽ ആൻഡ് മിലിറ്ററി ഒഫീഷ്യൽസ്. ഈ 3 കാര്യങ്ങളും റിപ്പോർട്ട് ആരും ചെയ്യണം, പാർലമെന്റിന് ഈ പറയുന്ന കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ചെറിയൊരു കാര്യമുള്ളത് 1774 എന്ത് വന്നു, സുപ്രീം കോർട്ട് കൂടി വന്നു. ഓക്കെ, ഇതായിരുന്നു റെഗുലേറ്റിംഗ് ആക്ടിന്റെ
മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. റെഗുലേറ്റിംഗ് ആക്ടിന് ഒന്നുകൂടി പറയാം, പ്രധാനമായിട്ട് 3 റീസൺ ആണ് എന്ത് ചെയ്യുന്നത് റെഗുലേറ്റിംഗ് ആക്ട് വരാനുള്ള കാരണം. ഒന്ന് മാനേജ്മെന്റ് ഇഷ്യൂ ആണ്, മിസ്മാനേജ്മെന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, മിസ്മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റാമ്പന്റ് കറപ്ഷൻ. ഓക്കെ, റവന്യൂ ഇഷ്യൂ എന്താണ്? റവന്യൂ ഇഷ്യൂ ഒന്ന്, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ലോൺ ആയിട്ട് അവർ വാങ്ങി. 1 million pound ആണ് അവർ ലോൺ ആയിട്ട് വാങ്ങിയിട്ടുള്ളത് 1772. ഓക്കെ, 1770 എന്ത് ചെയ്തു, ഇതേപോലെ തന്നെ റവന്യൂ കമ്പാരിറ്റീവ്ലി കുറഞ്ഞു വന്നു. റീസൺ ഫെമൈൻ. ഓക്കെ, ഫെമൈൻ മൂലം ഈ പറഞ്ഞ അഗ്രികൾച്ചർ ഒക്കെ റവന്യൂ കമ്പാരിറ്റീവ്ലി കുറയാൻ തുടങ്ങി. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് കമ്പാരിറ്റീവ്ലി കുറഞ്ഞു. പിന്നെ പ്രൈവറ്റ് ട്രേഡും കറപ്ഷനും നന്നായിട്ടുണ്ട്, അത് റവന്യൂ ഇഷ്യൂസ് ആയിട്ട് വന്നു. പിന്നെ ഫംഗ്ഷണൽ ഇഷ്യൂസ്, പ്രോപ്പർ ആയിട്ട് ഈ പറയും പോലെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് നടക്കുന്നില്ല, അതായിരുന്നു ഫംഗ്ഷണൽ ഇഷ്യൂസ് ആയിട്ട് വരാൻ കാരണം. ഓക്കെ, ഇതിന്റെ എല്ലാം സോൾവ് ആയിട്ടുകൊണ്ടാണ് 1773 ഇത് ഈ പറയുന്ന പോലെ റെഗുലേറ്റിംഗ് ആക്ട് 1773 ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളത്. റെഗുലേറ്റിംഗ് ആക്ട് 1773 പ്രത്യേകത എന്ന് പറയുന്നത് ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി. ഓക്കെ, അദ്ദേഹത്തിന് ഒരു 4 മെമ്പർ അടങ്ങിയിട്ടുള്ള എക്സിക്യൂട്ടീവ് കൗൺസിൽ കൊടുക്കുകയുണ്ടായി. ഓക്കെ, ഇത് നിങ്ങൾ അറിയണം, 4 മെമ്പേഴ്സ് ആണ് വേണ്ടത്, അറിയണം. ഓക്കെ, പിന്നെ ബാക്കിയുള്ള ഓഫീസുകൾ എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ് ഓഫീസാക്കി മാറ്റി. ഓക്കെ, ബാക്കിയുള്ള ഗവർണേഴ്സിനെ ഇപ്പൊ ബോംബെയിലൊക്കെ അദ്ദേഹത്തിനെ ഈ പറഞ്ഞ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ സബോർഡിനേറ്റ് ഓഫീസിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ഓക്കെ, പിന്നെ പ്രൈവറ്റ് ട്രേഡ് കംപ്ലീറ്റ്ലി നിർത്തലാക്കി. 4മത്തേത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഒരു സ്ഥാപനം ലണ്ടനിൽ ഉണ്ടാക്കി. അതിനുശേഷം കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്തു, ഈ പറഞ്ഞ റവന്യൂ, മിലിറ്ററി, സിവിൽ എന്നീ കാര്യങ്ങൾ എന്ത് ചെയ്തു, റിപ്പോർട്ട് എവിടെ കൊടുക്കണം, ഈ പറയുന്ന ബ്രിട്ടീഷ് പാർലമെന്റ് സബ്മിറ്റ് ചെയ്യണം. 1774 ഒരു കോർട്ടും സുപ്രീം കോർട്ടും നിയമിക്കേണ്ടത്. ഇതായിരുന്നു പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് എക്സ്ട്രാ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടോ? നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫീച്ചേഴ്സ് പ്രധാനപ്പെട്ടത് ഈ കാര്യങ്ങളാണ്, ഈ 5 കാര്യങ്ങൾ. ഓക്കെ, അതിനുശേഷം റെഗുലേറ്റിംഗ് ആക്ടിൽ ഈ പറയുന്ന പോലെ കുറെ ഡ്രോബാക്സ് ഒക്കെ വരാൻ തുടങ്ങി, കുറെ പ്രോബ്ലംസ് ഒക്കെ വരാൻ തുടങ്ങി. ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് റെഗുലേറ്റിംഗ് ആക്ടിൽ എന്ത് വന്നിട്ടുണ്ട്. 1774 സുപ്രീം കോർട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഗവർണർ ജനറലും ഉണ്ട്, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഉണ്ട്, സുപ്രീം കോർട്ട്. അപ്പൊ ഇവർക്ക് ആർക്കാണ് പവർ കൂടുതൽ? ഈ ആക്ടിൽ അവിടെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ? സുപ്രീം കോർട്ട് വന്നു. സുപ്രീം കോർട്ട് ഈസ് ഡയറക്ട്ലി അണ്ടർ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. ഓക്കെ, ഗവർണർ ജനറൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നിട്ടുള്ളത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് വന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യും, ഈ പറയുന്ന പോലെ ജുഡീഷ്യൽ ടിവി വരാൻ തുടങ്ങില്ലേ. ജുഡീഷ്യൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ടാവില്ല അപ്പോഴും. ഓക്കെ, ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങും, ഈ പറയുന്ന സുപ്രീം കോടതി ഇടപെടാൻ തുടങ്ങും. സുപ്രീം കോടതി ഇടപെടാൻ തുടങ്ങുന്നത് പല റവന്യൂ ആക്ടിവിറ്റീസ് നടക്കാതെയോ, അതൊരു ഇഷ്യൂ ആയിരുന്നു. ഓക്കെ, ഈ 1773 ആക്ടിൽ എന്ത് പറഞ്ഞിട്ടില്ല, സുപ്രീം കോർട്ടിന് ജൂറിസ്ഡിക്ഷൻ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ ഈ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് എന്താണ്, ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിന് അക്കൗണ്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തത് ഗവർണർ ജനറലും ഗവർണർ ജനറൽ ഓഫ് ബംഗാളും സുപ്രീം കോടതിയും തമ്മിൽ ഒരു ടസ്സിൽ വരാൻ തുടങ്ങി, ആരാണ് എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് ഈ പറയുന്ന 1781 ആക്ട് ഓഫ് സെറ്റിൽമെന്റ് വരാൻ കാരണം. ഓക്കെ, 1781 എന്ത് വന്നു, ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്ന് പറയുന്ന ഒരു ആക്ട് വന്നു. ഓക്കെ, മുമ്പ് എക്സാമിന് അതൊന്നും പഠിക്കാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഡയറക്ട്ലി റെഗുലേറ്റിംഗ് ആക്ട് കഴിഞ്ഞാൽ ഡയറക്ട്ലി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്തായിരുന്നു, ലക്ഷ്മികാന്തിലൊക്കെ മുമ്പ് ഉണ്ടായിരുന്നത് ഡയറക്ട്ലി നിങ്ങൾക്ക് 1773 റെഗുലേറ്റിംഗ് ആക്ട് കഴിഞ്ഞാൽ പിറ്റ്സിന്റെ ആക്ട് ആണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആക്ട് ഓഫ് സെറ്റിൽമെന്റിൽ നിന്നും കൂടി ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്ന് പറയുന്നത് സുപ്രീം കോടതി, ഞാൻ പറഞ്ഞു 1774 സുപ്രീം കോടതി വന്നിട്ടുണ്ട്. സുപ്രീം കോടതി വന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോടതിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ആക്ടിൽ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഗവർണർ ജനറലും എല്ലാ ഉദ്യോഗസ്ഥന്മാരിലും ആരെ വന്നു, ഈ പറയുന്ന സുപ്രീം കോടതി അണ്ടർ ജൂറിസ്ഡിക്ഷനിലേക്ക് വന്നു. ഓക്കെ, പിന്നെ ഗവർണർ ജനറൽ എക്സിക്യൂട്ടീവ് കൗൺസിലിന് അക്കൗണ്ടബിൾ ആണ്. അപ്പൊ അദ്ദേഹത്തിന് എന്താണ്, ഇൻഡിവിജ്വൽ ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ എപ്പോഴും സാധിക്കാതെ വന്നു, അതൊരു ടെസ്റ്റിലായിട്ട് വന്നു. പിന്നെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളും വേഴ്സസ് സുപ്രീം കോടതി എപ്പോഴും ടസ്സിൽ വരാൻ തുടങ്ങി. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് 1781 ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞ ആക്ട് വന്നത്. ഇതും വാറൻ ഹാസിന്റെ സമയത്തായിരുന്നു ഈ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഈ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് വരാണ്. ഈ ആക്ട്, അതായത് ഡിക്ലറേഷൻ ആക്ട് 1781 ഈ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അമെന്റ്മെന്റ് റെഗുലേറ്റിംഗ് ആക്ട് 1773 അമെന്റ്മെന്റ് ആണ് 1781 വന്നിട്ടുള്ളത്. ഇതിനാണ് ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. സെറ്റിൽമെന്റ് ഉദ്ദേശിക്കുന്നത് ആ പ്രശ്നം സെറ്റിൽ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ആക്ട് ഓഫ് സെറ്റിൽമെന്റിൽ മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് ഈ പറയുന്ന സുപ്രീം കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ നിന്ന് ഗവർണർ ജനറൽ എടുത്തു മാറ്റുകയാണ്. ഓക്കെ, അതായത് സുപ്രീം കോടതി ജൂറിസ്ഡിക്ഷൻ ഗവർണർ ജനറൽ എടുത്തു മാറ്റുകയും പിന്നെ ഈ സർവൻസ് ഇമ്മ്യൂൺ വിത്ത് സുപ്രീം കോടതി വേർഡിക്ട്. ഓക്കെ, അതിനുശേഷം വന്നിട്ടുള്ളത് മുസ്ലിം കേസുകളൊക്കെ എന്താണ്, മുസ്ലിം ലോയിലൂടെയും ഹിന്ദു ലോസ് ഒക്കെ, ഹിന്ദു കേസുകളിലൊക്കെ ഹിന്ദു ലോസുമാണ് എടുക്കേണ്ടത് എന്നുള്ള തീരുമാനം വന്നു. ഓക്കെ, അതായത് ഈ പ്രോബ്ലം സെറ്റിൽ ചെയ്തു. മുമ്പ് വന്നിട്ട് റെഗുലേറ്റിംഗ് ആക്ടിന്റെ ഇഷ്യൂ മെയിൻ ആയിട്ട് സുപ്രീം കോടതിയും വേഴ്സസ് ഗവർണർ ജനറൽ ആയിരുന്നു ഓഫ് ബംഗാൾ ആയിരുന്നു. ഓക്കെ, അതിനുശേഷം ജൂറിസ്ഡിക്ഷൻ ചെയ്തു ഈ പറയുന്ന ആക്ട് ഓഫ് സെറ്റിൽമെന്റ് പ്രകാരം, അതായത് അമെന്റ്മെന്റ് ആക്ട് 1773 അമെന്റ്മെന്റ് ആക്ട് 1781 വന്നിട്ടുള്ളത്. ഓക്കെ, ആക്ടിൽ പറയുന്നത് സുപ്രീം കോടതി എന്താണ്, ഈ പറയുന്ന ഗവർണർ ജനറലിന്റെ കൗൺസിലിനെയും
ഫേവർ ആയിട്ട് വന്നു. ഓക്കെ, ഗവർണർ ജനറൽ കൗൺസിലാണ് ഫേവർ ആയിട്ട് വന്നത് സുപ്രീം കോടതിനെ അപേക്ഷിച്ചിട്ട്. അപ്പൊ പവർ കൂടുതൽ ഈ പറയുന്ന രീതിയിലേക്ക് വന്നു. ഓക്കെ, സുപ്രീം കോടതിന്റെ പവർ ഒന്ന് കൺട്രോൾ ചെയ്തു. പിന്നെ സെർവൻസും ഈ പറഞ്ഞ ഗവർണർ ജനറൽ എന്തത് ഇമ്മ്യൂൺ വിത്ത് സുപ്രീം കോടതി വെഡിക്ട്. ഓക്കെ, പിന്നെ അവരുടെ ഡ്യൂട്ടി എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറഞ്ഞ സുപ്രീം കോടതിക്ക് ഇടപെടാനോ ആ കാര്യങ്ങളൊന്നും ചെയ്യാനോ പാടില്ല. ഓക്കെ, പിന്നെ ഹിന്ദു ലോസ് എന്താണ്, സോറി ഹിന്ദു കേസസ് ഒക്കെ ഹിന്ദു ലോ പ്രകാരവും മുസ്ലിം കേസസ് ഒക്കെ മുസ്ലിം ലോ പ്രകാരവുമാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന സുപ്രീം കോടതിക്ക് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് ശരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത് സുപ്രീം കോടതിക്ക് കൃത്യമായിട്ടുള്ള എന്ത് കൊടുക്കുക, ജൂറിസ്ഡിക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. 1770 നിങ്ങൾ ചോദ്യം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ കൊടുത്തിട്ടുള്ളത് ആക്ട് ഓഫ് സെറ്റിൽമെന്റ് 1781 ഓക്കെ, പിന്നെ ഈ റെഗുലേറ്റിംഗ് ആക്ടിന്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞത് പോസിറ്റീവ് ആസ്പെക്ട് എന്താണ്, ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു, ഈ പറയുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ആദ്യമായിട്ട് ഡയറക്ട്ലി കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഇതുവരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്യൂർലി പ്രൈവറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടായിരിക്കും ഈ പറയുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ പറയുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്? അഞ്ജലി, എന്തായിരിക്കും കാരണം? റീസൺ എന്തായിരിക്കും? 1, 2, 3 റീസൺ പറഞ്ഞു നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന റീസൺ. ഒന്ന്, റാമ്പറ്റ് കറപ്ഷൻ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ഓഫ് ഇഷ്യൂ നമ്മൾ പറഞ്ഞു. ഓക്കെ, രണ്ടാമത്തേത് ബ്രിട്ടീഷ് ഗവൺമെന്റ് കയ്യിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവര് ലോൺ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, 1 മില്യൺ പൗണ്ട് ലോൺ ആര് വാങ്ങിയിട്ടുണ്ട്? ഈ പറഞ്ഞ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എന്ത് മനസ്സിലായി, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ പ്രൈവറ്റ് അങ്ങനത്തെ മാനേജ്മെന്റ് ഇഷ്യൂസ് ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ കൺട്രോൾ ചെയ്യണം ആർക്ക്, ഈ പറയുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്. കാരണം പ്രൈവറ്റഡ് ആണെങ്കിലും ക്യൂൻ എലിസബത്തിന്റെ ചാർട്ടർ പ്രകാരമാണ് ഇവർ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കൂടെ ഇന്ത്യയിൽ എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ മൊണോപ്പൊളി കൊടുത്തിട്ടുള്ളത് ക്യൂൻ എലിസബത്ത് ആണ് ഇവർക്ക് പ്രൈവറ്റഡ് നടത്താനുള്ളത്. ഓക്കെ, അൾട്ടിമേറ്റ്ലി ഇവർ ബ്രിട്ടീഷ് സിറ്റിസൺസ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട്. അങ്ങനെയാണ് 1773 റെഗുലേറ്റിംഗ് ആക്ട് വരുന്നത്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ടൈം പൊളിറ്റിക്കലും അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനും കമ്പനി എവിടെ സ്റ്റാർട്ട് ചെയ്യാണ്, ഈ പറയുന്ന ബംഗാൾ റീജിയനിൽ, അത് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഇത് സെൻട്രലൈസ്ഡ് ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ, സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യണം. വൈ ഐ കോഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ? എന്തുകൊണ്ട് ഞാൻ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ പറയാൻ കാരണം, ബംഗാൾ റീജിയൻ സെൻട്രലൈസ്ഡ് ആവുകയാണ്. ബംഗാൾ റീജിയൻ ടോട്ടൽ ഇന്ത്യ റീജിയൻ സെൻട്രലൈസ്ഡ് ബംഗാളിലേക്കാണ്. എന്തുകൊണ്ടാ സർ? ഞാൻ പറയാൻ കാരണം എന്താ? മദ്രാസും ബോംബെ പ്രൊവിൻസ് എന്താക്കി, സബോർഡിനേറ്റ് ആക്കി. ആരംഭിലേക്ക് ബംഗാളിന്റെ അടിയിലേക്ക് ആക്കി. ബംഗാൾ ഗവർണർ എന്താക്കി, ബോംബെ ഗവർണർ അതേപോലെ മദ്രാസ് ഗവർണർ അതേപോലെ ബംഗാൾ ഗവർണറെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി മാറ്റി ഈ പറയുന്നത് സബോർഡിനേറ്റ് ആക്കി. അതിന്റെ കോൺസെപ്റ്റ് എന്താ, സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. വീണ്ടും അതിന്റെ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഈ പറയുന്ന റെഗുലേറ്റിംഗ് ആക്ട് 1773 ഓക്കെ, അതാണ് എന്റെ പോസിറ്റീവ് ആസ്പെക്ട്. പോസിറ്റീവ് ആസ്പെക്ട് 2 തരത്തിലാണ്. ഒന്ന്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ആരെന്ത് ചെയ്തുകൊണ്ടുള്ളത്, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡയറക്ട്ലി കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. രണ്ടാമത്തത് ഈ പറയുന്ന പോലെ തന്നെ പോസിറ്റീവ് ആസ്പെക്ട് വരാൻ കാരണം അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനാണ്. ഓക്കെ, പൊളിറ്റിക്കലി അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ കമ്പനി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അടുത്തത് ഫൗണ്ടേഷൻ ഓഫ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. ഓക്കെ, പിന്നെ നെഗറ്റീവ് ആസ്പെക്ട് പറഞ്ഞു. നെഗറ്റീവ് ആസ്പെക്ട് പറയാൻ കാരണം വെച്ചാൽ ഗവർണർ ജനറൽ പവർലെസ് ആയി ഏകദേശം. എന്തുകൊണ്ടാണ് പവർലെസ് ആകാൻ കാരണം? അദ്ദേഹത്തിന് വീറ്റോ പവർ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു 4 മെമ്പേഴ്സ് എന്ത് ചെയ്ത് കൗൺസിലുണ്ട്. അപ്പൊ കൗൺസിലിനോട് അദ്ദേഹം റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സ്വാഭാവികമായിട്ടും വീറ്റോ പവർ 4 മെമ്പേഴ്സ് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അദ്ദേഹത്തിന് വീറ്റോ അപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 3 മെമ്പേഴ്സ് എതിർത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്താ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. അതൊരു പ്രോബ്ലം അല്ലേ? ഓക്കെ, അതൊരു ഇഷ്യൂ ആണല്ലോ, പ്രാക്ടിക്കലി ഒരു ഇഷ്യൂ അല്ലേ? നമ്മളിപ്പോ തീരുമാനം, ഞാൻ പറഞ്ഞു മോണിറ്ററി പോളിസി കമ്മിറ്റി കാര്യം പറഞ്ഞില്ലേ. ഓക്കെ, എത്ര മെമ്പേഴ്സ് ഉണ്ട് മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ? കറണ്ട് അഫയർ പറഞ്ഞ സമയത്ത് 6 മെമ്പേഴ്സ് ഉണ്ട് അല്ലേ? 6 മെമ്പേഴ്സും 3-3 വന്നു കഴിഞ്ഞാൽ ആർക്ക് ടൈ ഉണ്ട്? ഈ പറയുന്ന RBI ഗവർണർക്ക് ഒരു വീറ്റോ പവർ ഉണ്ട്, അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ അധികാരമുണ്ട്. റൈറ്റ്, ക്ലിയർ അല്ലേ? ആ ഒരു വീറ്റോ പവർ ആർക്കില്ല? ഈ പറയുന്ന ഗവർണർ ജനറൽ ഈ പറയുന്ന റെഗുലേറ്റിംഗ് ആക്ട് കൊടുത്തിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്, പല തീരുമാനങ്ങളും നടപ്പിലാവില്ല. കാരണം 3 പേര് എതിർത്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇദ്ദേഹത്തിന് തീരുമാനം എടുക്കാൻ പറ്റില്ല. ഓക്കെ, അദ്ദേഹത്തിന് തീരുമാനം ലാഗ് ആവും. പിന്നെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, മദ്രാസും ബോംബെയും സബോർഡിനേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിലും അവരവരുടെ ഇൻഡിവിജ്വൽ ഡിസിഷനുകൾ നടത്താൻ തുടങ്ങി. ഓക്കെ, അവരവരുടെ ഇൻഡിവിജ്വൽ തീരുമാനങ്ങളും ഡിസിഷനൊക്കെ നടത്തുന്നത്. അതിന്റെ ഭാഗമായി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? കർണാട്ടിക് വാറിന് മറാത്ത വാറിന് സമയത്തൊക്കെ ബംഗാൾ പ്രൊവിൻസ് കാണിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഓക്കെ, വാരണാസി അതൊക്കെ പറയുന്നത് ഓർമ്മയിൽ ഉണ്ടാവണം ആ കണക്ഷനൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം ഇവർ ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുന്നുണ്ട്, തീരുമാനങ്ങളൊക്കെ മദ്രാസും ബോംബെയും നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ. അപ്പൊ അതും ഈ പറഞ്ഞ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നെഗറ്റീവ് ആസ്പെക്ടിൽ റെഗുലേറ്റിംഗ് ആക്ട് വരുന്നത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം. ഓക്കെ, പിന്നെ പാർലമെന്റ് കൺട്രോൾ വാസ് ഇൻഎഫക്റ്റീവ്. പാർലമെന്റ് കൺട്രോൾ പ്രോപ്പർ ആയിട്ടൊന്നുമില്ല ഗവർണർ ജനറലിന്റെ മേലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഈ ആക്ട് യാതൊരു വിധത്തിലും എന്ത് ചെയ്തിട്ടില്ല, പീപ്പിൾസിനെ അഡ്രസ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു 1770 എന്ത് വന്നിട്ടുണ്ട്, ഇവിടെ ഫാമിൻ വന്നിട്ടുണ്ട്. ഓക്കെ, 3-ൽ ഒരാൾ മരിച്ചു പോയിട്ടുണ്ട് ഇവിടെ ഇന്ത്യ ബംഗാൾ ഭാഗത്ത് ആ ഫാമിനിൽ. ഓക്കെ, ആ സമയത്ത് ജനങ്ങൾക്ക് യാതൊരു സപ്പോർട്ടീവായിട്ടും ഈ റെഗുലേറ്റിംഗ് ആക്ട് വന്നിട്ടില്ല. റെഗുലേറ്റിംഗ് ആക്ടിന്റെ മെയിൻ ഉദ്ദേശം എന്താ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കൺട്രോൾ ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ ഇന്ത്യൻ ഗവൺമെന്റിന് അല്ലെങ്കിൽ ഇന്ത്യയിലെ നിലവിൽ ഇന്ത്യൻ സിറ്റിസൺസിന് യാതൊരുവിധ അഡ്വാൻറ്റേജ് പറഞ്ഞ ആക്ടിലൂടെ ഉണ്ടായിട്ടില്ല. അത് പീപ്പിളിന് അഡ്വാൻറ്റേജ് ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് ഇത് പറയാൻ കാരണം. ഞാൻ ഒന്നും കൂടി ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യണം. ഫസ്റ്റ്,
ഓക്കെ, ഫാസ്റ്റ് കൺസോളിഡേഷൻ ആണ്. പ്രധാനമായിട്ട് 3 റീസൺ ആണ്: മാനേജ്മെന്റ് ഇഷ്യൂ, റവന്യൂ ഇഷ്യൂ, ഫംഗ്ഷണൽ ഇഷ്യൂ. ഈ 3 ഇഷ്യൂസ് എങ്ങനെ സോൾവ് ചെയ്തു? ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി അദ്ദേഹത്തിന് 4 മെമ്പേഴ്സ് ഉള്ള ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ കൊണ്ടുവന്നു. ഓക്കെ, പിന്നെ അതർ ഗവേണൻസ് ലൈക്ക് മദ്രാസും ബോംബെയും ചെയ്തു ഇദ്ദേഹത്തിന്റെ സബോർഡിനേറ്റിന്റെ കൺട്രോളിലാക്കി. ഓക്കെ, മൂന്നാമത്തത് പ്രൈവറ്റ് ട്രേഡ് ഒഴിവാക്കി. അങ്ങനെ പ്രൈവറ്റ് ട്രേഡ് ഒഴിവാക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? ഈ 2 ഇഷ്യൂസ്, റവന്യൂ ഇഷ്യൂസും മാനേജ്മെന്റ് ഇഷ്യൂസും കൺട്രോൾ ചെയ്തു. പിന്നെ ഫംഗ്ഷണൽ ഇഷ്യൂസ് ആണ്. ഫംഗ്ഷണൽ ഇഷ്യൂസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ കൊണ്ടുവന്നു. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ കൊണ്ടുവന്ന സമയത്ത് എന്താണ് ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്? റവന്യൂ, സിവിൽ, മിലിറ്ററി ഒഫീഷ്യൽസ് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ റിപ്പോർട്ട് ആര് കൊടുക്കണം? ഈ പറഞ്ഞ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ആര് കൊടുക്കണം? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കൊടുക്കണം. പിന്നെ 1774 സുപ്രീം കോടതി വന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് റെഗുലേറ്റിംഗ് ആക്ടിന്റെ ഫീച്ചേഴ്സിൽ നിങ്ങൾക്ക് അറിയേണ്ടത്. പിന്നെ ഒന്നും കൂടി നിങ്ങൾക്ക് എക്സ്റ്റിംഗ് കേസിൽ നിങ്ങൾക്ക് അറിയാം, ഈ പറഞ്ഞ പോലെ തന്നെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്യാൻ പാടില്ല? ഇതേ ജനങ്ങളുടെ അടുത്ത് ബ്രൈബും കൈക്കൂലിയൊന്നും വാങ്ങാൻ പാടില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കറപ്ഷൻ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു പ്രൊവിഷൻ കൂടി അതിനകത്തുണ്ട്. ഓക്കെ, അത് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, അത് ഡീറ്റെയിൽ ചോദിക്കാൻ സാധ്യതയില്ല, കാരണം സിമ്പിൾ വൺ ആണ്. ഓക്കെ, പിന്നെ ഇഷ്യൂസ് എന്താണ്? ഇഷ്യൂസ് മെയിൻ ആയിട്ട് വരാൻ കാരണം 1774 ഞാൻ പറഞ്ഞു ബ്രിട്ടീഷ് ഇവിടെ വന്നിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ കൺട്രോൾ ചെയ്യുമ്പോൾ സുപ്രീം കോടതി വന്നിട്ടുണ്ട്. സുപ്രീം കോടതി കൃത്യമായിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊരു പ്രോബ്ലം ആണ്, ജൂറിസ്ഡിക്ഷൻ മെൻഷൻ ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ട് സുപ്രീം കോടതി എന്ത് ചെയ്യും? ഗവർണർ ജനറൽമാരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങും. ഗവർണർ ജനറലിന്റെ കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങും. അതേ ഗവർണർ ജനറൽ വീറ്റോ പവറിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടി നിൽക്കുക. അപ്പോൾ ടസിൽ വരാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, പിന്നെ ഗവർണർ ജനറൽ എന്താണ്? അക്കൗണ്ടബിൾ ആണ് ഈ പറഞ്ഞ കൗൺസിലിനോട്. ഓക്കെ, അതുകൊണ്ട് ടസിൽ വന്നു. അതുകൊണ്ട് ആക്ട് ഓഫ് സെറ്റിൽമെന്റ് വന്നു. ഓക്കെ, 1781 അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1781, അതിന് ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. ഈ സെറ്റിൽമെന്റ് ഡിസ്പ്യൂട്ട്സ് ഒഴിവാക്കുക, അതായത് സുപ്രീം കോടതിയും ഈ പറഞ്ഞ ഗവർണർ ജനറലും തമ്മിലുള്ള ആ സെറ്റിൽമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിനാണ് സെറ്റിൽമെന്റ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അമെന്റ്മെന്റ് ആക്ട് 1781, അതുകൊണ്ടാണ് ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്ന് പറയാൻ കാരണം. അങ്ങനെ സുപ്രീം കോടതിയുടെ പവർ ഒന്ന് കുറച്ചിട്ട് ഈ പറഞ്ഞ ഗവർണർ ജനറലിന് പവർ കൊടുക്കണം. അങ്ങനെ ഗവർണർ ജനറൽമാരും ഈ പറയുന്ന കമ്പനി എന്ത് ചെയ്തു? ഇതിന്റെ ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോടതി ജൂറിസ്ഡിക്ഷന്റെ അടുത്ത് മാറ്റിയാണ്. പിന്നെ ഒരു കൃത്യമായിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോടതിക്ക് കൊടുക്കുകയാണ്. മുസ്ലിം കേസുകളൊക്കെ മുസ്ലിം ലോ പ്രകാരവും ഹിന്ദു കേസുകളൊക്കെ ഹിന്ദു ലോ പ്രകാരവുമാണ് നിങ്ങൾ സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആക്ട് ഓഫ് സെറ്റിൽമെന്റിന്റെ കാര്യം ഏകദേശം ക്ലിയർ ആയെന്ന് തോന്നുന്നു. പിന്നെ പോസിറ്റീവ് ആസ്പെക്ട് എന്ന് പറയാൻ കാരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡയറക്ട്ലി കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഒരു ആക്ട് വെച്ചിട്ട് ഡയറക്ട്ലി അവർ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. രണ്ടാമത്തേത് എന്താണ്? പൊളിറ്റിക്കലി അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ആയിട്ട് കമ്പനി എന്ത് ചെയ്തു? ഇന്ത്യയിൽ ആക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. നേരത്തെ അഞ്ജലി പറഞ്ഞു വൈ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം? ബംഗാളിനെ ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി ഈ പറയുന്ന 2 സബോർഡിനേറ്റ് ആക്കി മാറ്റി. അപ്പോൾ അതിന് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കോൺസെപ്റ്റ് വന്നു. പക്ഷേ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ വരുന്ന സമയത്ത് നെഗറ്റീവ് ആസ്പെക്ട് എന്താണ്? ഗവർണർ ജനറൽ എന്ന പവർലെസ് ആയിട്ട് മാറുകയാണ്. കാരണം എന്താ? വീറ്റോ പവർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രസിഡൻസി പറഞ്ഞ ബോംബെ പ്രസിഡൻസി മദ്രാസ് പ്രസിഡന്റ് ഇൻഡിവിജ്വൽ ഡിസ്കഷന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ തുടങ്ങി. ഓക്കെ, പാർലമെന്റ് കൺട്രോൾ ഇൻഎഫക്റ്റീവ് ആയിരുന്നു, പ്രോപ്പർ ആയിരുന്നില്ല. പിന്നെ ഈ ആക്ട് ഒരു വിധത്തിൽ എന്ത് ചെയ്തില്ല? പീപ്പിൾസിന് അഡ്വാൻറ്റേജ് ആയിട്ട് വന്നിട്ടില്ല. ഓക്കെ, അതിനുശേഷമാണ് പിറ്റ്സിന്റെ ആക്ട് 1784 വരുന്നത്. ഓക്കെ, പിറ്റ്സിന്റെ ആക്ട് നടപ്പിലാക്കുന്നത് വില്യം പിറ്റ്സ് ആണ്. ഓക്കെ, വില്യം പിറ്റ്സ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആണ്. അതുകൊണ്ടാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് വരാൻ കാരണം. ഓക്കെ, പിറ്റ്സ് ഈ പറയുന്ന ഷോർട്ട് ഫാൾസ് ഒക്കെ, അതായത് 1773 ഷോർട്ട് ഫാൾസ് ഒക്കെ മാറ്റി കമ്പനിയിൽ ഒരു കൺട്രോൾ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ആരെ? ഈ പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. കമ്പനിയെ ഒരു ബിസിനസ് എൻറ്റിറ്റിയിൽ നിന്ന് ഒരു സെമി സോവറിൻ പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ട് മാറ്റിയെന്നായിരുന്നു ഈ പറയുന്ന വില്യം പിറ്റ്സിന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 വരാൻ കാരണം. ഞാൻ ഓൾറെഡി പറഞ്ഞു ചില പ്രശ്നങ്ങൾ ഈ പറഞ്ഞ 1773 റെഗുലേറ്റിംഗ് ആക്ട് ഉണ്ടായിരുന്നു. അപ്പൊ റെഗുലേറ്റിംഗ് ആക്ട് മാറ്റി പിറ്റ്സ് ഇന്ത്യ ആക്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് വില്യം പിറ്റ്സിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഷോർട്ട് ഫാൾസ് ഒക്കെ മാറ്റിയിട്ട് റെഗുലേറ്റിംഗ് ആക്ട് മാറ്റി ഒരു പിറ്റ്സിന്റെ ആക്ട് കൊണ്ടുവരിക. ഈ ആക്ടിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്? കമ്പനിയെ കൺട്രോൾ ചെയ്തുകൊണ്ട് അവരെ ഒരു ബിസിനസ് എൻറ്റിറ്റിയിൽ നിന്ന് ഒരു സെമി സോവറിൻ പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ട് മാറ്റുക. ഓക്കെ, അഡ്രസ് മാനേജ്മെന്റ് ഇഷ്യൂസ് ഓഫ് കമ്പനി. ഓക്കെ, കമ്പനിയിൽ ഇതുപോലെ മാനേജ്മെന്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് സ്വാഭാവികമായിട്ട് ഗവർണർ ജനറൽമാർക്ക് പവർ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു നേരത്തെ ഗവർണർ ജനറൽ എന്താണ് ഇഷ്യൂ ഉണ്ടായിരുന്നത്? ഗവർണർ ജനറലിന് തീരുമാനം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഗവർണർ ജനറൽ എന്ത് ചെയ്തു? 4 കൗൺസിൽ മെമ്പേഴ്സ് ഉള്ളത് 3 കൗൺസിലാക്കി കുറച്ചു. അപ്പൊ തീരുമാനം കുറച്ചും കൂടി എടുക്കാനുള്ള ഒരു സൗകര്യമായിട്ടുണ്ടായി ഈ പറയുന്ന ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനുണ്ടായി. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞു ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഈ പറയുന്ന പോലെ എന്താണ് കൗൺസിലിനോട് അക്കൗണ്ടബിൾ ആണ്. അപ്പോൾ 4 മെമ്പേഴ്സിനെ മാറ്റി 3 മെമ്പേഴ്സ് ആക്കി. അപ്പോൾ സ്വതവേ ഡിസിഷൻ കുറച്ചും കൂടി ഫാസ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം അതിന്റെ ബേസിലാണ്. രണ്ടാമത്തേത് 2 ഇത് കൊണ്ടുവന്നു. ബോർഡ് ഓഫ് കൺട്രോൾ പൊളിറ്റിക്കൽ അഫയറും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കൊമേഴ്ഷ്യൽ അഫയേഴ്സ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നു. ഈ ബോർഡ് ഓഫ് കൺട്രോൾ ഡയറക്ട്ലി പൊളിറ്റിക്കൽ അഫയേഴ്സ് റെപ്രസെന്റ് ചെയ്ത് ക്രൗൺസിനെയും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഡയറക്ട്ലി കമ്പനി റെപ്രസെന്റേറ്റീവ്സിനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ 1765 വന്നിട്ടുള്ള ഡബിൾ ഗവേണൻസ് ഡ്യുവൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം 1772 ഞാൻ മാറ്റി എന്ന് പറഞ്ഞു. ഓക്കെ, അത് വീണ്ടും ഇവിടെ കൊണ്ടുവന്നില്ലേ? ഓക്കെ, ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ഈ ഡ്യുവൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ കോൺസെപ്റ്റ് അല്ലേ അഞ്ജലി?
ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ട് റൈറ്റ്, ദിവാൻ റൈറ്റും രണ്ട് റൈറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, അഡ്മിനിസ്ട്രേറ്റീവ് റൈറ്റും റവന്യൂ റൈറ്റും പറഞ്ഞു, രണ്ടാൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അത് എന്ത് ചെയ്തു 1772 എന്ത് ചെയ്തു, ഈ പറയുന്ന വാരൻ ഹാസ്റ്റിംഗ് ഒഴിവാക്കിക്കൊണ്ട് സിംഗിൾ കോൺസെപ്റ്റ് എന്നുള്ള മൈൻഡിലേക്ക് വന്നു. ഓക്കെ, അതിനുശേഷം പിച്ചിന്റെ ആക്ടിൽ വീണ്ടും എന്ത് ചെയ്തു, ബോർഡ് ഓഫ് കൺട്രോൾ പൊളിറ്റിക്കൽ അഫയേഴ്സും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കൊമേഴ്ഷ്യൽ അഫയേഴ്സും കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ബോർഡ് ഓഫ് കൺട്രോൾ എന്ത് ചെയ്തു, ഡയറക്ട്ലി ക്രൗൺ റെപ്രസെന്റ് ചെയ്യാനും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കമ്പനിയെ റെപ്രസെന്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, വീണ്ടും ടെസ്റ്റിൽ വരില്ലേ ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും തമ്മിൽ ഇഷ്യൂ വരാൻ തുടങ്ങില്ലേ. നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡ്യുവൽ ഗവേണൻസിൽ ഇഷ്യൂ വരും, സ്വാഭാവികമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു സീക്രട്ട് കമ്മിറ്റി രൂപീകരിക്കും. ഈ പറയുന്ന പൊളിറ്റിക്കൽ അഫയേഴ്സ് ആയിട്ടുള്ള ബോർഡ് ഓഫ് കൺട്രോളിന്റെയും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെയും തമ്മിൽ എന്ത് ചെയ്യാൻ, ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിറ്റി രൂപീകരിക്കുകയാണ്. സീക്രട്ട് കമ്മിറ്റിയാണ് ഈ പറയുന്ന ടസിൽസ് ഒക്കെ ഒഴിവാക്കി പോന്നിരുന്നത്. ഓക്കെ, പിന്നെ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം പിറ്റ്സിന്റെ ആക്ടിന്റെ കാര്യം. പിറ്റ്സിന്റെ ആക്ടിൽ നിങ്ങൾ മെയിൻ ആയിട്ട് അറിയേണ്ട പോയിന്റ്സ് ഉള്ളതാണ്. ആദ്യത്തേത് ഗവർണർ ജനറൽ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ മെമ്പേഴ്സിന്റെ എണ്ണം കുറച്ചിട്ട് 3 ആക്കി, 4 3 ആക്കി. പിന്നെ ബോർഡ് ഓഫ് കൺട്രോൾ ഈ പറയുന്ന പൊളിറ്റിക്കൽ അഫയേഴ്സും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കൊമേഴ്ഷ്യൽ അഫയേഴ്സും മെയിൻറ്റെയിൻ ചെയ്ത് തുടങ്ങി. പൊളിറ്റിക്കൽ അഫയേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്രൗൺ റെപ്രസെന്റേറ്റീവ്സും ഈ പറയുന്ന കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കമ്പനി റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, കൊമേഴ്ഷ്യൽ അഫയേഴ്സ് കമ്പനി ആയിട്ടും ഈ പറഞ്ഞ ബോർഡ് ഓഫ് കൺട്രോൾ പൊളിറ്റിക്കൽ അഫയേഴ്സും ക്രൗണിയാണ് റെപ്രസെന്റ് ചെയ്തത്. ഇവർ രണ്ടും കൂടെയും ഫംഗ്ഷൻസ് പ്രോപ്പറായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഒരു സീക്രട്ട് കമ്മിറ്റി രൂപീകരിക്കുന്നത്. സീക്രട്ട് കമ്മിറ്റിയാണ് ഇത് രണ്ടുപേരെയും കോർഡിനേഷൻ വന്നത്. ഈ രണ്ടുപേരും കോർഡിനേഷൻ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ടസിൽസ് ഉണ്ടാവും. ടസിൽസ് ഒഴിവാക്കുകയാണെങ്കിലാണ് ഇവിടെ സീക്രട്ട് കമ്മിറ്റി ഉണ്ടായിരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, സീക്രട്ട് കമ്മിറ്റിന്റെ കാര്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അത് പറയാൻ കാരണം. ഓക്കെ, പിന്നെ പോസിറ്റീവ് ആസ്പെക്ട് എന്താണെന്നുള്ളത്, ഫസ്റ്റ് ടൈം ബ്രിട്ടീഷ് പൊസഷൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരാൻ കാരണം ഈ പറഞ്ഞ പിറ്റ്സിന്റെ ആക്ടിലാണ്. ബ്രിട്ടീഷ് പൊസഷൻ ഇന്ത്യ എന്തുകൊണ്ടാ, ഡയറക്ട്ലി പിറ്റ്സ് എന്ത് ചെയ്തു, ഈ പറയുന്ന ബോർഡ് ഓഫ് പൊളിറ്റിക്കൽ അഫയർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പറഞ്ഞു എന്താണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം, ടു കൺട്രോൾ കൊമേഴ്ഷ്യൽ എൻറ്റിറ്റി ഇൻ ടു സെമി പൊളിറ്റിക്കൽ എൻറ്റിറ്റി. അപ്പോ ബ്രിട്ടീഷ് പൊസഷൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എവിടെ വന്നു, എവിടെ വരാൻ തുടങ്ങി. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇത് സുപ്രീം കൺട്രോൾ ഓവർ കമ്പനി അഫയേഴ്സ്, കമ്പനിന്റെ കാര്യത്തിൽ സുപ്രീം കൺട്രോൾ കൊണ്ടുവരാൻ തുടങ്ങി. പിന്നെ പോസിറ്റീവ് ആസ്പെക്ട് വന്നിട്ടുള്ളത് ഗവർണർ ജനറലാണ്. കാരണം മെജോറിറ്റി ഡിസിഷൻസും പണ്ട് കാലത്ത് ഈ പറയുന്ന പോലെ തന്നെ കൗൺസിൽസ് എന്ത് ചെയ്യില്ല, പാസ്സാക്കില്ല. കാരണം എന്താണ്, വീറ്റോ പവർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഓക്കെ, പക്ഷെ ഇവിടെ എന്ത് ചെയ്തു, കേസ് വന്നു കഴിഞ്ഞാൽ 4 3 ആക്കി മാറ്റിയ സമയത്ത് അദ്ദേഹത്തിന് ഡിസിസീവ് പവർ കുറച്ചും കൂടി കൂടാൻ തുടങ്ങി. ഓക്കെ, 3 പോസിറ്റീവ് ആസ്പെക്ടുകളാണ് ഉള്ളത്. ഒന്ന് ബ്രിട്ടീഷ് പൊസഷൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരാൻ തുടങ്ങി. അതിന്റെ റീസൺ പിറ്റ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. പിറ്റ്സിന്റെ ആഗ്രഹം എന്താണ്, ബിസിനസ് കൊമേഴ്ഷ്യൽ എൻറ്റിറ്റി എന്നുള്ള രീതിയിൽ നിന്ന് ഒരു സെമി സോവറിൻ എൻറ്റിറ്റിക്ക് മാറ്റുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നു. ബോർഡ് ഓഫ് കൺട്രോൾ ഡയറക്ട്ലി റെസ്പോൺസിബിൾ ടു ക്രൗൺ റൂൾ, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഡയറക്ട്ലി റെസ്പോൺസിബിൾ ടു കമ്പനി റൂൾസ്. ഇവർ രണ്ടുപേരെയും മാനേജ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, ഒരു സീക്രട്ട് കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. ഓക്കെ, ഇവർ രണ്ടുപേരുടെയും ടസിൽസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീക്രട്ട് കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. ഓക്കെ, അതിനുശേഷം പോസിറ്റീവ് ആസ്പെക്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. പോസിറ്റീവ് ആസ്പെക്ടിൽ ഫസ്റ്റ് ടൈം മിനിസ്ട്രി ബ്രിട്ടീഷ് പൊസഷൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരാൻ തുടങ്ങി. ഓക്കെ, പിന്നെ ഈ പറയുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു സുപ്രീം പവർ വരികയാണ്. എന്തിന്റെ മുകളിൽ 2 ആക്ട് നടപ്പിലാക്കുന്നത്. എന്തിന്റെ മുകളിൽ ഒരു പവർ വരുന്നുണ്ട്, ഈ പറയുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിന്റെ മുകളിൽ പവർ വരികയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൗൺസിലിന്റെ, അതായത് ഞാൻ പറഞ്ഞ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ നമ്പർ കുറച്ചു, 4 നിന്ന് 3 ആക്കോ ഗവർണർ ജനറൽ ഡിസിഷൻ കുറച്ചും കൂടി ഈസി ആയി. ഓക്കെ, നെഗറ്റീവ് ആസ്പെക്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ബൗണ്ടറി ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല. ഗവർണറിന്റെ കൺട്രോളും കമ്പനി കൺട്രോളും തമ്മിൽ, ഗവൺമെന്റും കൺട്രോളും തമ്മിൽ ഒരു ബൗണ്ടറീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ടസിൽ വരാൻ തുടങ്ങി. ഗവൺമെന്റ് പല കാര്യങ്ങളും ഇടപെടാൻ തുടങ്ങി, ഇവിടെ ടെസിൽസ് വരാൻ തുടങ്ങി. കാരണം ഇവർ രണ്ടുപേരും എന്ത് ചെയ്തില്ല, ഒരു ബൗണ്ടറി ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല. ഈ കാര്യങ്ങളിലൊക്കെ ഗവൺമെന്റ് ഇടപെടുക, ഈ കാര്യങ്ങളിലൊക്കെ കമ്പനി ഇടപെടാനൊന്നും പറഞ്ഞില്ല. പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ഓക്കെ, പിന്നെ സെയിം ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഇവിടെ കൺഫ്യൂഷൻ വരാൻ തുടങ്ങി. ഓക്കെ, ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും തമ്മിൽ ഇതേപോലെ ടെസ്റ്റിൽ വരാൻ തുടങ്ങി. ഓക്കെ, പിന്നെ ബോർഡ് ഓഫ് കൺട്രോൾ എന്താണ്, നെപ്പോട്ടിസം. ബോർഡ് ഓഫ് കൺട്രോളിൽ സ്വാഭാവികമായിട്ട് നെപ്പോട്ടിസം വരാൻ തുടങ്ങി. ഓക്കെ, ബോർഡ് ഓഫ് കൺട്രോൾ പൊളിറ്റിക്കൽ അഫയേഴ്സ് ആണ്. അപ്പോൾ നെപ്പോട്ടിസം സ്വാഭാവികമായിട്ട് വരാൻ തുടങ്ങി. ഇവരുടെ ആൾക്കാരൊക്കെ നിയമിക്കാനൊക്കെ തുടങ്ങി ബോർഡ് ഓഫ് കൺട്രോളിൽ. ഓക്കെ, അതൊരു ഇഷ്യൂ വരാൻ തുടങ്ങി. പിന്നെ ഈ ആക്ട് എന്ന് പറയുന്നത് എന്താണ്, പ്രോപ്പർ ആയിട്ടുള്ള ബൗണ്ടറീസ് ഒന്നും ഫിക്സ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ ആക്ട് പ്രോപ്പറായി നടന്നില്ല. അതിനൊരു ഇഷ്യൂസ് വരാം, ടച്ചിൽ വരാൻ തുടങ്ങി. കാരണം ഇതിന്റെ ആക്ടിൽ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തില്ല, ബൗണ്ടറീസ് ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല. ബോർഡ് ഓഫ് കൺട്രോളിന്റെയും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ കാര്യത്തിൽ, ഗവൺമെന്റിന്റെയും ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനിയുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഡിവിഷൻ ഒന്നും വന്നില്ല. ഇന്നത്തെ തീരുമാനം ഇന്ന ആൾക്കാർ എടുക്കാന്നുള്ള തീരുമാനങ്ങളൊന്നും വന്നില്ല. ഓക്കെ, അപ്പൊ അത് പിന്നെയും ബാധിച്ചിട്ടുള്ള ആൾക്കാരാണ്, ലോക്കൽ പീപ്പിൾസിനെ ഇത് പിന്നെയും ബാധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് വീണ്ടും 1786 ആക്ട് ഓഫ് 1786 എന്ന് വരുന്നത്. ഓക്കെ, ഈ ആക്ട് ഓഫ് 1786 വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാരൻ ഹാസ്റ്റിംഗ് മാറി കോൺവാലിസ് വന്നു. ഓക്കെ, കോൺവാലിസ് ഗവർണർ ജനറൽ ആയിട്ട് വരുന്നതിന് മുമ്പ് കോൺവാലിസ് പറഞ്ഞു, ഞാൻ 2 ഡിമാൻഡുകളാണ് എനിക്ക് മെയിൻ ആയിട്ടുള്ളത്. ഈ 2 ഡിമാൻഡുകളും അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഞാൻ ഗവർണർ ജനറൽ ആയിട്ട് എന്ത് ചെയ്തു, ബംഗാളിലേക്ക് വരുള്ളൂ. ഓക്കെ, 2 ഡിമാൻഡാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആക്ട് ഓഫ് 1786 2 ഡിമാൻഡുകൾ അക്സെപ്റ്റ് ചെയ്യണം. ഒന്ന്, ഈ ഗവർണർ ജനറൽ എന്താണ്, ഓവർ റൈഡിങ് ഡിസിസീവ് പവർ ഉണ്ട്. കൗൺസിലിനെ ഓവർ റൈഡ് ചെയ്യാനുള്ള
പവർ ഉണ്ട് അണ്ടർ ദി സ്പെഷ്യൽ കേസസ്. രണ്ടാമത്തേത് ഈ പറയുന്ന ഗവർണർ ജനറലിനെ കമാൻഡർ ഇൻ ചീഫ് ആക്കണം. ഓക്കെ, എന്നാൽ കമാൻഡർ ഇൻ ചീഫ് ആക്കണം. ഓക്കെ, എന്നിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, ഇന്ത്യയിലേക്ക് വരുള്ളൂ. ബേസ്ഡ് ഓൺ ദാറ്റ് ആക്ട് കോൺവാലിസ് ഇന്ത്യയിലേക്ക് വരികയാണ്. ഓക്കെ, കോൺവാലിസ് ആണ് സിവിൽ, പോലീസ്, ജുഡീഷ്യൽ റീഫോംസ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് സെഷൻ നമുക്ക് പഠിക്കാനുണ്ട്. കോൺവാലിസിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കോൺവാലിസിനെ എന്ത് ചെയ്ത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി കൊണ്ടുവരണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. അങ്ങനെ 1786 ലോർഡ് കോൺവാലിസിനോട് പറഞ്ഞു, നിങ്ങൾ തൽക്കാലം ഇന്ത്യയിലേക്ക് ഒന്ന് പോകണം, ഇന്ത്യയിൽ പോയിട്ട് ഗവർണർ ജനറൽ ആയിട്ട് ബംഗാളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പോയിന്റ് ചെയ്യണം, നിങ്ങൾ അവിടെ സ്ഥാനം ഏറ്റെടുക്കണം എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറയും, ഞാൻ അങ്ങനെ ഏറ്റെടുക്കില്ല, ഏറ്റെടുക്കണമെങ്കിൽ രണ്ട് കാര്യം എനിക്ക് അഷ്വർ ചെയ്യണം. ഒന്ന്, സ്പെഷ്യൽ കേസ് കണ്ടീഷനിൽ എനിക്ക് ഈ പറയുന്ന കൗൺസിലിനെ ഓവർറൈഡ് ചെയ്യാനുള്ള പവർ ഉണ്ടായിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് എന്താണ്, എന്നെ കമാൻഡർ ഇൻ ചീഫ് ആക്കണം. ഓക്കെ, അങ്ങനെ 1786 ഈ രണ്ട് കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് എന്താണ് 17 ആക്ട് ഓഫ് 1786 കോൺവാലിസ് ഇന്ത്യയിലേക്ക് വരികയാണ്. അതാണ് ആക്ട് ഓഫ് 1786. പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ്, അത് സിവിൽ ഓഫീസേഴ്സും ഈ പറയുന്ന പോലെ സെയിം കാര്യങ്ങൾ. ഓക്കെ, അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളോട് പറയുന്നുണ്ട് ഈ ആക്ട് ഓഫ് 1786. പ്രധാനപ്പെട്ട ആക്ട് ഓഫ് 1786 രണ്ട് കാര്യങ്ങൾ ഇതാണ്. ഓക്കെ, കമാൻഡർ ഇൻ ചീഫും പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഓവർ റൈഡിങ് പവറും. പിന്നെ നിങ്ങൾക്ക് അറിയേണ്ടത് സിവിൽ മിലിറ്ററി കാര്യങ്ങളിലൊക്കെ എന്താണ്, ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ബംഗാളിൽ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ എൻറ്റയർ പ്രോപ്പർട്ടി ഡിസ്ക്ലോസ് ചെയ്യണം. നമ്മളിപ്പോൾ ഇലക്ഷന് പോകുന്ന സമയത്ത് നമ്മൾ ചോദിക്കില്ലേ പണം എത്ര ഡിസ്ക്ലോസ് ചെയ്യാൻ പറയില്ല, അതേപോലെ തന്നെ എൻറ്റയർ പ്രോപ്പർട്ടി ഡിസ്ക്ലോസ് ചെയ്യണം. ഡിസ്ക്ലോസ് ചെയ്താൽ മാത്രമേ ഇപ്പൊ അദ്ദേഹം പിരിഞ്ഞു പോകുന്ന സമയത്തും ഗവൺമെന്റ് എന്ത് ചെയ്യും, ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യും, എത്രത്തോളം അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പറയുന്ന എമൗണ്ട് അല്ലാതെ എക്സ്ട്രാ സമ്പാദിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ ഗവൺമെന്റ് ചെക്ക് ചെയ്യും. ഓക്കെ, പിന്നെ സിവിയർ പണിഷ്മെന്റ് ആണ്, കറപ്റ്റഡ് ഒഫീഷ്യൽസിന് സിവിയർ ആയിട്ട് പണിഷ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അവരുടെ നന്നായിട്ട് ശിക്ഷിക്കാനൊക്കെ തുടങ്ങി. പിന്നെ കമാൻഡർ ഇൻ ചീഫിന്റെ കാര്യവും നമ്മളിപ്പോൾ മെൻഷൻ ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഈ സപ്ലിമെന്ററി ആക്ട് ഓഫ് 1786 വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ റെഗുലേറ്റിംഗ് ആക്ടിന്റെ കാര്യം പറഞ്ഞു, ഡ്യുവൽ ഗവേണൻസിന്റെ കാര്യം പറഞ്ഞു, ഡബിൾ ഗവേണൻസ്, ഡബിൾ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ഇൻ ബംഗാളിന്റെ കാര്യം പറഞ്ഞു. റോബർട്ട് ക്ലൈവിന്റെ 1765 അത് സ്റ്റാർട്ട് ചെയ്തത്. 1772 എന്ത് ചെയ്തു, ഇത് ക്ലോസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞത് റെഗുലേറ്റിംഗ് ആക്ടിന്റെ കാര്യമാണ്. റെഗുലേറ്റിംഗ് ആക്ടിന്റെ ബാക്ക്ഗ്രൗണ്ടുകൾ പറഞ്ഞു, മാനേജ്മെന്റ് ഇഷ്യൂ, റവന്യൂ ഇഷ്യൂ, ഫംഗ്ഷണൽ ഇഷ്യൂസിന്റെ കാര്യം പറഞ്ഞു, റെഗുലേറ്റിംഗ് ആക്ടിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. ഓക്കെ, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നു, 4 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ, സബോർഡിനേറ്റ് ആക്കി, പറയുന്ന ബംഗാളിന്റെയും മദ്രാസിനെയും ആരെ സബോർഡിനേറ്റ് ആക്കി, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ സബോർഡിനേറ്റ് ആക്കി. പ്രൈവറ്റ് ബാൻ ചെയ്തു, കറപ്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടി ഈ പറയുന്ന പോലെ തന്നെ സാധാരണ മെർച്ചന്റ്സിന്റെ ഈ പറയുന്ന ബ്രൈബ്സ് ഒന്നും വാങ്ങാൻ പാടില്ല. ഓക്കെ, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടാക്കി. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്തു, റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. റവന്യൂ, മിലിറ്ററി, ഒഫീഷ്യൽ, സിവിൽ കാര്യങ്ങൾക്ക് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. 1774 സുപ്രീം കോടതിയും പറഞ്ഞു. ഓക്കെ, സുപ്രീം കോടതി എന്ത് ചെയ്തു, ഈ പറയുന്ന പോലെ തന്നെ ഗവർണർ ജനറൽ പല കാര്യങ്ങളും ഇടപെടാൻ തുടങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, ഗവർണർ ജനറൽ സുപ്രീം കോടതി തമ്മിൽ ടസിൽ ഉണ്ടായി. അതിനാണ് ആക്ട് ഓഫ് സെറ്റിൽമെന്റ് 1773 വരുന്നത്. ഇതായിരുന്നു ഈ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് കാരണം. അങ്ങനെ ടസിൽസ് വരാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് വരാണ് 1781. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ജൂറിസ്ഡിക്ഷൻ അവിടെ കൊടുക്കുകയാണ്. 1781 ഈ പറയുന്ന സുപ്രീം കോടതിക്ക് കൃത്യമായിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഗവർണർ ജനറലിന്റെ സുപ്രീം കോടതി ഓവർ ചെയ്യാനുള്ള പവർ തന്നെയാണ്. അങ്ങനെ സർവൻസ്, ബ്രിട്ടീഷ് സർവൻസും ഈ പറയുന്ന ഗവർണർ ജനറൽ എന്താണ്, ഇമ്മ്യൂൺ ടു ദർ ഡ്യൂട്ടി. ആ ഡ്യൂട്ടിയിൽ ബേസ്ഡ് ആണെങ്കിൽ അത് ഈ പറഞ്ഞ സുപ്രീം കോടതിക്ക് ഇടപെടാനുള്ള അധികാരമില്ല. പിന്നെ മുസ്ലിം കേസസ് മുസ്ലിം ലോസിലും, ഹിന്ദു കേസസ് ഹിന്ദു ലോസിലും സോൾവ് ചെയ്യാനുള്ള രീതിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ആക്ട് ഓഫ് സെറ്റിൽമെന്റിൽ സുപ്രീം കോടതിക്ക് കൃത്യമായുള്ള ജൂറിസ്ഡിക്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ ഇതിന്റെ ഇവാലുവേഷൻ പോസിറ്റീവ് ആസ്പെക്ട് നമ്മൾ പറഞ്ഞു, നെഗറ്റീവ് ആസ്പെക്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതിനുശേഷം പിറ്റ്സ് ഇന്ത്യ ആക്ടിനാണ്. പിറ്റ്സ് ഇന്ത്യ ആക്ട് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ടോട്ടലി കുറെ ഡൗൺഫോൾസ് ഉണ്ടായിരുന്നു ഈ പറയുന്ന റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. അപ്പോൾ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ഈ പറയുന്ന പോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആസ് എ കൊമേഴ്ഷ്യൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ പിറ്റ്സിന്, അതായത് വില്യം പിറ്റ്സിന് ഒരു കാര്യം മനസ്സിലായി, കൊമേഴ്ഷ്യൽ എൻറ്റിറ്റി എന്ന് അദ്ദേഹം ഈ പറയുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സെമി സോവറൻ പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ട് മാറ്റാൻ പോയാണ്. ഓക്കെ, സെമി സോവറൻ പൊളിറ്റിക്കൽ എൻറ്റിറ്റിയെ മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ഈ മാനേജ്മെന്റ് ഇഷ്യൂ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തു കുറെ ഫീച്ചേഴ്സ് കൊണ്ടുവരാൻ തുടങ്ങി. അദ്ദേഹം പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ കൊണ്ടുവന്നത് ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും. 1772 ഡ്യുവൽ അഡ്മിനിസ്ട്രേഷൻ വാറൻ ഹാസ്റ്റിംഗ് ഒഴിവാക്കിയതിനു ശേഷം പിറ്റ്സ് വീണ്ടും ചെയ്തു ഈ പറയുന്ന പിറ്റ്സിന്റെ ആക്ടിലൂടെ ഡ്യുവൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോൺസെപ്റ്റ് കൊണ്ടും കൂടിയാണ് ബോർഡ് ഓഫ് കൺട്രോൾ പൊളിറ്റിക്കൽ അഫയേഴ്സും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കൊമേഴ്ഷ്യൽ അഫയേഴ്സും മാനേജ് ചെയ്തത്. അപ്പോൾ ബോർഡ് ഓഫ് കൺട്രോൾ ഡയറക്ട്ലി റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ക്രൗൺ പ്രിൻസസ്, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കമ്പനി റെപ്രസെന്റേറ്റീവ്സ് ആണ്. ഓക്കെ, ഇവർ രണ്ടാളും വീണ്ടും ടസിൽ വരാൻ തുടങ്ങുന്ന ഈ പറഞ്ഞ പിറ്റ്സിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സീക്രട്ട് കമ്മിറ്റി നിയമിക്കുകയാണ്. ഇവർ രണ്ടുപേരെയും പ്രോബ്ലംസ് ടസിൽസും ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഒരു കോർഡിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് സീക്രട്ട് കമ്മിറ്റി നിയമിക്കുകയാണ്. പിന്നെ ഗവർണർ എക്സിക്യൂട്ടീവ് കൗൺസിൽ 4 to 3 വരികയാണ്. 4 to 3 ചേഞ്ച് ചെയ്യാൻ കാരണം എന്താണ്, ഞാൻ ഓൾറെഡി പോസിറ്റീവ് ആസ്പെക്റ്റിൽ പറഞ്ഞു. ഈ പറയുന്ന ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് പല ഡിസിഷൻസും പ്രോപ്പർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ കൗൺസിൽ ആ ഡിസിഷൻ ഓവർറൈഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസിഷൻ എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഈ കൗൺസിൽ നമ്പർ എന്ന് കുറച്ച് 4 to 3 ആക്കി.
ഓക്കെ, പിന്നെ ഫസ്റ്റ് ടൈം എന്ത് ബ്രിട്ടീഷ് പൊസഷൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. കാരണം സെമി പൊളിറ്റിക്കൽ സോവറിൻ എന്റിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് ആര്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. പിന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് സുപ്രീം കൺട്രോൾ ഓവർ കമ്പനീസ് അഫയേഴ്സ്. ഓക്കെ, അതിനുശേഷം നെഗറ്റീവ് ആസ്പെക്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. നെഗറ്റീവ് ആസ്പെക്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത്, പ്രോപ്പർ ബൗണ്ടറി ഉണ്ടായിരുന്നില്ലേ പറഞ്ഞ ഗവൺമെന്റ് കൺട്രോളും കമ്പനീന്റെ പവറും, ഇത് തമ്മിൽ ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത് ഡിവിഷൻ റെസ്പോൺസിബിലിറ്റിയും ഈ പറയുന്ന ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും തമ്മിൽ ഇഷ്യൂ ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കൊമേഴ്ഷ്യൽ ആസ്പെക്ടും പൊളിറ്റിക്കൽ ആസ്പെക്ടും നമ്മൾ വേർതിരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതിന് രണ്ടും കോൺഫ്ലിക്ട് ചെയ്യും. അപ്പൊ രണ്ടാൾക്കാരും ചില സമയങ്ങളിൽ എന്ത് ചെയ്യും, ഇവർ തമ്മിൽ ഒരു ടസിൽസ് വരാൻ തുടങ്ങും. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്. പിന്നെ ബോർഡ് ഓഫ് കൺട്രോളിന്റെ കാര്യം പറഞ്ഞു, ബോർഡ് ഓഫ് കൺട്രോൾ ഡയറക്ട്ലി അണ്ടർ ദി റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ക്രൗഡ്. ഓക്കെ, അപ്പോൾ അവിടെ നെപ്പോട്ടിസം വരാൻ തുടങ്ങി. അപ്പൊ അതൊരു പ്രോബ്ലം ആവാൻ തുടങ്ങി. പിന്നെ ഈ ആക്ട് എന്ന് പറയുന്നത് ഒരു ഗ്രേ ടൈപ്പ് ഓഫ് ആക്ട് ആയിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിഷൻ പ്രോപ്പർ ആയിരുന്നില്ല. അങ്ങനെ 1786 ലോർഡ് കോൺവാലിസിനോട് ഇന്ത്യയിലേക്ക് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയി അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈം മിനിസ്റ്റർ പറയാണ്. അങ്ങനെ 1786 എന്ത് ചെയ്തു, അദ്ദേഹം പറഞ്ഞു രണ്ട് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ ഞാൻ ഇന്ത്യയിലേക്ക് വരാം. ഒന്നാമത്തേത്, സ്പെഷ്യൽ കേസിൽ എന്ത് ചെയ്യണം, എനിക്ക് അതായത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയി എനിക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന കൗൺസിലിനെ ഓവർറൈഡ് ചെയ്യാനുള്ള പവർ ഉണ്ടാവണം. രണ്ടാമത്തത് എന്നെ കമാൻഡർ ഇൻ ചീഫ് ആക്കണം. കമാൻഡർ ഇൻ ചീഫ് ആയി കഴിഞ്ഞാൽ എന്താണ്, പല ഡിസിഷൻസ് പല റിഫോംസും എളുപ്പത്തിൽ നടത്താൻ സാധിക്കും. ഈ രണ്ട് കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് സപ്ലിമെന്ററി ആക്ട് 1786 ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് ആര് വരാണ്, കോൺവാലിസ് വരാണ്, ലോർഡ് കോൺവാലിസ് വരാണ്. ഓക്കെ, അങ്ങനെ അദ്ദേഹം കമാൻഡർ ഇൻ ചീഫ് ആയിട്ടുള്ള പൊസിഷൻ ഏറ്റെടുക്കാണ്. രണ്ട് കാര്യങ്ങൾ അതിനോട് എക്സ്ട്രാ പറയുന്നുണ്ട്. ഒന്ന്, കറപ്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് സിവിയർ പണിഷ്മെന്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. രണ്ടാമത്തേത്, എൻറ്റയർ പ്രോപ്പർട്ടി എന്ത് ചെയ്യണം, കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്യുന്നതിന് മുൻപ് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്ത് കമ്പനിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്തും ഇതേപോലെ തന്നെ പിരിഞ്ഞു പോകുന്ന സമയത്തും ഡിസ്ക്ലോസ് ചെയ്ത സാധനങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യും. എന്തെങ്കിലും പിരിഞ്ഞു പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊരു കോൺസെപ്റ്റ് അവർ കൊണ്ടുവരുന്നു. ഓക്കെ, അങ്ങനെ പിറ്റ്സിന്റെ ആക്ടും റെഗുലേറ്റിംഗ് ആക്ടും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 12:08 ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇന്റർവ്യൂ ഞാൻ നിങ്ങൾക്ക് തരാം. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞത് 2 തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ അഞ്ജലി? സോറി, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് മറ്റേ ബോർഡ് ഓഫ് കൺട്രോൾ വന്നത് അതിന് ഡ്യുവൽ ഗവൺമെന്റ് എന്നാണോ പറയുന്നത്? ഞാൻ ബുക്കിൽ ഡ്യുവൽ ഗവൺമെന്റ് എന്ന കോൺസെപ്റ്റിനാണ് തിരിച്ചു വരുന്നത്. രണ്ട് ഗവൺമെന്റ് അഫയർ വരുന്ന ഡ്യുവൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. നമ്മളത് ഡ്യുവൽ ഗവൺമെന്റ് എന്ന് പറയാൻ കാരണം അല്ല സർ, ഞാൻ ബുക്കിൽ കണ്ടത് ഡബിൾ ഗവൺമെന്റ് എന്നും പിന്നെ ഡബിൾ ഗവൺമെന്റ്. ഓക്കെ, രണ്ടും കറക്റ്റ് തന്നെ. നിസാം ഗവൺ മറ്റേ ഇതുണ്ടല്ലോ ബംഗാളിലെ, അതിന് ഡ്യുവൽ ഗവൺമെന്റ് എന്നും ഡ്യുവൽ ഗവൺമെന്റും എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ബുക്സിലൊക്കെ ഓക്കെ ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ ബുക്സിലൊക്കെ പറയുന്നത് ഡബിൾ ഗവൺമെന്റ് വീണ്ടും തിരിച്ചു വന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഡ്യുവൽ ഗവൺമെന്റ് എന്ന കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഇവിടെ. അതായത് ഡ്യുവൽ മനസ്സിലായി, ഞാൻ ആ പേരില് എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നു, പേരിൽ കൺഫ്യൂഷൻ വന്നു. ഡബിൾ ഗവൺമെന്റ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവും അല്ലേ? അതാണ് സർ. ഈ പറയുന്ന ബോർഡ് ഓഫ് കൺട്രോളിനെയും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ ഡബിൾ ഗവൺമെന്റ് അല്ല കണ്ടത്, ഡ്യുവൽ അഡ്മിനിസ്ട്രേഷൻ കണ്ടില്ലല്ലോ. അതാണ് ചോദിച്ചത്. ഓക്കെ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് കൺട്രോൾ ആയതുകൊണ്ടാണ് ഇവിടെ ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. ഈ പറയുന്ന പോലെ തന്നെ ഡയറക്ട്ലി കൺട്രോൾഡ് ആര്, ബ്രിട്ടീഷ് പാർലമെന്റ്. ഓക്കെ, പക്ഷേ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ഈ പറയുന്ന ബംഗാളിന്റെ സമയത്ത് എന്ത് ചെയ്തിട്ടില്ല, ഡയറക്ട്ലി കൺട്രോൾ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ഡ്യുവൽ അഡ്മിനിസ്ട്രേഷനും അത് ഡബിൾ ഗവൺമെന്റ് വരാൻ കാരണം. ഓക്കെ, ഇവിടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ കാര്യം എങ്ങനെ വരാൻ കാരണം എന്താ, ഇവിടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് വന്നല്ലോ, വെരി ഡയറക്ട്ലി അണ്ടർ ദി കൺട്രോൾ ഓഫ് ആരാണ്, ബോർഡ് ഓഫ് കൺട്രോൾ ആരാണ്, ബിഒഡി ആരാണ് വരുന്നത്, റെസ്പോൺസിബിൾ ടു ക്രൗൺ റെപ്രസെന്റേറ്റീവ്സും കോർട്ട് ഓഫ് ഡയറക്ടർ റെസ്പോൺസിബിൾ ടു കമ്പനി റെപ്രസെന്റേറ്റീവ്സും ആണ്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഡബിൾ ഗവൺമെന്റ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡബിൾ ഗവൺമെന്റ് എന്ന് പറയുന്നത് രണ്ടും ഗവൺമെന്റ് ആക്ട് ചെയ്തതുകൊണ്ട് അവിടെ ഡ്യുവൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോൺസെപ്റ്റ് വീണ്ടും തിരിച്ചു വന്നു പറയുന്നത്. കാരണം അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസും ടസിൽസ് വരുന്നില്ല അവിടെ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവിടെ നെഗറ്റീവ് ആസ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഇവർ കൃത്യമായിട്ടുള്ള എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഡ്യുവൽ അഡ്മിനിസ്ട്രേറ്റീവ് ടസിൽസ് ഇവിടെ വരുന്നുണ്ട്. അതാണ് ഞാൻ അവിടെ ടേം ഉപയോഗിച്ചത്, ഡ്യുവൽ. ഓക്കെ, ഇവിടെ നിങ്ങൾ എക്സാം ചെയ്യുന്ന സമയത്ത് ഡബിൾ ഗവൺമെന്റ് എന്ന് ഉപയോഗിച്ചാൽ മതി. ഇവിടെ ഇത് ഡബിൾ ഗവൺമെന്റും അത് ഡ്യുവൽ അഡ്മിനിസ്ട്രേഷനുമാണ്. പക്ഷേ വീണ്ടും എന്ത് ചെയ്തു, പണ്ട് വാരൻ ഹാസ്റ്റിംഗ് 1770 ഒഴിവാക്കിയിട്ടുള്ള ഡ്യുവൽ അഡ്മിനിസ്ട്രേഷൻ ഇഷ്യൂസ് എന്തെന്നു ഇവിടേക്ക് വീണ്ടും തിരിച്ചു വന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കാരണം ബിഒഡിൻ്റെതും സിഒഡിയും എന്ത് ചെയ്തില്ല, ഇവരുടെ പ്രോപ്പർ ഡിമാർക്കേറ്റ് ചെയ്തിട്ടില്ല ഇവരുടെ ഫംഗ്ഷൻസ് എന്താണെന്നുള്ളത്. അവിടെ കൺഫ്യൂഷൻ വരാൻ തുടങ്ങി. കാരണം കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റും പൊളിറ്റിക്കൽ ആസ്പെക്റ്റും ഇന്റർലിങ്ക്ഡ് ആണ് പല സമയത്തും. അപ്പോൾ ടെസിൽസ് വരാൻ തുടങ്ങി. ഓക്കെ, ഇവിടെ ഡബിൾ ഗവൺമെന്റ് പഠിച്ചാൽ മതി. ഓക്കെ, പക്ഷേ ടെസിൽസ് ഉണ്ടായിരുന്നു ഓർത്ത് വെക്കുക. ഓക്കെ, 1775 ശേഷം ഈ പറഞ്ഞ ആക്ടിന് ശേഷം ഡബിൾ ഗവൺമെന്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, അതായത് ഡ്യുവൽ അഡ്മിനിസ്ട്രേറ്റീവ് എന്ന കോൺസെപ്റ്റ് ഉണ്ടായിരുന്നത് പഠിച്ചു വെച്ചാൽ മതി. ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഡബിൾ ഗവൺമെന്റ് എന്നായിരിക്കും ഈ ഭാഗത്ത് അല്ലേ? അതല്ലേ ഡൗട്ട് വന്നത്? അഞ്ജലി ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയില്ലേ എന്തുകൊണ്ട് അങ്ങനെ വരാൻ കാരണം? ഓക്കെ ആണോ അഞ്ജലി? ഓക്കെ, ഇനി ആർക്കും എന്താ ഡൗട്ട് ഇത്ര എടുത്തതിൽ? ഇനി നമുക്ക് എടുക്കേണ്ടത് ചാർട്ടർ ആക്ട് ആണ്. അപ്പൊ ചാർട്ടർ ആക്ട് ഒന്ന് കംപ്ലീറ്റ് ആക്കണം. അതിനുശേഷം ഡിസ്കസ് ചെയ്യണം.
മാക്സിമം ഒരു 1:15 ആകുമ്പോൾ നിർത്തുള്ളൂ. കുഴപ്പമില്ലല്ലോ അല്ലേ? ഒരു 1 hour കൂടി എടുക്കും ഞാൻ എന്തായാലും സെഷൻ. അപ്പോൾ നിങ്ങൾ ഇന്റർവെൽ എടുത്തോളൂ അങ്ങനെയാണെങ്കിൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ വേറെ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അക്ഷയ് ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ. ഗൗരി, ചൈതന്യ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്റർവെൽ എടുത്തോളൂ.
തിരിച്ചു വന്നു എല്ലാവരും? ടൈം ആയോ? 5 മിനിറ്റ് ആയോ? ഓക്കെ, 5 മിനിറ്റ് ആയില്ലേ? ഞാൻ ടൈം നോക്കിയില്ല. അപ്പൊ ഞാൻ കുറച്ച് ഫാസ്റ്റിൽ പോട്ടെ. ഇന്ന് പോർഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ഈ സെഷൻ കംപ്ലീറ്റ് ആക്കി എനിക്ക് ഫാസ്റ്റർ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യണമല്ലോ. ഓക്കെ, എനിക്ക് ടൈം കയ്യിൽ കുറച്ചേ ഉള്ളൂ. അപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ടൈം കൂടിപ്പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ റെഗുലേറ്റിംഗ് ആക്ടിന്റെ കാര്യം പഠിച്ചു, പിറ്റ്സിന്റെ ആക്ടിന്റെ കാര്യം പഠിച്ചു. ഇനി ചാർട്ടർ ആക്ടും നമ്മൾ ചാർട്ടർ ആക്ട് പോകുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർട്ടർ ആക്ട് 1793 കുറിച്ചാണ്. ഓക്കെ, ഇനി വരുന്ന ആക്ടുകളുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾ കമ്പാരിറ്റീവ് നോക്കിയാൽ മതി. ചെറിയ ഇമ്പോർട്ടൻസ് കുറവാണ്. ഞാൻ ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ട് ആണെങ്കിൽ നിങ്ങളോട് വായിക്കാൻ പറയും എന്തായാലും. ഓക്കെ, പഠിച്ചു വെക്കാൻ പറയും. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് നോക്കി വെക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക, ഒരു അവയർനെസ് ഉണ്ടാക്കി വെക്കാം. അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കാര്യങ്ങൾ മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻ ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ കാര്യം കിട്ടും. ഓക്കെ, പിന്നെ മെയിൻ ആയിട്ട് ഡിഫറൻസ് എന്താ? റെഗുലേറ്റിംഗ് ആക്ടും ചാർട്ടർ ആക്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഞാൻ പറഞ്ഞു ഗ്രാജുവലി എന്ത് ചെയ്തു? ബ്രിട്ടീഷ് എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷ് ഗവൺമെന്റ് ആ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഞാൻ കേൾക്കുന്നുണ്ടല്ലേ? സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഗ്രാജുവലി ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിന്റെ മുകളിൽ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ആവശ്യം റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത് കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദി അഫെയർ ഓഫ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന കോൺസെപ്റ്റ് ആണ്. ഓക്കെ, പക്ഷേ ചാർട്ടർ ആക്ടിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ചാർട്ടർ ആക്ട് വന്നിട്ടുണ്ട് 1793 ഓക്കെ, അതായത് ചാർട്ടർ ആക്ട് ഇസ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ടു എക്സ്റ്റെൻഡ് ദി കമ്പനി റൂൾ അപ് ടു 20 years. ഓക്കെ, 20 കൊല്ലം കൂടുമ്പോഴാണ് ഈ ചാർട്ടർ ആക്ടിനത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്പനിക്ക് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ റൂൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതായത് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറഞ്ഞ ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത്. റെഗുലേറ്റിംഗ് ആക്ട് എന്നുള്ള ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ, ഈ പറഞ്ഞ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ റെഗുലേറ്റും അവരുടെ തീരുമാനങ്ങളൊക്കെ കൺട്രോളൊക്കെ അന്ന് കൺട്രോൾ ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നതാണ് അവർ മെയിൻ ആയിട്ട് ഉദ്ദേശം. കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് എന്ന് മാത്രമേ റെഗുലേറ്റിംഗ് ആക്ട് ഉദ്ദേശിച്ചു. പക്ഷേ ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അൺഒഫീഷ്യൽ എങ്കിൽ ഒഫീഷ്യലി ഒരു പവർ എടുക്കാൻ തുടങ്ങി. ഈ പറയുന്ന എക്സ്റ്റെൻഡ് റൂള് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. കമ്പനിന്റെ റൂൾ ഇന്ത്യയിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നത് സ്വതവേ 20 കൊല്ലം കൂടുമ്പോഴാണ് എക്സ്റ്റൻഷൻ വരുന്നത്. ഓക്കെ, 1793 ഫസ്റ്റ് ചാർട്ടർ ആക്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാണ് ചാർട്ടർ ആക്ടും റെഗുലേറ്റിംഗ് ആക്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ആദ്യം നോക്കേണ്ടത് ഈ പറയുന്ന 1793 ഫസ്റ്റ് ചാർട്ടർ ആക്ട് വരുന്നത്. ചാർട്ടർ ആക്ട് ഞാൻ പറഞ്ഞു, അതായത് കമ്പനി റൂള്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂള് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. 20 വർഷത്തേക്കാണ് എന്ത് ചെയ്തത്? അവരുടെ ടെറിട്ടോറിയൽ പൊസഷനും എക്സ്ക്ലൂസീവ് പ്രിവിലേജും മൊണോപോളിയും ആര് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു? ഈ പറയുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് എക്സ്റ്റെൻഡ് ചെയ്തു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്. ഓക്കെ, രണ്ടാമത്തത് ഈ ചാർട്ടർ ആക്ടിൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു. ബോർഡ് ഓഫ് കൺട്രോൾ എന്താണ്? പൊളിറ്റിക്കൽ അഫയേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ? ഡൗട്ട് ഉണ്ടോ? അവര് ബ്രിട്ടീഷ് ക്രൗണുമായിട്ട് റെപ്രസെന്റേഷൻ ആണ്. പക്ഷെ എന്ത് ചെയ്തു? ഈ പറഞ്ഞ ബോർഡ് ഓഫ് കൺട്രോളിന്റെ പേയ്മെന്റ് എന്ത് ചെയ്യണം? ആരടക്കണം? ഇന്ത്യൻ റവന്യൂവിൽ നിന്ന് അടയ്ക്കണം. അതിന്റെ ആവശ്യം എന്തായിരിക്കും? ഈ പറഞ്ഞ ബോർഡ് ഓഫ് കൺട്രോളിന്റെ പേയ്മെന്റ് ഇന്ത്യൻ റവന്യൂ നിന്ന് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഞാൻ പറഞ്ഞു, എത്ര തന്നെയാണെങ്കിലും കറപ്ഷൻ ഉണ്ടാവും. ഓക്കെ, കറപ്ഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു പെർട്ടിക്കുലർ റവന്യൂ മാത്രമേ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുള്ളൂ? ഈ പറയുന്ന ബ്രിട്ടീഷ് സിസ്റ്റമിന് കൊടുക്കുള്ളൂ. അപ്പൊ സ്വാഭാവിക ബ്രിട്ടീഷ് സിസ്റ്റമിലേക്ക് റവന്യൂ കൂട്ടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ റവന്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഈ പറയുന്ന ഇവരുടെ എമൗണ്ട് കൂടി കൊടുക്കേണ്ടത് എന്ത് ചെയ്യും? ഒരു മാക്സിമം എമൗണ്ട് എന്ത് ചെയ്യും? ഉണ്ടാക്കാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇല്ലീഗൽ പ്രാക്ടീസസ് ഒക്കെ എന്തുണ്ടെങ്കിൽ നമുക്ക് ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇംപ്രൂവ് എക്കണോമിക് ഹെൽത്ത്, അതായത് ബ്രിട്ടീഷ് എക്കണോമിക് ഹെൽത്ത്. ഓക്കെ, ഇതായിരുന്നു മെയിൻ ആയിട്ട് ഉദ്ദേശം. അതായത് ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ പൊസിഷനും എക്സ്ക്ലൂസീവ് പ്രിവിലേജും മൊണോപോളിയൊക്കെ 20 കൊല്ലത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ഫസ്റ്റ് ചാർട്ടർ ആക്ട് 1793 മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഈ പറയുന്ന ബോർഡ് ഓഫ് കൺട്രോളിന്റെ സാലറി ഇന്ത്യൻ റവന്യൂ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ്. രണ്ട് ഉദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ചെക്ക് ഇല്ലീഗൽ പ്രാക്ടീസസ്, അതായത് കറപ്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം സെയിം ഒന്ന് പ്രഷർ ഓൺ കമ്പനി ടു ജനറേറ്റ് മോർ റവന്യൂ, അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഒരു പ്രഷർ കൊടുക്കുക, നിങ്ങൾ കുറച്ചും കൂടി റവന്യൂ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒന്നത് ഗവർണർ ജനറൽ എന്ത് ചെയ്യാൻ പറ്റും? വൈസ് പ്രസിഡന്റിനെ അപ്പോയിന്റ് ചെയ്യും ബേസ്ഡ് ഓൺ ഹിസ് ആബ്സെൻസ്. ഓക്കെ, വൈസ് പ്രസിഡന്റിനെ ഗവർണർ ജനറലിന് അപ്പോയിന്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുക്കണം. അദ്ദേഹം വേണമെങ്കിലും പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആബ്സെന്റിൽ വൈസ് പ്രസിഡന്റിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുക്കണം. പിന്നെ ഗവർണർ ജനറൽ സ്ട്രെങ്തൻ ഹിസ് പവർ ഓവർ പ്രസിഡൻസീസ്. ഓക്കെ, പ്രസിഡൻസീസിൽ ഈ പറയുന്ന പോലെ പവർ സ്ട്രെങ്തൻ ചെയ്യാണ്. അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ഡിസിഷൻ കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഹിഡൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന പോലെ തന്നെ ഈസി ആക്കുക, അതായത് ബോർഡ് ഓഫ് കൺട്രോളിന്റെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെയും ആ ഇൻഹറന്റ് കൺസേൺസ് അഡ്രസ് ചെയ്യാന്നുള്ളതാണ്. ഈ പറയുന്ന പോലെ ഗവർണർ ജനറലിനെ സ്ട്രെങ്തൻ ചെയ്യാന്നുള്ളത്, അവരുടെ പവർ സ്ട്രെങ്തൻ ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും 4 ഫീച്ചർ ആണ് ഇതിനകത്ത് പറയുന്നത്. 4 ഫീച്ചർ നോക്കിയാൽ ലക്ഷ്മിയാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫീച്ചേഴ്സ് കാണാൻ പറ്റും. ഓക്കെ, പ്രധാനമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് 4 ഫീച്ചറുകളെ കുറിച്ചാണ്. ഓക്കെ, ചോദ്യം വരാൻ സാധ്യത ഇതിനകത്ത് നിന്നാണ്. ഓക്കെ, ഒന്ന് ടെറിട്ടോറിയൽ പൊസിഷൻ, നിങ്ങൾ മെയിൻ ചോദിക്കാൻ സാധ്യതയുള്ളത് ചാർട്ടർ ആക്ടും റെഗുലേറ്റിംഗ് ആക്ടും നമ്മുടെ വ്യത്യാസം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഒന്ന് ടെറിട്ടോറിയൽ പൊസിഷൻ, എക്സ്ക്ലൂസീവ് പ്രിവിലേജും മൊണോപോളിയും ഒക്കെ എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ ചാർട്ടർ ആക്ടിന്റെ മെയിൻ ഉദ്ദേശം. അതേപോലെ തന്നെ 20 കൊല്ലത്തേക്ക് എന്ത് 1793 ചാർട്ടർ ആക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. പിന്നെ
ഇവരുടെ സാലറി ബോർഡ് ഓഫ് കൺട്രോളിലെ സാലറി ഇന്ത്യൻ റവന്യൂവിൽ നിന്ന് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതിന് പ്രധാനപ്പെട്ട കൺസേൺസ് എന്തായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ? ഒന്ന്, ഇല്ലീഗൽ കറപ്ഷൻസും അങ്ങനത്തെ പ്രാക്ടീസസ് ഒക്കെ ചെക്ക് ചെയ്യാം. ഈ പറയുന്ന പോലെ എക്കണോമി ഹെൽത്ത് ആക്കാൻ പറ്റും, ഇംപ്രൂവ് ബ്രിട്ടീഷ് ഗവൺമെന്റ് എക്കണോമി. ഓക്കെ. രണ്ടാമത്തത് പ്രഷർ ഓൺ കമ്പനി ടു ജനറേറ്റ് മോർ റവന്യൂ. പിന്നെ ഗവർണർ ജനറലിന്റെ പവർ കുറച്ചുകൂടി സ്ട്രെങ്തൻ ആക്കി, പ്രസിഡൻസിന് കുറച്ച് സ്ട്രെങ്തൻ ആക്കി. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഫാസ്റ്റ് ടേക്കൺ ഡിസിഷൻ ആണ്. പിന്നെ അതിന്റെ കൺസേൺ ആണ് ഈ പറഞ്ഞ ബോർഡ് ഓഫ് കൺട്രോളിനും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനും കൺസേൺസിനും കൂടിയാണ് ഈ അഡ്രസ് ചെയ്തത് ആ ഭാഗം. പിന്നെ ഗവർണർ ജനറലിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന പോലെ വൈസ് പ്രസിഡന്റ്സിന് അദ്ദേഹത്തിന്റെ ആബ്സെൻസ് സമയത്ത് എന്ത് ചെയ്യാ? അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് വാങ്ങിയിട്ടുണ്ടോ കയ്യിൽ? എല്ലാവരും ടെക്സ്റ്റ് ഉണ്ടോ ലക്ഷ്മികാന്തിന്റെ? ഉണ്ടോ? വാങ്ങിയോ? വാങ്ങാത്തവർ ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ PDF ആയിട്ട് ഇട്ടുതരാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് PDF ഉണ്ട്. പക്ഷെ അത് ഷെയർ ചെയ്യരുത്. ഷെയർ ചെയ്ത് എനിക്ക് പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല, കാരണം അത് ഒറിജിനൽ കോപ്പിയാണ്, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തരാം. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ വായിച്ചു നോക്കാം. വിത്ത് ഹരിസാറിന് കൊടുക്കാം, ഹരിസാർ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തോളും. ഓക്കെ. പക്ഷെ ഞാൻ ഇപ്പൊ എടുക്കുന്നത് ലക്ഷ്മികാന്തിന്റെ പെർസ്പെക്റ്റീവ് അല്ല, ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. അപ്പൊ ഞാൻ തന്ന നോട്ട് മാത്രം എന്റെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് നിങ്ങൾ പഠിച്ചാൽ മതി. രണ്ടും കൂടി കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ആക്റ്റും ഫീച്ചേഴ്സും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല, രണ്ടും സെയിം തന്നെയായിരിക്കാം. പക്ഷെ ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എന്റെ വീട്ടിൽ കൊടുത്തിട്ടുണ്ടാവും, ലക്ഷ്മികാന്ത് ചിലപ്പോൾ വീട്ടിലായിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല. ഓക്കെ. അപ്പൊ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ മതി. ക്വസ്റ്റ്യൻസ് ഒറ്റ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങൾ അഡ്രസ് ചെയ്താൽ മതി. കുറച്ചും കൂടി നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ ഇതിൽ നിന്നായിരിക്കും കുറച്ചും കൂടി അഡ്രസ് ചെയ്യാൻ എളുപ്പം ഉണ്ടാവുക, കണക്ഷൻ കിട്ടുന്ന സമയത്ത്. ഓക്കെ. പിന്നെ 1830 അടുത്ത ചാപ്റ്റർ. ഞാൻ പറഞ്ഞു 20 കൊല്ലത്തേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്തത്. അപ്പൊ 1793 എന്ത് ചെയ്തു? 20 കൊല്ലത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. പിന്നെ 1830 അപ്പൊ വീണ്ടും എന്ത് ചെയ്യണം? ഈ ചാപ്റ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. സ്വാഭാവികമായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റിനൊക്കെ വേണ്ടി ചെയ്തു, വീണ്ടും ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്ത സമയത്ത് എന്താ അവർ കാര്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. കൊമേഴ്ഷ്യലും പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിനും വേണ്ടി സെപ്പറേറ്റ് അക്കൗണ്ട് ചെയ്തു. ഈ പറയുന്ന പോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ആക്ട് പ്രകാരം സെപ്പറേറ്റ് അക്കൗണ്ട് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിനും പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിനും ഇത് ചോദിച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തു. രണ്ടാമത്തേത് 1600 എന്ത് ചെയ്തു? ഈ പറഞ്ഞ പോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് കൊടുത്തിട്ടുണ്ട്? മൊണോപ്പോളി കൊടുത്തിട്ടുണ്ട്. ആര്? ക്വീൻ എലിസബത്ത്. ഓക്കെ. ക്വീൻ എലിസബത്ത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കൂടെ വന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മൊണോപ്പോളി കൊടുത്തിട്ടുണ്ട്. അവനെ മൊണോപ്പോളി കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്തു? ഇപ്പോ ആ മൊണോപ്പോളി എന്ത് ചെയ്തു? ടീയിലും ചൈനയിലും മാത്രമായിട്ട് റെസ്ട്രിക്ട് ചെയ്തു. എന്തായിരിക്കും അതിന്റെ റീസൺ? എന്തെങ്കിലും റീസൺ ഉണ്ടാവോ? ഈ പറഞ്ഞ മൊണോപ്പോളി റെസ്ട്രിക്ട് ചെയ്യാൻ എന്തെങ്കിലും റീസൺ ഉണ്ടാവോ? എന്തായിരിക്കും മൊണോപ്പോളി റെസ്ട്രിക്ട് ചെയ്യാനുള്ള റീസൺ? വൈ മൊണോപ്പോളി പാർഷ്യലി? എന്തുകൊണ്ടായിരിക്കും മൊണോപ്പോളി റെസ്ട്രിക്ട് ചെയ്യാനുള്ള റീസൺ? എക്കണോമിക്കൽ റീസൺ എന്താണ്? അഞ്ജലി, ഗൗരി, അക്ഷയ്, എന്തായിരിക്കും എക്കണോമിക്കൽ റീസൺ? മൊണോപ്പോളി റെസ്ട്രിക്ട് ചെയ്യാൻ ഒരു കാരണം വേണ്ടേ? അല്ലാണ്ട് ചുമ്മാ നിങ്ങൾ മൊണോപ്പോളി റെസ്ട്രിക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ മതിയോ? എന്തെങ്കിലും റീസൺ ഉണ്ടാവണ്ടേ മൊണോപ്പോളി റെസ്ട്രിക്ട് ചെയ്യണമെങ്കിൽ? എന്തായിരിക്കും? ഇന്ത്യ എന്താണ് ഏറ്റവും കൂടുതൽ റോ മെറ്റീരിയൽസ് ഇന്ത്യൻ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ് ഈ റോ മെറ്റീരിയൽ എക്സ്പോർട്ട് ചെയ്ത് യൂറോപ്യൻ കൺട്രീസിലേക്കാണ് പോകുന്നത്. ഓക്കെ. യൂറോപ്പിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് യൂറോപ്പിനുള്ളത്? ഒന്ന്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഒരു ഗ്രേറ്റ് ചേഞ്ച് അവിടെ വന്നിട്ടുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ യൂറോപ്പിൽ വന്നിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഒരു ഗ്രേറ്റ് ചേഞ്ച് ഉണ്ട്. അപ്പൊ ഫിനിഷ്ഡ് ഗുഡ്സ് തിരിച്ചിങ്ങോട്ട് വരും. അപ്പോൾ സപ്ലൈ ഡിമാൻഡ് മിസ്മാച്ച് വരാൻ തുടങ്ങി. ഓക്കെ. അതായത് ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവാണ്. ഇവിടെ പ്രൈവറ്റ് ട്രേഡ് മാത്രം മൊണോപ്പോളി നടത്തുകയാണെങ്കിൽ, അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രം മൊണോപ്പോളി നടത്തണം, എന്താ പ്രശ്നം വരിക? ഇവർ മാത്രമല്ല, ഇവരുടെ ട്രേഡ് നടക്കുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇത് പറയുന്ന എമൗണ്ടിൽ എന്ത് ചെയ്യണം? അവിടെ ഇറക്കണം. അങ്ങനെ മൊണോപ്പോളി അതിലൊക്കെ കോട്ടലും എല്ലാ കാര്യത്തിലും ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു? ഡയറക്ട്ലി മൊണോപ്പോളി ഒഴിവാക്കി ബ്രിട്ടീഷ് എല്ലാ പ്രൈവറ്റ് ട്രേഡും നടത്താനുള്ള അധികാരം കൊടുത്തു. ഇവർക്ക് മൊണോപ്പോളി എന്ത് ചെയ്തു? ടീയിലും ചൈനയിലും മാത്രമായിട്ട് റെസ്ട്രിക്ട് ചെയ്തു. ഓക്കെ. അപ്പൊ എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ട് ഇവിടെ സപ്ലൈ ഡിമാൻഡ് മിസ്മാച്ച് ഒഴിവാക്കാൻ പറ്റും. കാരണം ഫിനിഷ്ഡ് ഗുഡ്സ് മോർ ആ ഭാഗത്ത് ഇറങ്ങാൻ പറ്റും. പിന്നെ അമേരിക്കൻ സെയിൽ വാർ ഒരു റീസൺ ആയിരുന്നു. കാരണം കോട്ടൺ ഡിമാൻഡ് കൂടാൻ തുടങ്ങി. കാരണം ഇന്ത്യ ഇസ് എ ചീപ്പ് സപ്ലയർ. ഓക്കെ. പിന്നെ ഇൻഫ്ലേഷൻ പ്രശ്നം ഞാൻ പറഞ്ഞു. നെപ്പോളിയന്റെ വാറൊക്കെ കാരണം ഇൻഫ്ലേഷൻ ഉണ്ടായിരുന്നു. എന്താണ് ഇൻഫ്ലേഷൻ? അഞ്ജലി, എന്താ ഇൻഫ്ലേഷൻ? ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഞ്ജലി ക്ലാസ് അറ്റൻഡ് ചെയ്തെന്ന് തോന്നുന്നില്ലേ? വാട്ട് ഈസ് ഇൻഫ്ലേഷൻ? എന്താ ഇൻഫ്ലേഷൻ? എന്താ സർ? അത് തെറ്റിക്കോട്ടെ, പറഞ്ഞോട്ടോ. അങ്ങനെ ഒരു പ്രശ്നമില്ല. ആർക്കും പൈസ ഇങ്ങനെ കൂടുതലായിട്ട് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് മുകളിൽ നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് മുകളിൽ എമൗണ്ട് ഇങ്ങനെ കൂടുകയാണ്, ക്യാഷ് കൂടുകയാണ്. അതിനാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ ഇൻഫ്ലേഷൻ വരികയാണ്. അതായത് എങ്ങനെയാണ് ഇൻഫ്ലേഷൻ വരുന്നത്? സപ്ലൈ ഡിമാൻഡ് മിസ്മാച്ച് ആണ്. വാട്ട് ഈസ് ഡിമാൻഡ്? വാട്ട് ഈസ് സപ്ലൈ? സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിനാണ് സപ്ലൈ എന്ന് പറയാം. ഓക്കെ. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിമാൻഡ് ആണ്. ഓക്കെ. ഡിമാൻഡ് കൂടുന്ന സമയത്ത് സപ്ലൈ കുറഞ്ഞു. ഇറ്റ്സ് ക്രിയേറ്റ് ഇൻഫ്ലേഷൻ അല്ലേ? ആ സമയത്ത് യൂറോപ്പിൽ എന്ത് ചെയ്തു? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഒക്കെ മൂലം, പിന്നെ ഈ പറയുന്ന അമേരിക്കൻ സിവിൽ വാർ മൂലം, നെപ്പോളിയൻ വാർ മൂലം എന്ത് ചെയ്തു? ഹൈ ഇൻഫ്ലേഷൻ എന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ സപ്ലൈ കുറവാകാൻ തുടങ്ങി. ഓക്കെ. ഡിമാൻഡ് ഹൈ ആവാൻ തുടങ്ങി. ഹൈ ഡിമാൻഡ് ആരാ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങുക? ഈ പറയുന്ന യൂറോപ്യൻസിനെ മേക്കപ്പ് ചെയ്യണം. യൂറോപ്യൻസിന്റെ ലീഡിംഗ് ആണ്
ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പോൾ ബ്രിട്ടീഷിന്റെ മൊണോപ്പൊളി കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ പറയുന്ന എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇവർക്ക്, ബ്രിട്ടീഷ് ഗവൺമെന്റിന് കുറെ റോ മെറ്റീരിയൽസ് എവിടെ ഇറക്കാൻ പറ്റുള്ളൂ, ഈ പറയുന്ന ബ്രിട്ടീഷ് ലണ്ടനിൽ ഇറക്കാൻ പറ്റും. അങ്ങനെയാണ് വരുന്നത് ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡക്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവരുടെ മൊണോപ്പൊളി ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. മൊണോപ്പൊളി ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, റീസൺ ആണ് നിങ്ങൾ ആലോചിക്കുന്നത്. അപ്പൊ റീസൺ നിങ്ങൾക്ക് മനസ്സിലാവും. 1813 ആണ് ഈ പറയുന്ന മൊണോപ്പൊളി റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളത് ടീയിലും ചൈനയിലും. ഓക്കെ, അതിനെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മിഷണറി ആക്ടിവിറ്റീസ്. റിലീജിയസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു ഭാഗവും ഈ പറയുന്ന പോലെ 1813 ചാർട്ടറിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ 1813 ചാർട്ടറിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് 1 lakh rupees ഫോർ പ്രൊമോട്ട് എഡ്യൂക്കേഷൻ. ഓക്കെ, എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി 1 ലക്ഷം രൂപ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ചാർട്ടറിൽ മെയിൻ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, ഇതിപ്പോ അതിന്റെ റീസൺ തന്നെ പറഞ്ഞതാണ് എന്താണെന്നുള്ളത്. പിന്നെ ക്രിസ്ത്യൻ മിഷണറീസിന്റെ പ്രഷറും കൂടി ഉണ്ടായിരുന്നു ഈ പറയുന്ന പോലെ റിലീജിയസ് ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അതൊരു റീസൺ ആയിരുന്നു ഈ പറയുന്ന സെയിം കമ്പനീന്റെ മൊണോപ്പൊളി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പ്രധാനമായിട്ടും 4 ഫീച്ചറാണ് ഇതിനകത്ത് നിങ്ങൾ അറിയേണ്ടത്. ഒന്ന്, സെപ്പറേറ്റ് അക്കൗണ്ട് ഫോർ കൊമേഴ്ഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി. രണ്ടിനും സെപ്പറേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. രണ്ടാമത്തത്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 1600 ക്യൂൻ എലിസബത്ത് കൊടുത്തിട്ടുള്ള ചാർട്ടറിലെ മൊണോപ്പൊളി എന്ത് ചെയ്തു, റെസ്ട്രിക്ട് ചെയ്തു. 1813 മൊണോപ്പൊളി റെസ്ട്രിക്ട് ചെയ്യുകയും അത് ടീയിലും ചൈനയിലേക്ക് മാത്രമാക്കി മാറ്റുകയും ചെയ്തു. ഓക്കെ, മൂന്നാമത്തെ കാര്യം, അതിന്റെ റീസൺ നമ്മൾ പറഞ്ഞു, യൂറോപ്യൻ കൺട്രീസിൽ എന്താ ഈ പറയുമ്പോൾ സപ്ലൈ ഡിമാൻഡ് മിസ്മാച്ച് വരാൻ തുടങ്ങി. അപ്പോൾ സപ്ലൈ കുറവും ഡിമാൻഡ് കൂടുതലായി. അത് മേക്കപ്പ് ചെയ്യണമെങ്കിൽ ഒരുപാട് റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വഴിയാണെങ്കിൽ അത് മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യും. മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ അവർ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പ്രൈവറ്റ് റേറ്റ് നടത്താനുള്ള അധികാരം ബ്രിട്ടീഷ് ഗവൺമെന്റ് പാർലമെന്റ് അനുവദിക്കുകയാണ്. അങ്ങനെയാണ് അവരുടെ മൊണോപ്പൊളി ഈ ഭാഗത്തിലേക്ക് മാത്രം റെസ്ട്രിക്ട് ചെയ്യാനുള്ള കാരണം. ഓക്കെ, പിന്നെ മിഷണറീസിന്റെ ക്രിസ്ത്യൻ മിഷണറീസിന്റെ ഫോഴ്സും അതും മൊണോപ്പൊളിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതും ഒഴിവാക്കി. അങ്ങനെ ക്രിസ്ത്യൻ മിഷണറീസും 1813 തന്നെയാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത്, മൊണോപ്പൊളി റെസ്ട്രിക്ട് ചെയ്ത സെയിം ഇയറിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഈ പറഞ്ഞ 1813 ക്രിസ്ത്യൻ മിഷണറീസും ഇന്ത്യയിലേക്ക് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കറണ്ട് അഫയറിൽ ഞാൻ പറഞ്ഞു എന്തായിരുന്നു ഈ പറഞ്ഞ ഷെഡ്യൂൾഡ് ട്രൈബും ഷെഡ്യൂൾഡ് കാസ്റ്റും ഇപ്പോഴും ഫേസ് ചെയ്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു. ക്രിസ്ത്യൻ മിഷണറീസ് വന്നു, ഇന്ത്യയിൽ വന്നു, എന്ത് ചെയ്തു, ഇവര് മതം മാറ്റി. പക്ഷെ പ്രശ്നം വരുന്നത് എന്താ, മതം മാറ്റിയ സമയത്ത് ലോവർ കാസ്റ്റ് ക്രിസ്ത്യാനിറ്റിയും ലോവർ കാസ്റ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്തു. അതായിരുന്നു പ്രോബ്ലം ഉണ്ടായിരുന്നത്. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് റോൾ ഓഫ് സോഷ്യൽ എക്കണോമിക് സോഷ്യൽ റിഫോംസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, സോഷ്യൽ എക്കണോമിക് റിഫോമിന്റെ ഭാഗമാണ് ഇപ്പം മിഷണറി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഓക്കെ, കാരണം അവരുടെ എന്താ പറയാ ഡെവലപ്മെന്റും ഈ പറഞ്ഞ മിഷണറിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു നെഗറ്റീവ് ആസ്പെക്റ്റിലായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ഈ പറയുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷ് ഗവൺമെന്റ് രീതിയിൽ വന്നിട്ടുള്ള മിഷണറി ആക്ടിവിറ്റീസ് എന്ത് ചെയ്തു, അവരുടെ മതം മാറ്റുകയും ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറ്റുകയും. പക്ഷേ ക്രിസ്ത്യാനിറ്റി എന്ത് ചെയ്തു, ക്രിസ്ത്യാനിറ്റി ലോവർ കാസ്റ്റ് അവർ മാറുകയും ചെയ്തു. ഓക്കെ, അതായിരുന്നു സംബന്ധിച്ചിട്ടുള്ള നെഗറ്റീവ് ആസ്പെക്ട് അകത്തുള്ളത്. അത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. ഓക്കെ, അത് UPSC പാസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ വൈ കമ്പനി അബോളിഷ് ദർ മൊണോപ്പൊളി, അതായത് 1813 പാർഷ്യലി എന്തുകൊണ്ടാണ് അബോളിഷൻ കാരണം എന്നുള്ളതും നമ്മൾ റീസൺ ഡിസ്കസ് ചെയ്തു. ലോബിങ് ഒക്കെ പറഞ്ഞു, കാരണം മാർക്കറ്റിംഗ് ലോബിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതാണ് 1813 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നോക്കേണ്ടത് 1833 ആണ്. ഈ 1833 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, 1833 കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ആണ്. അത് ട്രേഡിംഗ് പ്രിവിലേജ് എന്ത് ചെയ്തു, 1813 നിന്ന് വീണ്ടും 20 കൊല്ലത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, അത് കൂടാതെ 2-3 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നു. അതായത് ഫൈനൽ സ്റ്റെപ്പ് ടുവേർഡ് സെൻട്രലൈസേഷൻ. ഇനീഷ്യൽ സ്റ്റെപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗവർണർ ജനറലിനെ എന്താക്കി, ഗവർണർ ബംഗാളിനെ എന്ത് ചെയ്തു, ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി മാറ്റിയ സമയത്ത് എന്ത് ചെയ്തു, സബോർഡിനേറ്റ് ആക്കി മാറ്റിയ സമയത്ത് ഇനീഷ്യൽ സ്റ്റെപ്പ് ഓഫ് സെൻട്രലൈസേഷൻ ആയിരുന്നു. ഫൈനൽ സ്റ്റെപ്പ് എവിടെ അവസാനിപ്പിച്ചത്, ഈ പറയുന്ന ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ആ സമയത്ത് കംപ്ലീറ്റ്ലി സെൻട്രലൈസ്ഡ് ടുവേർഡ് ഫൈനൽ സ്റ്റെപ്സ് ഓഫ് സെൻട്രലൈസ്ഡ് കോൺസെപ്റ്റിലേക്ക് മാറുകയാണ്. ഓക്കെ, പിന്നെ ഒരു ലോ കമ്മീഷൻ ഫോം ചെയ്യണം. അപ്പൊ നിങ്ങൾ അറിയേണ്ടത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വില്യം ബെന്റിക് ആണെന്ന് അറിഞ്ഞിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരാണ്, ഓക്കെ, കുറച്ചും കൂടി സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തെ എന്ത് ചെയ്തു, വളരെ സബോർഡിനേറ്റ് ആക്കിക്കൊണ്ട് ഇദ്ദേഹത്തിനെ സുപ്പീരിയർ ആക്കി മാറ്റിയിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ഭാഗം വില്യം ബെന്റിക് ചെയ്തത് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ളത്. 1833 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെ ഒരു ലോ കമ്മീഷൻ ഫോം ചെയ്യാണ്, ടു കോഡിഫൈഡ് ദി ലോ ഇൻ ഇന്ത്യ ടു ഇംപ്രൂവിംഗ് ഇന്ത്യൻ ലോസ്. ഓക്കെ, ഒരു ലോ കമ്മീഷൻ ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ത് ചെയ്തു, ഗവർണർ എക്സിക്യൂട്ടീവ് കൗൺസിൽ 3 എന്നുള്ളത് 4 ആക്കി മാറ്റിയിട്ടുണ്ട്. നമ്മൾ നോക്കേണ്ടത് 1773 എന്തായിരുന്നു,
4 എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 1783 വന്ന സമയത്ത് എന്ത് ചെയ്തു? ഇത് 3 ആക്കി ചുരുക്കി. ഓക്കെ, പിന്നെ 1883 വീണ്ടും എന്ത് ചെയ്തു? 4 ആക്കി മാറ്റി. ഈ 4ാമത്തതില് 1 ലോ മെമ്പർ ആണ്. ക്ലിയർ? ഓക്കെ, ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ചാർട്ടർ ആക്ടിന്റെ സെയിം ഫീച്ചർ പോലെ തന്നെ 20 കൊല്ലത്തേക്ക് ട്രേഡിംഗ് പ്രിവിലേജ് എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു, റിന്യൂഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് 20 years. ഓക്കെ, അതേപോലെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് വില്യം ബെന്റിക് ആണ്. ഓക്കെ, പിന്നെ ലോ കമ്മീഷൻ ഫോം ചെയ്തു. ലോ കമ്മീഷൻ മെയിൻ ആയിട്ട് ഫോം ചെയ്ത എന്താ? ഒരു കോഡിഫൈഡ് ലോ ക്രിയേറ്റ് ചെയ്യുന്നത്, കൺസോളിഡേറ്റഡ് ആൻഡ് കോഡിഫൈഡ് ഇന്ത്യൻ ലോ, അതിനാണ് ലോ കമ്മീഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? 1773 4 ലോ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. 1783 3 ലോ മെമ്പേഴ്സ് ആയി. 1833 വരുന്ന സമയത്ത് 4 മെമ്പേഴ്സ് എന്ന എക്സിക്യൂട്ടീവ് കൗൺസിൽ വീണ്ടും വന്നു. 4-ൽ 1 എന്താണ്? ഈ പറയുന്ന പോലെ സെയിം ഒരു ലോ മെമ്പർ ആണ്. ഓക്കെ, പിന്നെ കമ്പനീന്റെ കൊമേഴ്ഷ്യൽ മൊണോപ്പൊളി എന്ത് ചെയ്തു? കംപ്ലീറ്റ്ലി അബോളിഷ് ചെയ്തു. കമ്പനീന്റെ കൊമേഴ്ഷ്യൽ മൊണോപ്പൊളി എന്ത് ചെയ്തു? കമ്പനി പ്യൂർലി ബിക്കം ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി. ഓക്കെ, കമ്പനി എങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയാണ്. കമ്പനീന്റെ മൊണോപ്പൊളി എൻറ്റയർലി അവസാനിപ്പിച്ചുകൊണ്ട് നേരത്തെ ചൈനയിലും ടീയിലേക്ക് മാറിയിരുന്നു 1813. ഓക്കെ, അതെന്ത് ചെയ്തു? 1833 വന്ന സമയത്ത് കംപ്ലീറ്റ്ലി എൻഡ് ആയി. ഓക്കെ, ക്വസ്റ്റ്യൻ വരുന്ന ശ്രദ്ധിക്കണം. പാർഷ്യലി കൺട്രോൾഡ് ആണെങ്കിൽ 1813 ആണ്, ഫുള്ളി എൻഡഡ് ആണെങ്കിൽ 1833 ആണ്. അത് മറന്നു പോകരുത്. ഈ 1813 എന്താണ്? 2 ഭാഗത്തുണ്ട്. ചൈനയിലും ടീയിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മൊണോപ്പൊളി ഉണ്ട് എന്ന് ആലോചിക്കുക. ഓക്കെ, പക്ഷേ എന്ത് നേരത്തെ 1833 വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി കൊമേഴ്ഷ്യൽ മൊണോപ്പൊളി അവസാനിപ്പിച്ചുകൊണ്ട് പ്യൂർലി അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയിട്ട് 1833 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാറുകയാണ്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അവിടെ വരികയാണ്. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വില്യം ബെന്റിക് ആണ്. ഓക്കെ, പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് ഓപ്പൺ സിവിൽ സർവീസ് എക്സാം. ഓക്കെ, സിവിൽ സർവീസ് എക്സാം ഓപ്പൺ ആക്കുകയാണ്. പക്ഷേ അത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ചെയ്തു സിവിൽ സർവീസ് ഓപ്പൺ കോമ്പറ്റീഷൻ ആക്കാൻ വേണ്ടി അവർ ഇതാക്കി ഒപ്പോസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഓപ്പൺ കോമ്പറ്റീഷൻ എന്ന കോൺസെപ്റ്റ് ഇവിടെ നടന്നില്ല. അറ്റംപ്റ്റ് നടക്കുന്നത് 1833 ഓക്കെ, പിന്നെ ഇത് 3 നടക്കുന്നത് ഇന്ത്യൻസിന് വേണ്ടിയിട്ടുണ്ട്, ഇന്ത്യൻ പീപ്പിൾസിന് വേണ്ടിയിട്ടാണ് ഈ 3 ആക്ടുകളും ഈ 3 പ്രൊവിഷൻസും വരുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ പ്രൊവിഷൻ എന്ന് പറയുന്നത് ഓപ്പൺ കോമ്പറ്റീഷൻ എക്സാം ഫോർ സിവിൽ സർവീസ് എന്നുള്ളതാണ്. ഓക്കെ, ഓപ്പൺ കോമ്പറ്റീഷൻ എക്സാം നടക്കുന്ന സമയത്ത് തന്നെ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, പക്ഷേ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് അത് ഒബ്ജക്ട് ചെയ്തു. അത് ശരിയാവില്ല എന്നുള്ള രീതിയിൽ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആക്ടിവിറ്റിയോടെ നടന്നില്ല. പിന്നെ അബോളിഷൻ ഓഫ് സ്ലേവറി ആൻഡ് ഇംപ്രൂവിംഗ് ദി കണ്ടീഷൻ ഓഫ് സ്ലേവ്സ്. ഓക്കെ, സ്ലേവറി അബോളിഷ് ചെയ്യുകയും നിലവിലുള്ള സ്ലേവ്സിന്റെ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യാനും ഈ ആക്ട് നടപ്പിലാക്കി. കാരണം ഓൾറെഡി അമേരിക്കൻ റവല്യൂഷൻ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ യൂറോപ്പിലെ ചേഞ്ച് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയും ആ ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ പ്രസിഡന്റ് ഓഫ് ബോർഡ് ഓഫ് കൺട്രോൾ ബിക്കം മിനിസ്റ്റർ ഫോർ ഇന്ത്യൻ അഫയേഴ്സ്. അതായത് പാർലമെന്റിൽ, ബ്രിട്ടീഷ് പാർലമെന്റിൽ മിനിസ്റ്റർ ഓഫ് ഇന്ത്യൻ അഫയേഴ്സ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ആണ്. ഓക്കെ, ഒരു മിനിസ്റ്റർ ആണ്. ഓക്കെ, അദ്ദേഹം ഇന്ത്യയുടെ കാര്യങ്ങൾ ഡയറക്ട്ലി കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 3 ആസ്പെക്ട് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 3 ഫീച്ചേഴ്സ് ആണ്. മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന്, ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ വില്യം ബെന്റിക് ആണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഓക്കെ, 20 വർഷത്തേക്ക് വീണ്ടും ട്രേഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ പ്രിവിലേജ് എക്സ്റ്റെൻഡ് ചെയ്തു, ട്രേഡിംഗ് പ്രിവിലേജ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ലോ കമ്മീഷൻ വാസ് ഫോംഡ് ടു കോഡിഫൈയിങ് കൺസോളിഡേറ്റിംഗ് ഇന്ത്യൻ ലോ. അങ്ങനെ ആ ലോ മെമ്പർ എന്ത് ചെയ്തു? എക്സിക്യൂട്ടീവ് കൗൺസിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ എക്സിക്യൂട്ടീവ് കൗൺസിലിന് 3 അംഗങ്ങൾ എന്നുള്ളത് 4 അംഗമായി. ഓക്കെ, പിന്നെ ഫൈനൽ സ്റ്റെപ്പ് ടുവേർഡ് സെൻട്രലൈസേഷൻ ബൈ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നതുകൊണ്ട് അത് ഫൈനൽ സ്റ്റെപ്പ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, പിന്നെ പിന്നെ കമ്പനീന്റെ കൊമേഴ്ഷ്യൽ മോണോപ്പൊളി എൻഡ് ചെയ്യാണ്. കമ്പനി ടു ബിക്കം എ പ്യൂർലി അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി. അങ്ങോട്ട് ടെറിട്ടറിയൽ കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന എന്ത് ചെയ്ത് കൊടുത്തിട്ടുള്ളത്? ചാർട്ടർ ആക്ടിൽ 20 കൊല്ലത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അറ്റംപ്റ്റ് ടു ഇൻട്രൊഡ്യൂസ്, ബാക്കിയുള്ള 3 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ പീപ്പിൾസിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ അറ്റംപ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് ഓപ്പൺ കോമ്പറ്റീറ്റീവ് എക്സാം, അത് സോഷ്യൽ കോൺസെപ്റ്റ് കൂടിയാണ് കുറച്ചും അതിനകത്തുള്ളത്. പക്ഷേ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഇത് ഒപ്പോസ് ചെയ്തു. ഓക്കെ, പിന്നെ ടേക്ക് മെഷർ അബോളിഷൻ ഓഫ് സ്ലേവറി ടു ഇംപ്രൂവ് ദി കണ്ടീഷൻ ഓഫ് സ്ലേവ്സ്. അതായത് അബോളിഷൻ ഓഫ് സ്ലേവറി, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സ്ലേവറി അബോളിഷ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഭാഗമായിട്ട് ഇന്ത്യയിൽ എന്ത് ചെയ്തു? സ്ലേവറി അബോളിഷ് ചെയ്തു. ഓക്കെ, ഇംപ്രൂവ് ദി സ്ലേവ്സിന്റെ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യാനും തിയററ്റിക്കൽ സെൻസിൽ പറയാൻ തുടങ്ങി. ഓക്കെ, പ്രസിഡന്റ് ഓഫ് ബോർഡ് ഓഫ് കൺട്രോൾ ബിക്കം മിനിസ്റ്റർ ഓഫ് ഇന്ത്യൻ അഫയേഴ്സ്. അതായത് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഇന്ത്യൻ അഫയേഴ്സിൽ ഒരു മിനിസ്റ്റർ വരാണ്, അദ്ദേഹമാണ് ഡയറക്ട്ലി അണ്ടർ ദി കൺട്രോൾ വരുന്നത്. ഓക്കെ, പിന്നെ ചാർട്ടർ ആക്ട് 1833 സെന്റ് ഹെലന ആക്ട് എന്ന് കൂടി പറയുന്നുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി, ചോദിക്കാൻ സാധ്യതയില്ല, ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ, ഇമ്പാക്ട് ഓഫ് ദിസ് ആക്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആവുകയാണ്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് തന്നെ
സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയിൽ വരികയാണ്. ഓക്കെ, രണ്ടാമത്തത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു, കൊമേഴ്ഷ്യൽ മോണോപോളി എന്ത് ചെയ്തുകൊണ്ട് പ്യൂർലി അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയിട്ട് 1833 മാറുകയാണ്. ഓക്കെ, 1833 പ്യൂർലി അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയിട്ട് മാറുന്നത്. കൊമേഴ്ഷ്യൽ മോണോപോളി എന്ത് ചെയ്യുന്നത് 1813 എന്ത് ചെയ്യുന്നത്, പാർഷ്യൽ കൺട്രോൾ വരുന്നത്. പാർഷ്യൽ കൺട്രോൾ വന്ന സമയത്ത് ടീയിലും ഈ പറയുന്ന ചൈനയിലേക്ക് മാത്രമാണ് പാർഷ്യൽ, അവിടെ മാത്രമാണ് മോണോപോളി വന്നിട്ടുള്ളത്. 1833 അവരുടെ എൻ്റെ മോണോപോളി അവസാനിക്കുകയും പ്യൂർലി അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയിട്ട് 1833 മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഇമ്പാക്ട് ആണ് പറയുന്നത്. ഓക്കെ, അതിന്റെ ഇമ്പാക്ട് തന്നെയാണ് ഈ പറയുന്നത് സെൻട്രലൈസ്ഡ് ഫൈനൽ സ്റ്റെപ്പ് ടുവേർഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, വൈ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയാൻ കാരണം ഗവർണർ ഓഫ് ബംഗാൾ ബിക്കം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് വന്നു. ഓക്കെ, പിന്നെ ലോ കമ്മീഷൻ ചെയ്തു. ലോ കമ്മീഷൻ മെക്കോളി കമ്മിറ്റിയാണ് കോഡിഫൈങ് ലോ. ഓക്കെ, 1833 മെക്കോളിസ് കമ്മിറ്റി വരുന്നത്. പിന്നെ സ്ലേവറി അബോളിഷ് ചെയ്തു. ഓക്കെ, പിന്നെ വൈ ലോ കമ്മീഷൻ, എന്തുകൊണ്ടായിരിക്കും ലോ കമ്മീഷൻ ഇതിൽ വരാൻ കാരണം? കാരണം ഇന്ത്യൻ ലോസിൽ ഈ പറയുന്ന പോലെ തന്നെ എന്തുണ്ട്, കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ലോ മെമ്പർ ആയിട്ട് ഗവർണർ ജനറൽ കൗൺസിലേക്ക് ആര് വന്നിട്ടുള്ളത്, തോമസ് മെക്കോളി വരുന്നത്. ഓക്കെ, അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് യൂണിഫോമിറ്റി ലോകളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ടു മേക്ക് യൂണിഫോമിറ്റി ലോ കമ്മീഷൻ എന്ത് ചെയ്തു, കൊണ്ടുവന്നു. ഓക്കെ, ആ കൺഫ്യൂഷൻ, ലോ കമ്മീഷന്റെ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടി, അതായത് ഇന്ത്യൻ ലോസിലുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ലോ കമ്മീഷൻ തോമസ് മെക്കോളിന്റെ കീഴിൽ വന്നിട്ടുള്ളത്. ഓക്കെ, റീസൺ നിങ്ങളോട് ചോദിക്കില്ല, നിങ്ങളോട് ചോദിക്കുന്നത് എപ്പോഴാണ് ലോ കമ്മീഷൻ വന്നിട്ടുള്ളതെന്നാണ്. ഓക്കെ, ഏത് ആക്ടിനാണ്? 1833 ആക്ടിന്റെ ബേസിലാണ് ഈ ലോ കമ്മീഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ലോ മെമ്പേഴ്സ് അവരാണ്, അദ്ദേഹമാണ് വരുന്നത്, തോമസ് മെക്കോളിയാണ്. തോമസ് മെക്കോളിയാണ് ഈ ലോ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഒരു യൂണിഫോമിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഈ ടോട്ടൽ പ്രസിഡൻസിയിൽ. ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഓക്കെ, 1853 ആക്ട്, അതുകൂടി ഞാൻ ടോട്ടൽ ഒന്നുകൂടി കമ്പയർ ചെയ്യാം. ഓക്കെ, ഈ ചാർട്ടർ ആക്ടിൽ 20 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ളൊരു പ്രൊവിഷൻ കൊടുക്കുന്നില്ല. ഓക്കെ, കാരണം കമ്പനീസിൽ ഇഷ്യൂ വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ കമ്പനീസിന്റെ കാര്യം കുറച്ചും കൂടി എന്ത് ചെയ്തു, ഈ പറയുന്ന പോലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൺട്രോൾ ചെയ്യാനുള്ള ടെൻഡൻസി കാണിച്ചു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് ഈ ചാർട്ടർ ആക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓക്കെ, രണ്ടാമത്തേത് ഈ പറയുന്ന കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ എണ്ണം 18 നിന്ന് 24 നിന്ന് 18 കുറച്ചു, റിഡ്യൂസ് ചെയ്തു. ഓക്കെ, 24 നിന്ന് 18 കുറച്ചു. ഞാൻ പറഞ്ഞു ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും. ഓക്കെ, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ പ്രത്യേകത എന്താ, അവര് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്മ്യൂണിറ്റിയാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ എണ്ണം എന്ത് ചെയ്തു, 24 നിന്ന് 18 കുറച്ചു. 6 മെമ്പേഴ്സിന് ആര് നോമിനേറ്റ് ചെയ്യും, ഈ പറയുന്ന ബ്രിട്ടീഷ് ക്രൗൺ നോമിനേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം 24 നിന്ന്, അതായത് കമ്പനീന്റെ റോള് കമ്പാരിറ്റീവ്ലി കുറഞ്ഞു വരികയാണ്. അതിന്റെ ആദ്യത്തെ എക്സാമ്പിൾ ആണ് 1853 എക്സാമ്പിൾസ് കണ്ട്, അതിന് മുമ്പ് നമ്മൾ എക്സാമ്പിൾസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ 1853 നമുക്ക് ഡയറക്റ്റ്ലി കാണാൻ പറ്റും. കാരണം എന്താ, ചാർട്ടർ ആക്ട് സ്വയം എന്താ ചെയ്യാറ്, 20 വർഷം കൂടുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് പകരം ഈ ഇയറിൽ എന്ത് ചെയ്തു, എക്സ്റ്റൻഷൻ പീരീഡ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, രണ്ടാമത് അവർ ചെയ്തതെന്ന് വെച്ചാൽ 24 മെമ്പേഴ്സുള്ള കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്തു, കുറച്ചുകൊണ്ട് എന്താക്കി, 18 ആക്കി. ഈ 18 6 ആര് നോമിനേറ്റ് ചെയ്യും, ബ്രിട്ടീഷ് പാർലമെന്റ് നോമിനേറ്റ് ചെയ്തതായിരിക്കും, ബ്രിട്ടീഷ് ക്രൗൺ നോമിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്റീവും സെപ്പറേറ്റ് ചെയ്തു. വൈ എക്സിക്യൂട്ടീവ് ലെജിസ്ലേഷൻ സെപ്പറേഷൻ വരാൻ കാരണം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സിക്യൂട്ടീവ് ലെജിസ്ലേഷൻ സെപ്പറേറ്റ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ഏതാ? ഓ, നിങ്ങൾക്ക് DPSP എത്തിയിട്ടില്ല അല്ലെ? DPSP എപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ, DPSP എത്തുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവ് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഏതാ ആർട്ടിക്കിൾ നിങ്ങൾ നോക്കി നോക്കും, ഞാൻ ഒരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ എടുത്തോ. ഓക്കെ, സെപ്പറേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേഷൻ ഇൻ ജനറൽ കൗൺസിൽ, അതായത് ലെജിസ്ലേറ്റീവ് ടു മേക്ക് ദി ലോ, ഈ പറയുന്ന എക്സിക്യൂട്ടീവ്സ് ടു എക്സിക്യൂട്ട് ദി ലോ, ടു ക്യാരി ഔട്ട് ദി ലോ. ഓക്കെ, അവർ ലോ മേക്ക് ചെയ്യുന്നതും ഈ പറയുന്ന എക്സിക്യൂട്ടീവ്സ് എന്ത് ചെയ്യുന്നു, ആ ലോ നടപ്പിലാക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, പിന്നെ ലോ മെമ്പർ ഇൻക്ലൂഡ് ചെയ്യാണ്, ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് ഒരു ലോ മെമ്പർ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഒരു ഫുൾ മെമ്പർ എക്സിക്യൂട്ടീവ് കൗൺസിൽ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലോ മെമ്പർ, നേരത്തെ പറഞ്ഞു എക്സിക്യൂട്ടീവ് കൗൺസിലാണ് വന്നിട്ടുള്ളത്, ഇവിടെ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്കാണ് ഈ പറയുന്ന ലോ മെമ്പേഴ്സ് വന്നിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഈ ആക്ടിന് ഈ പറയുന്ന കുറച്ച് ഡ്രോബാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഡ്രോബാക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് ലോക്കൽ റെപ്രസെന്റേഷൻ വരികയാണ്, ടു ഇൻട്രൊഡ്യൂസ് ഇൻ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഫസ്റ്റ് ടൈം ലോക്കൽ റെപ്രസെന്റേഷൻ വരികയാണ്. ഓക്കെ, 4 മെമ്പേഴ്സ് അപ്പോയിന്റ് ഫോർ ലോക്കൽ പ്രൊവിൻസസ്. ഓക്കെ, മദ്രാസ്, ബോംബെ, ബംഗാൾ, ആഗ്ര, 4 മെമ്പേഴ്സ് ലോക്കൽ റെപ്രസെന്റേഷൻ ഇവിടെ വരികയാണ് ഫസ്റ്റ് ടൈം. ഓക്കെ, പിന്നെ സിവിൽ സർവീസിന്റെ ഓപ്പൺ കോമ്പറ്റേറ്റീവ് എക്സാം നേരത്തെ പറഞ്ഞു 1833 എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ട്രൈ ചെയ്തിരുന്നു. പക്ഷേ 1833 കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഒപ്പോസ് ചെയ്തുകൊണ്ട് നടന്നില്ല. പക്ഷേ 1853 എന്ത് ചെയ്തു, ഈ പറയുന്ന ഓപ്പൺ കോമ്പറ്റേറ്റീവ് എക്സാം നടത്തി. പക്ഷേ ഈ ഓപ്പൺ കോമ്പറ്റേറ്റീവ് എക്സാമിനും കുറെ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അതായിരുന്നു ഇതിന്റെ അടുത്ത ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പ്രൊവിൻസ് ഫോർ അപ്പൻ സെപ്പറേറ്റ് ഗവർണർ ഫോർ ബംഗാൾ പ്രസിഡൻസി ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടാകും. ഓക്കെ, പിന്നെ അത് നിങ്ങൾ ഇത് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, സ്കിപ്പ് ചെയ്ത്, അത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും നിങ്ങൾ. പിന്നെ പോസിറ്റീവ് ആസ്പെക്ട് ഉള്ളതാണ് ഇതിന്റെ അകത്ത്. എന്തായിരിക്കും ഈ പറയുന്ന ആക്ടിന്റെ പോസിറ്റീവ് ആസ്പെക്ട്, 1853 ആക്ടിന്റെ പോസിറ്റീവ് ആസ്പെക്ട് എന്തായിരിക്കും? ഒന്ന്, ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു, കൺട്രോൾ കൂട്ടി. ഓക്കെ, അവർ ഒരു എക്സ്റ്റൻഷൻ പീരീഡ് ഒന്നും പറഞ്ഞില്ല. സ്വാഭാവികമായിട്ട് എന്താണ്, 18 മെമ്പേഴ്സ് ആക്കിയിട്ടുണ്ട്. ഈ 18 മെമ്പേഴ്സിൽ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൽ 6 പേര് നോമിനേറ്റ് ചെയ്യുന്നത്
ആരായിരിക്കും? ഈ പറയുന്ന ബ്രിട്ടീഷ് ക്രൗൺ ആയിരിക്കും. അപ്പൊ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സപ്പോർട്ട് എന്താണ്? ഈ പറയുന്ന കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനും കൂടുതലായി വന്നു. ബോർഡ് ഓഫ് കൺട്രോൾ ഓൾറെഡി അവർ അണ്ടറിലാണ്, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും കൂടുതലായി. അപ്പോൾ ബ്രിട്ടീഷ് ക്രൗൺ എന്ത് ചെയ്തു? ഗ്രാജുവലി എന്ത് ചെയ്തു? ഈ പറയുന്ന ഗ്രാസ്പി എന്ന് തുടങ്ങി. ഓക്കെ, പിന്നെ നോമിനേഷൻ ഓഫ് 6 മെമ്പേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ബിഗിനിങ് ഓഫ് പാർലമെന്ററി സിസ്റ്റം, അതായത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഡിസ്റ്റിംഗ്വിഷ്ഡ്, നമ്മൾ ഓൾറെഡി എക്സിക്യൂട്ടീവ് കൗൺസിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന കോൺസെപ്റ്റ് വരാൻ തുടങ്ങി. അങ്ങനെ ഒരു മിനി പാർലമെന്റ് എന്ന കോൺസെപ്റ്റ് ഇന്ത്യയിൽ നടപ്പിലാവണം. അങ്ങനെ മിനി പാർലമെന്റ് എന്ന കോൺസെപ്റ്റ് നടപ്പിലാകുന്നത് ഈ പറയുന്ന 1853 ആക്ടിൽ തന്നെയാണ്. ഓക്കെ, പിന്നെ വൈ സെപ്പറേറ്റ് ഗവർണർ വാസ് അപ്പോയിന്റഡ് ഫോർ ബംഗാൾ ഇൻ 1853. എന്താണ് എന്റെ സെപ്പറേറ്റ് ഗവർണർ അപ്പോയിന്റ് ചെയ്യേണ്ട ആവശ്യം തരുന്നതാണ്? കാരണം ബംഗാൾ റീജിയനാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പോലെ തന്നെ ഹ്യൂജ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് തരുന്നത്. അതുകൊണ്ട് സെപ്പറേറ്റ് ഗവർണർ അവിടെ അപ്പോയിന്റ് ചെയ്യുന്നതായിരുന്നു നിയമം ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ എന്തിനായിരുന്നു വൈ സെപ്പറേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ വാസ് മെയ്ഡ്? എന്തിനാണ് സെപ്പറേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ആവശ്യം? എന്തായിരിക്കും ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ആവശ്യമുള്ളത്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ മിനി പാർലമെന്റ്. ലോയും മുമ്പ് പറഞ്ഞു എക്സിക്യൂട്ടീവ് കൗൺസിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്താണ്? ഒന്നാണെന്ന് പറഞ്ഞു. ഈ 1853 ആക്ട് ചെയ്തു സെപ്പറേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ കൊണ്ടുവന്നു. ലെജിസ്ലേറ്റീവ് കൗൺസിലും എക്സിക്യൂട്ടീവ് കൗൺസിൽ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്തുവരായിരിക്കും സെപ്പറേഷൻ വരാൻ കാരണം? എന്തിനായിരിക്കും ലെജിസ്ലേഷനും എക്സിക്യൂട്ടീവും നമ്മൾ സെപ്പറേഷൻ വരാൻ കാരണം എന്താ? എനി ഗസ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്തിനായിരിക്കും? എന്തായിരിക്കും കാരണം? പറഞ്ഞോളൂ. വൈ? റീസൺ ബിഹൈൻഡ്? ആരെങ്കിലും പറയാൻ നോക്കോ? പേര് വിളിക്കണോ? അഞ്ജലി, എന്തെങ്കിലും? എന്തായിരിക്കും കാരണം? എന്തായിരിക്കും കാരണം രണ്ടിനും? എന്തിനായിരിക്കും സെപ്പറേറ്റ് ആയിട്ട് ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലും എക്സിക്യൂട്ടീവ് കൗൺസിലും സെപ്പറേറ്റ് ഉള്ള കാരണം എന്താണ്? പറഞ്ഞോളൂ, നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ തന്നെ. സർ ഈ എളുപ്പത്തിന് വേണ്ടിയിട്ടായിരിക്കും, അറിയില്ല. പ്രൊസീജിയർ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഗവേണൻസ് ഇംപ്രൂവ്മെന്റ് ആണ്. ഓക്കെ, ഗവേണൻസ് കൂട്ടുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഓക്കെ, രണ്ടാമത്തേത് ഞാൻ ഓൾറെഡി പറഞ്ഞു, റെഡ് ടാപ്പിസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പറഞ്ഞിരുന്നു. ഓക്കെ, അത് ഒഴിവാക്കുക. അതായത് റാമ്പറ്റ് കറപ്ഷൻ ഒക്കെ അഡ്മിനിസ്ട്രേഷൻ ഒഴിവാക്കാനാണ് രണ്ടും ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ പ്രൊസീജിയേഴ്സ് ഫാസ്റ്റ് ആക്കുക എന്നുള്ളതാണ് ഇതിനായിട്ടുള്ള ഉദ്ദേശം. ഓക്കെ, അത് നോർമലി നിങ്ങളോട് ചോദിക്കും. നോർമൽ ഈ ടോപ്പിക് നിങ്ങൾക്ക് പഠിക്കുന്നത് പൊളിറ്റി ആൻഡ് ഗവേണൻസിലാണ്. പൊളിറ്റി ആൻഡ് ഗവേണൻസ് നിങ്ങൾക്ക് പഠിക്കുന്നത് എന്തുകൊണ്ടാണ് എക്സിക്യൂട്ടീവ്സ്, ജുഡീഷ്യറി, ഈ പറയുന്ന പോലെ തന്നെ ലെജിസ്ലേഷൻ സെപ്പറേറ്റ് ആവശ്യം എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് പൊളിറ്റി ആൻഡ് ഗവേണൻസിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ബാക്കി ഇതിന്റെ ഫീച്ചേഴ്സ് ആണ്. എന്തിനാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഉള്ളത്? ഒന്ന്, എന്തിനാണ് ഈ കോമ്പറ്റീഷൻ, ഈ പറയുന്ന കോമ്പറ്റീഷൻ എക്സാം ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എന്താണ് ഹൈ പേയ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇന്ത്യൻ എഡ്യൂക്കേറ്റേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ എഡ്യൂക്കേറ്റേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലോ പേയ്മെന്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ടായിരിക്കും? ഒന്ന്, ഇന്ത്യൻ എഡ്യൂക്കേറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പ്രഷർ നന്നായിട്ട് വരുന്നുണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും ബ്രിട്ടീഷ് ഗവൺമെന്റ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? അവരെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ആവശ്യം ആർക്കുണ്ട്? ബ്രിട്ടീഷ് ഗവൺമെന്റ്. രണ്ടാമത്തെ റീസൺ അതാണ്. അതുകൊണ്ടാണ് കോമ്പറ്റേറ്റീവ് എക്സാം വന്നിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഇതിന്റെ നെഗറ്റീവ് ആസ്പെക്റ്റിൽ വരുന്ന സമയത്ത് എന്ത് പറയാൻ പറ്റും? ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലേക്ക് വരികയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു നെഗറ്റീവ് ആസ്പെക്ട്, അതായത് ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാം പലർക്കും ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. എന്തൊക്കെയായിരിക്കും കാരണം? അവിടെയും ഈ പറയുന്ന പോലെ തന്നെ കാസ്റ്റ്, റിലീജിയൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു എക്സാം എഴുതാനുള്ള ഇഷ്യൂസ്. പിന്നെ ഏജിന്റെ ഇഷ്യൂസ്. ഓക്കെ, പിന്നെ ഹൈലി എന്താ പറയുക, ഇപ്പോൾ അത്യാവശ്യം പണക്കാർക്ക് മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ. കാരണം എക്സാം എവിടെയുള്ളത്? എപ്പോഴും ലണ്ടനിൽ തന്നെയാണ്. അത്രയും പോലും ട്രാവൽ ചെയ്തിട്ട് വേണം എക്സാം എഴുതാൻ പോകാൻ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഇന്ത്യക്കാർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോവർ സ്റ്റാറ്ററുള്ള ആൾക്കാർക്കൊന്നും ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാം ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതാണ് 1853ന്റെ ഫീച്ചേഴ്സ് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ പറയുന്ന ഫീച്ചേഴ്സ് എല്ലാം കൂടി കൺസോൾട്ട് ചെയ്യാം. ഈ പറയുന്ന എല്ലാം ഓക്കെ 1813 ശേഷമുള്ള ഫീച്ചേഴ്സ് ഞാൻ കൺസോൾട്ട് ചെയ്യാം. ഓക്കെ, 1830 ആക്ട് വരുന്നത് സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ആദ്യത്തേത്. ഓക്കെ, കൊമേഴ്ഷ്യൽ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത് രണ്ടാമത്തേത് 1830 വന്നതാണ്. ഓക്കെ, പിന്നെ ആദ്യമേ പറഞ്ഞു 20 കൊല്ലത്തേക്കാണ് ചാർട്ടർ ആക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. മൊണോപോളി ചൈനയിലും ഈ പറയുന്ന ടീന്റെ ഭാഗത്തേക്ക് മാത്രം റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ എന്താണ് മിഷനറീസ് ആക്ടിവിറ്റി, പിന്നെ 1 lakh ഫോർ എഡ്യൂക്കേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഫീച്ചേഴ്സ് പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് മൊണോപോളി പാർഷ്യലി അബോളിഷ് ചെയ്തത് 1830 നിന്ന്? ഒന്ന് റീസൺ ഈ പറയുന്ന പോലെ തന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സമയത്ത് ഡിമാൻഡ് സപ്ലൈ മിസ്മാച്ച് വരാൻ തുടങ്ങി. പിന്നെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ്, അമേരിക്കൻ സിവിൽ വാറും ഈ പറയുന്ന നെപ്പോളിയന്റെ വാറൊക്കെ കൂടി സപ്ലൈ ഡിമാൻഡ് മിസ്മാച്ച് വരാൻ തുടങ്ങി. ഡിമാൻഡ് കൂടി സപ്ലൈ കമ്പാരിറ്റി കുറയാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ പ്രൈവറ്റഡ് ആക്ടിവിറ്റീസ് നടത്തിയാൽ മാത്രമേ ബ്രിട്ടീഷിന് എന്ത് ചെയ്യുള്ളൂ? ഈ കാര്യം ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മൊണോപോളി എൻഡ് ചെയ്യിപ്പിച്ചു. ഓക്കെ, പിന്നെ അതിന്റെ റീസൺ കൂടിയായിരുന്നു ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷനറീസിന്റെ പ്രഷർ എന്ന് പറയുന്നത്. ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിന്റെ പ്രഷർ മൂലമായിരുന്നു ക്രിസ്ത്യൻ മിഷനറീസ് ഇന്ത്യയിലേക്ക് വരാതിരുന്നത്. റിലീജിയസ് ആക്ടിവിറ്റീസിന് കൂടി വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മൊണോപോളി എൻഡ് ചെയ്യിപ്പിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ 1833 ആക്ട് വരുന്ന സമയത്ത് 1833 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ട് ആണ്. 1833 ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ
ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നു. വില്യം ബെന്റിക്കാണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഒരു ലോ കമ്മീഷൻ കോഡിഫൈ ചെയ്യാണ്, ലോ കമ്മീഷൻ ഫോം ചെയ്യാണ്. ഓക്കെ, ഈ ലോ കമ്മീഷൻ വരുന്നത് എക്സിക്യൂട്ടീവ് കൗൺസിലേക്കാണ്. അങ്ങനെ 3 മെമ്പേഴ്സുള്ള എക്സിക്യൂട്ടീവ് കൗൺസിൽ 4 മെമ്പേഴ്സ് ആവുകയാണ്. 1773 4 മെമ്പേഴ്സ് ഉണ്ടായിരുന്നത്. 1784 വരുന്ന സമയത്ത് 3 മെമ്പേഴ്സ് ആയി. 83 3 മെമ്പേഴ്സ് ആയി. ഓക്കെ, 1833 വരുന്ന സമയത്ത് വീണ്ടും 4 മെമ്പേഴ്സ് ആയി. ഈ 4ാമത്തെ മെമ്പർ എന്ന് പറയുന്നത് ഈ പറയുന്ന 1833 ആക്ടിൽ ഒരു ലോ മെമ്പർ ആണ്. ഓക്കെ, ഫൈനൽ സ്റ്റെപ്പ് ടുവേർഡ് സെൻട്രലൈസേഷൻ എന്ന് പറയാൻ കാരണം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരാൻ കാരണമുള്ളതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ കമ്പനിന്റെ എൻറ്റയർ കൊമേഴ്ഷ്യൽ മോണോപോളി എൻഡ് ചെയ്യാണ്. ഓക്കെ, 1813 പാർഷ്യലി എൻഡ് ചെയ്തു, ഇവിടെ കംപ്ലീറ്റ്ലി എൻഡ് ചെയ്ത് കമ്പനി ബിക്കം പ്യൂർലി അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി. ഓക്കെ, അറ്റംപ്റ്റ് ഓപ്പൺ കോമ്പറ്റീഷൻ ഓഫ് സിവിൽ സർവീസ് എക്സാം വരികയാണ്. പക്ഷേ അതിന്റെ ഇത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഒപ്പോസ് ചെയ്യാണ്. ഓക്കെ, പിന്നെ അബോളിഷൻ ഓഫ് സ്ലേവറി. യൂറോപ്പിലൊക്കെ സ്ലേവറി ഏകദേശം എൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ സ്ലേവറി അബോളിഷ് ചെയ്യുകയും സ്ലേവ്സിന്റെ കണ്ടീഷൻ മെച്ചപ്പെടുത്തുകയും ഈ ആക്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ പ്രസിഡന്റ് ഓഫ് ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ഈ പറയുന്ന മിനിസ്റ്റർ ഓഫ് ഇന്ത്യൻ അഫയേഴ്സ് എന്നുള്ള ബ്രിട്ടീഷ് പാർലമെന്റ് ഒരാളാണ്. അപ്പോൾ അത് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആണ്. ഈ പറയുന്നത് ഈ ആക്ടിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആസ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലേക്ക് കൂടുതൽ വരികയാണ്. രണ്ടാമത്തത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു, കൊമേഴ്ഷ്യൽ എൻറ്റിറ്റി എന്ന് മാറി പ്യൂർലി അഡ്മിനിസ്ട്രേറ്റീവ് എൻറ്റിറ്റിയിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ലോ കമ്മീഷൻ ഫോം ചെയ്തു. ലോർഡ് മെക്കോളി ഒരു കോഡിഫൈഡ് ലോ ക്രിയേറ്റ് ചെയ്തു, സ്ലേവറി അബോളിഷ് ചെയ്തു. പിന്നെ എന്തിനാണ് ലോ കമ്മീഷൻ എന്നുള്ളത്? ഒന്ന്, യൂണിഫോമിറ്റി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നോ യൂണിഫോമിറ്റി ഇൻ ലോ ഇൻ ഡിഫറെന്റ് പ്രസിഡൻസീസ്. ഓക്കെ, പ്രസിഡൻസീസിലെല്ലാം എന്ത് ചെയ്യണം, യൂണിഫോമിറ്റി ആയിട്ട് ലോ ക്രിയേറ്റ് ചെയ്യണം. ഇന്ത്യൻ ലോസും മുസ്ലിം ലോസും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ തോമസ് മെക്കോളി എന്ത് ചെയ്ത് ആദ്യത്തെ ലോ മെമ്പർ ആയിട്ട് 1833 ആക്ടിന്റെ ബേസിൽ വരുന്നത്. ഓക്കെ, പിന്നെ അതാണ് ഇതിന്റെ ഫീച്ചേഴ്സ്, പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ 1853 ആക്ട് ആണ്. 1853 ആക്ടിൽ പറയുന്നത്, നമ്മൾ ചാർട്ടർ ആക്ടിൽ പറയുന്നത് 20 കൊല്ലത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഈ പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്ത് ടെറിട്ടറി എക്സ്പാൻഷനും ആ കൺട്രോളിങ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊരു കൃത്യമായിട്ടുള്ള ടൈം പീരീഡ് പറയുന്നില്ല. ഓക്കെ, പിന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് കുറച്ചും കൂടി കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ 24 മെമ്പേഴ്സ് ഉള്ള കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ എന്ത് ചെയ്തു, 18 മെമ്പേഴ്സ് ആക്കി. 18 മെമ്പേഴ്സിൽ എന്ത് ചെയ്തു, 6 മെമ്പേഴ്സിനെ ആര് നോമിനേറ്റ് ചെയ്യും, ബ്രിട്ടീഷ് ക്രൗൺ ഡയറക്ട്ലി നോമിനേറ്റ് ചെയ്യും. പിന്നെ ലെജിസ്ലേഷനും എക്സിക്യൂട്ടീവ് തമ്മിൽ ഡിവിഷൻ ചെയ്തു. ഓക്കെ, ലോ മെമ്പേഴ്സിനെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, പിന്നെ ഫസ്റ്റ് ടൈം ലോക്കൽ റെപ്രസെന്റേഷൻ വരാൻ തുടങ്ങി. ഇൻട്രൊഡ്യൂസ് ലോക്കൽ റെപ്രസെന്റേഷൻ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ലോക്കൽ റെപ്രസെന്റേഷൻ ഫസ്റ്റ് ടൈം 1853 ആക്ടിലാണ് വരുന്നത്. പിന്നെ ഓപ്പൺ കോമ്പറ്റീറ്റീവ് എക്സാം. ഓക്കെ, പിന്നെ ബംഗാൾ സെപ്പറേറ്റ് പ്രസിഡൻസി കൊടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ്. എന്താണ് അതിന്റെ റീസൺ ആണ്, പോസിറ്റീവ് ആസ്പെക്ട്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൺട്രോൾ മോർ കൺട്രോൾ എന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് കൺട്രോൾ വരാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ എണ്ണം കുറച്ചു, 24 18 ആക്കിയിട്ടുണ്ട്. 18 6 നോമിനേഷൻ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലും എക്സിക്യൂട്ടീവ് കൗൺസിലും വന്നു. അങ്ങനെ മിനി പാർലമെന്റ് എന്നൊരു കോൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് വരികയാണ്. ഓക്കെ, ഈ ആക്ടിലാണ് മിനി പാർലമെന്റ് എന്ന കോൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് വരുന്നത്. പിന്നെ എന്താണ് ഇതിന്റെ റീസൺ എന്നാണ് ഞാൻ നോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈ ഓപ്പൺ കോമ്പറ്റീഷൻ വാസ് ഇൻട്രൊഡ്യൂസ്, എന്തിനാണ് ഓപ്പൺ കോമ്പറ്റീഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതാണ് കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഏകദേശം ഐഡിയ കിട്ടിയോ ഇത്രയും പറഞ്ഞത്? 1765 മുതൽ 1853 വരെയുള്ള ആക്ടിന്റെ കാര്യം. ഇനി അടുത്തത് റിവോൾട്ട് 1857 ശേഷം ബ്രിട്ടീഷ് ക്രൗൺ ഡയറക്ട്ലി അണ്ടർ കൺട്രോൾ ആണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാറിയിട്ട് ഡയറക്ട്ലി എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ക്രൗൺ അണ്ടറിലേക്ക് വരികയാണ്. അപ്പോൾ ആ ആക്ടിനെ കുറിച്ച് നമുക്ക് അതിന് ശേഷം പഠിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും പഠിപ്പിച്ചതിൽ പറഞ്ഞതിൽ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് പാസ്റ്റർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അഞ്ജലി ക്ലിയർ ആയോ? പറഞ്ഞത് ക്ലിയർ ആയോ? ഇനി വായിച്ചു നോക്കുമല്ലോ മെറ്റീരിയൽ തന്നാല്. ഓക്കെ, മെറ്റീരിയൽ ഒന്ന് വായിച്ചു നോക്കണം. മെറ്റീരിയൽ എന്ന് തന്നെ അയച്ചു തരാം. അപ്പൊ നിങ്ങളത് വായിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ ഒന്ന് വായിക്കുക എല്ലാവരും. ഓക്കെ, മെറ്റീരിയൽ ഒന്ന് വായിക്കാൻ നോക്കുക. ഞാനിപ്പോൾ അടുത്തത് ഷെയർ ചെയ്യാം. UPSC പാസ്റ്റ് ക്വസ്റ്റ്യൻസ് കാണുന്നോ? സ്ക്രീൻ ഇപ്പൊ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണാമോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് മോഡ്യൂളിലെ പാസ്റ്റർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ മോഡ്യൂളിലെ പാസ്റ്റർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കിക്കോളൂ. ഇത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോർഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ? സമീന്ദാസും ജാഗീർദാസും തമ്മിലുള്ള ഇതിന്റെ ആൻസർ എന്താണ്? ക്വസ്റ്റ്യൻ വായിക്കും. വിത്ത് റെഫറൻസ് ടു മുഗൾ ഇന്ത്യ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സമീന്ദാസ് ആൻഡ് ജാഗീർദാസ്? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തന്നിരുന്നു അല്ലേ? ഉണ്ടായിരുന്നില്ലേ? ഫസ്റ്റ് മോഡ്യൂളായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഞാൻ ഇതിന്റെ ആൻസർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാ ആൻസർ? എന്താണ് കാരണം? ജാഗീർദാസ് were holders of land assignment in lieu of judicial and police duties. ജുഡീഷ്യലും പോലീസ് ഡ്യൂട്ടിയും ചെയ്യുന്നത് ആരാണ്? ജാഗീർദാസ് ആണോ? സമീന്ദാസ് ആണ് ലോക്കൽ ജുഡീഷ്യറി
പോലീസ് ഡ്യൂട്ടി ചെയ്യുന്നത് സമീന്ദാർസ് ആണ്. എന്താണ് ജാഗിർദാർ സമീന്ദാറുള്ള വ്യത്യാസം? ജാഗിർദാർ ഹെറിഡിറ്ററി ആണോ, സമീന്ദാർ ഹെറിഡിറ്ററി ആണോ? കോൺസെപ്റ്റ് അറിയാമോ നിങ്ങൾ? ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പറഞ്ഞോളൂ അഞ്ജലി, ആൻസർ പറയുന്ന ആൾക്കാരെ പിടിക്കാം ആദ്യം. ഓക്കെ, എന്താണ് ഇതിന്റെ ആൻസർ? ഞാൻ ഓൾറെഡി എടുത്ത ക്ലാസ് ആയതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്നത്, ഞാൻ ഓൾറെഡി എടുത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എന്താണ് ആൻസർ. ഓക്കെ, ഞാൻ ഓൾറെഡി ഈ കാര്യം സെയിം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജാഗ്രതാർസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മാനസദ്ധാരി സിസ്റ്റം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു പ്രണവ് സാർ എടുത്തിട്ടുണ്ട് മാനസദ്ധാരി സിസ്റ്റം അല്ലേ? ഓക്കെ, ആൻസർ ഓൾറെഡി വന്നു. ആർക്കെങ്കിലും ആൻസർ പറയാൻ പറ്റുമോ ഏതാണെന്നുള്ളത്? ബോത്ത് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. എന്താണ് കാരണം? ഡി ആണ് ആൻസർ. കാരണം സമീന്ദാസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ലോക്കൽ ആയിട്ടുള്ള ജുഡീഷ്യൽ ആൻഡ് പോലീസ് ഡ്യൂട്ടീസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, സമീന്ദാസ് ഹെറിഡിറ്ററി ആണ്, പക്ഷേ ജാഗിർദാർസ് ഹെറിഡിറ്ററി അല്ല. ജാഗിർദാർസിന് എന്താണ് ഈ പറയുന്ന മാനസബ്ദാരി സിസ്റ്റം വെച്ചിട്ട് ക്യാഷ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ക്യാഷ് ആണ് ഇദ്ദേഹത്തിന് കൊടുക്കുന്നത്. പിന്നെ ഈ ജാഗ്രതാർ സിസ്റ്റം എന്ത് ചെയ്യുന്നത്, ജാഗ്രത മരിച്ചു കഴിഞ്ഞാൽ ജാഗ്രതാർ സിസ്റ്റം എന്ത് ചെയ്യും, വീണ്ടും ജാഗ്രതാർ സിസ്റ്റം അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ സമീന്ദാർ സിസ്റ്റം ഇസ് ഹെറിഡിറ്ററി. ഈ രണ്ടിനും ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഫാസ്റ്റിൽ വന്നിട്ടുള്ളതാണ്, ക്വസ്റ്റ്യൻ ടൈപ്പിൽ വരും. എന്തെങ്കിലും ഉണ്ടോ? ഗൗരി ക്ലിയർ ആയോ? എന്റെ ആൻസർ എന്താ? ഞാൻ ഒരിക്കലും ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഫാസ്റ്റിൽ പറയാൻ കാരണം. ക്ലിയർ ആയോ ഗൗരി? ഓക്കെ, അഞ്ജലി, അക്ഷയ് ഓക്കെ അല്ലേ? ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ. ഓക്കെ, അപ്പോ അടുത്തത് വാട്ട് വാസ് ദ ഇമ്മീഡിയറ്റ് റീസൺ? വായിക്കണം. വാട്ട് വാസ് ദ ഇമ്മീഡിയറ്റ് റീസൺ അഹമ്മദ് ഷാ അബാലി ടു ഇൻവേഡ് ഇന്ത്യ ഫൈറ്റ് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്? തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ ആരും തമ്മിലാണുള്ളത്? തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് മറാത്താസും 1761 തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വരുന്നത് ആരും തമ്മില? മറാത്താസും ഇപ്പൊ പറഞ്ഞു അഹമ്മദ് ഷാ അബാലിയും തമ്മിലാണ് അല്ലേ? ഓക്കെ, ഇതിന്റെ റീസൺ ഏതാ? നിങ്ങൾക്ക് ഡയറക്ട്ലി മറാത്താസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി ആൻസർ ചെയ്യാൻ പിടിക്കാൻ പറ്റും. മറാത്താസിന്റെ ഓപ്ഷൻ വരുന്ന ഒരു ആൻസർ ഇതിനകത്തുള്ളൂ അല്ലേ? വേറെ ഉണ്ടോ? എ ആണ് ആൻസർ. ഓക്കെ, എന്തായിരുന്നു എന്റെ റീസൺ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗവർണറിനെ കൊന്നുകളഞ്ഞു മറാത്താസ് ഇൻവേഡ് ചെയ്ത് വിളിച്ചു. അതിനായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അഹമ്മദ് ഷാ അബാലിക്ക് ദേഷ്യം ഉണ്ടായി. മറാത്താസ് ഇൻവേഡ് ചെയ്തു, ഡൽഹി പിടിച്ചെടുത്തു. ഡൽഹിക്ക് ശേഷം പഞ്ചാബിലേക്ക് വന്നപ്പോൾ അതിന്റെ ഗവർണർ അറ്റാക്ക് ചെയ്തു. ആർക്ക് ദേഷ്യം വന്നു? അഹമ്മദ് ഷാ അബാലിക്ക് ദേഷ്യം വന്നു. അഹമ്മദ് ഷാ അബാലി ഇവിടെ വന്നു, വാർ നടന്നു. അതാണ് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1761. ഗുഡ്. ഓക്കെ, പഠിക്കുന്നുണ്ട്, സന്തോഷം. അപ്പോൾ അടുത്ത ആൻസർ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം. ഓക്കെ, ഇൻ ദി തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് അഹമ്മദ് ഷാ അബാലി ഡിഫീറ്റ് ഇബ്രാഹിം ലോധി. സ്റ്റേറ്റ്മെന്റ് ഇസ് റൈറ്റ് ഓർ റോങ്? തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ഞാൻ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഇതിനകത്ത് ആകെ കുറച്ചേ ചോദിക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഈ ക്വസ്റ്റ്യൻ 2 ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഇവിടെ എന്താണെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ക്വസ്റ്റ്യനിൽ വരുന്ന സാധനം നിങ്ങൾ പഠിക്കുക. ഓക്കെ, പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന സാധനം നിങ്ങൾ വീണ്ടും പഠിച്ചു കഴിഞ്ഞാൽ ഇതേ ക്വസ്റ്റ്യൻ ആണ് അടുത്ത കൊല്ലം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റേറ്റ്മെന്റ് അറിയാൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്താണ് പറ്റാണ്? അഹമ്മദ് ഷാ അബാലി ആരുമായിട്ടാണ് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വാർ നടത്തിയിട്ടുള്ളത്? നമ്മൾ പറഞ്ഞു മറാത്താസ് തമ്മിൽ. അപ്പൊ ഇബ്രാഹിം ലോധി ആരുമായിട്ട് വാർ നടത്തിയിട്ടുള്ളത്? 1526. ഏത് വാറാണ്? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ബാബറുമായിട്ട്. റൈറ്റ്, വെരി ഗുഡ്. സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ആരും തമ്മിലാണ്? അക്ബറും ഹെമുവും. ഓക്കെ, ഹെമു ആരാണ്? ഹെമുവായിട്ട് യുദ്ധം നടത്തുന്നു പറഞ്ഞു. ഹെമു ആരെങ്കിലും ആവണ്ടേ? ഹെമുവിന് അക്ബറിനോട് ദേഷ്യം ഉണ്ടെങ്കിലല്ലേ അക്ബറോട് യുദ്ധം നടത്തുള്ളൂ. അക്ബറിനെ റെപ്രസെന്റ് ചെയ്ത് യുദ്ധം നടത്തുന്നത് ബൈറാം ഖാൻ ആണ്. ഓക്കെ, കട്ടപ്പ. ഓക്കെ, ഒറിജിനൽ കട്ടപ്പ ഒന്നും അല്ലേ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബൈറാം ഖാൻ ആണ് യുദ്ധം നടത്തുന്നത് ഹെമുവായിട്ട്. ഹെമു ആരാണ്? അപ്പൊ ഹെമുവായിട്ട് എന്താ ബന്ധമുള്ളത്? ഷേർഷാ സൂരി എപ്പോഴാണ് വരുന്നത്? ഷേർഷാ സൂരി, ഷേർഷാ ഹുമയൂണിന്റെ ടൈമില്. അപ്പോ അഫ്ഗാൻ റൂളേഴ്സ് ആണ് ഈ പറഞ്ഞ ഹെമു എന്ന് പറയുന്നത്. ഷേർഷാ സൂരിയായിട്ട് കണക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് കമാൻഡർ ആണ്. അപ്പൊ ഷേർഷാ സൂരി മരിച്ചതിന് ശേഷം എന്ത് ചെയ്തു? ഹുമയൂൺ എന്ത് ചെയ്തു? വീണ്ടും സ്ഥലം പിടിച്ചെടുക്കുന്നുണ്ട്. ഹുമയൂൺ മരിക്കുന്നുണ്ട്. ഹുമയൂൺ എങ്ങനെയാണ് മരിക്കുന്നത്? സ്റ്റെപ്പിന്റെ മുകളിൽ വീണ്ടാണ് മരിക്കുന്നത് ഹുമയൂൺ. അതിനുശേഷം 13ാമത്തെ വയസ്സിൽ എന്താണ് അക്ബറിൽ നിന്ന് ഭരണത്തിലേക്ക് വരുന്നത്. ഞാനത് റിവിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലേ? അപ്പൊ നിങ്ങൾ ആ കോൺസെപ്റ്റ് അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ അക്ബർ ഭരണത്തിൽ വന്ന് ആര് ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കും? ഈ പറയുന്ന ഹെമു പിടിച്ചെടുക്കാൻ ശ്രമിക്കില്ലേ? ആ ദേഷ്യം ഹെമുവിന് ഉണ്ടാവില്ലേ? അപ്പൊ ആ യുദ്ധത്തിൽ തോൽപ്പിച്ചതുകൊണ്ട് ഹെമുവിന് ആ ദേഷ്യമുണ്ട്. അതുകൊണ്ട് ഹെമു എന്ത് ചെയ്തു? ഈ പറയുന്ന അറ്റാക്ക് നടത്തി. ഈ അറ്റാക്ക് അക്ബറിന് വേണ്ടി റെപ്രസെന്റ് ചെയ്യുന്ന ആരാണ്? ഈ പറയുന്ന ബൈറാം ഖാൻ ആണ്. അവിടെ ഹെമു ആണ് ഓപ്പോസിറ്റ് ചെയ്തത്. അങ്ങനെയാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. അതിൽ അക്ബർ ജയിക്കാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സർ, ഫോർത്ത് മൈസൂർ, ആംഗ്ലോ മൈസൂർ. റൈറ്റ്, വെരി ഗുഡ്. ഫോർത്ത് ആംഗ്ലോ മൈസൂർ ആണ്. തേർഡ് ആംഗ്ലോ മൈസൂർ റീസൺ എന്താണ്? ആരുമായിരുന്നു തമ്മിലുള്ള പ്രശ്നം? തേർഡിന്റെ റീസൺ
സാർ ആ പറഞ്ഞോ. ട്രാവൻകൂറിന്റെ റെഡിയാണ്? റെഡി? അതിന്റെ ഉദ്ദേശിച്ചത് ട്രാവൻകൂറിന്റെ അല്ല ഉദ്ദേശിച്ചത്? സാർ അത് അവിടെ ഏതോ ഒരു ഭാഗം ഇവര് മൈസൂർ അറ്റാക്ക് ചെയ്യാൻ. റൈറ്റ് കറക്റ്റ്. അപ്പൊ ഇതും കൂടി വായിച്ച് നിങ്ങൾക്ക് ഇത് കിട്ടും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ആൻസർ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? മിർജാഫറും ഈ പറയുന്ന പോലെ തന്നെ എന്ത് ബാറ്റിൽ ഓഫ് പ്ലാസിയും സിറാജുദ്ദൗളയും. സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അല്ലയോ? ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ ഈ പറയുന്ന മിർജാഫർ ആരാണ് ശരിക്കും? ഈ പറയുന്ന സിറാജുദ്ദൗളയുടെ കമാൻഡർ ആയിരുന്നു. അങ്ങനെ മിർജാഫർ ആരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സപ്പോർട്ട് ചെയ്യുന്നു. ആരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്? സിറാജുദ്ദൗളയെ തോൽപ്പിക്കാൻ വേണ്ടി. ഞാനത് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തോൽപ്പിക്കുകയാണ്. അപ്പോ ആൻസർ ഏതാ ഇതിന്റെ അകത്ത്? ബി ഈസ് റൈറ്റ്. ഓക്കെ, അടുത്തത് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. ഞാനത് കോപ്പി ചെയ്തത്. നിങ്ങൾ ഇത് ബൈഹാർട്ട് പഠിക്കാൻ കേട്ടോ. ഇത് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ലേ. ഞാൻ ബൈഹാർട്ടിൽ നിങ്ങൾ കോപ്പി എടുക്കേണ്ട ആവശ്യമില്ല. കോപ്പി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ PDF മാത്രം ചെയ്യുക, ജസ്റ്റ് നോക്കി വെക്കുക. ഓക്കെ, PDF മാത്രം നോക്കി വെച്ചാൽ മതി. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട. 4ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ പഠിപ്പിച്ചതാണ് നിങ്ങൾ ആൻസർ കണ്ടെത്തുന്നത്. ഞാൻ പറഞ്ഞു പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ വെച്ച് നിങ്ങൾ എങ്ങനെ ആൻസറിലേക്ക് എത്താമെന്ന്. 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അറിയാൻ പറ്റുന്ന എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് പറഞ്ഞോ? അഞ്ജലിക്കിനകത്ത് ഡയറക്റ്റ്ലി എത്ര അറിയാം? ഓക്കെ, ഞാൻ ചോദിക്കും. നിങ്ങൾ തെറ്റ് പറഞ്ഞു കേട്ടോ. തെറ്റ് പറഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഞാൻ ക്ലാസ്സിൽ പറഞ്ഞാൽ ഏതൊക്കെ ഇതിനകത്ത് ഓർമ്മയുണ്ട്? 3 സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഓർമ്മയുണ്ടാവും. 4 ഞാൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ക്ലാസ്സിൽ. പറഞ്ഞോ. നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് പോകും. ഓക്കെ, ആദ്യം 5 എഴുതി എലിമിനേറ്റ് ചെയ്യും. ഇതിനകത്ത് അറിയുന്ന ഒരു കാര്യം എലിമിനേറ്റ് ചെയ്യണ്ടേ. ഇൻകറക്റ്റ് എന്നല്ല വെച്ചിട്ടുണ്ട്, നോട്ട് കറക്റ്റ് എന്നല്ല വെച്ചിട്ടുണ്ട്. അപ്പൊ ഇൻകറക്റ്റ് ആണ് അല്ലേ? സർ ഡി ശരിയാണ്. ഓക്കെ, ഞാനത് പറഞ്ഞിട്ടുണ്ട്. ശൃംഗേരി ടെമ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്? ശാരദയ്ക്ക് വേണ്ടിയിട്ട് ടിപ്പു എന്ത് ചെയ്യുന്നു? പണം കൊടുക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ടിപ്പു സെക്യുലർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ അത് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? അപ്പൊ അത് കറക്റ്റ് ആണ്. അപ്പൊ അടുത്തത് സർ രഞ്ജിത് സിംഗിന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് എലിമിനേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ 2ാമത്തേത് കറക്റ്റ് ആണെന്ന് പറഞ്ഞു. 3ാമത്തേത് ഇത് 2 ഓപ്ഷൻ ഉണ്ട്. അതായത് എ ഓർ സി എന്നുള്ളത്. സവായ് ജയ്സിംഗിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്പറിലുള്ള ഓർമ്മയുണ്ടോ? സവായ് ജയ്സിംഗിനെ കുറിച്ച് പറഞ്ഞത് ജിയോമെട്രിയിലും ഈ പറയുന്ന പോലെ സ്പേസ് ആക്ടിവിറ്റീസിലൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആയിരുന്നു. സവായ് ജയ്സിംഗിനെ കുറിച്ച് പറഞ്ഞു ഓർമ്മയുണ്ടോ? റൈസ് ഓഫ് ഓട്ടോണമസ് സ്റ്റേറ്റ്സിലെ രചിപ്പിച്ച സമയത്ത്. ഓക്കെ, നിങ്ങൾക്ക് തന്നിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടാവില്ല, പക്ഷെ തന്നിട്ടുള്ള സ്ലൈഡിൽ അത് കൊടുത്തിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? എന്തൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒരു സെക്കൻഡ് ഒന്ന് എടുക്കണേ. അപ്പോൾ ആ ആൻസർ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് പറഞ്ഞു ഓർമ്മ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതും കൂടി കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഓർമ്മ കിട്ടിയോ? രാജ സവായ് ജയ്സിംഗ് ഓഫ് അംബർ ഇപ്പൊ കിട്ടിയോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? മാത്തമാറ്റീഷ്യൻ ആണ് അദ്ദേഹം. ആർക്കിടെക്ചർ കാര്യങ്ങൾ ഓർമ്മ വന്നോ ഇപ്പൊ? ഏതാ? ഡൽഹിയിലേക്ക് അത് തന്നെ നിങ്ങൾ കേരള ഹൗസിന് അടുത്താണ് നിങ്ങൾ പോയി കാണാന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? അതാണ് സംഭവം. ജന്തർ മന്ദർ എന്ന് പറയും. ഓക്കെ, അതാണ് 3rd സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത്. അപ്പൊ 3rd സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കറക്റ്റ് ആണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് റിവിഷൻ ചെയ്യാത്തതിന്റെ പ്രശ്നമാണ്, ഉണ്ടാവും. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ നോക്കേണ്ടത്, ഞാനത് മെറ്റിൽ കൊടുക്കാത്തത് കൊണ്ടും ഇതിനകത്ത് ഉള്ളത് കൊണ്ട് പറയുന്നത് സിജ് മുഹമ്മദ് ഷാഹി എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ടുണ്ട്. അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്റേഴ്സ് ആണ്. ഓക്കെ, അതായത് സെറ്റ് ഓഫ് ടേബിൾ ആണ്. അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്റേഴ്സിനാണ് സിജ് മുഹമ്മദ് ഷാഹി എന്ന് പറയുന്നത്. അതൊന്ന് നോക്കി വെക്കുക. ഞാൻ മെറ്റീരിയൽ കൊടുത്തിട്ടില്ല, പക്ഷെ നിങ്ങളുടെ സ്ലൈഡിൽ ഞാൻ തന്നിട്ടുണ്ട്. എക്സ്ട്രീം കേസിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ടഫ് ആയിട്ട് ചോദിക്കണമെങ്കിൽ ആ ഭാഗം ചോദിക്കാം. അതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് ക്ലോസ് ചെയ്താലട്ടെ. സ്റ്റക്കായിപ്പോയി. ഓക്കെ, ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി? ഏതാ ക്വസ്റ്റ്യൻ ആൻസർ? ഇപ്പൊ കറക്റ്റ് ആൻസർ ഏതാ? എ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഇത് 3 ശരിയാണെന്ന് നിങ്ങൾക്ക് കിട്ടി. അപ്പൊ എ തെറ്റായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പൊ അലിമർദ്ദൻ ഖാൻ ആരാ? അലിമർദ്ദൻ ഖാൻ ആരാണ് ഈ പറയുന്ന റവന്യൂ ഫാമിംഗ് സിസ്റ്റം കൊണ്ടുവന്നത്?
റവന്യൂ ഫാമിംഗ് സിസ്റ്റം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാളെ റവന്യൂ ഫാമിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഏബിൾ പ്രൈം മിനിസ്റ്റർ ആണ്, ഒരു മുഗൾ വീക്ക് റൂളറിന്റെ സമയത്തുള്ള ആളാണ്. ആരാണത്? ഫറൂഖ് ാണോ വന്നിട്ടുള്ളത് റവന്യൂ ഫാമിംഗ് സിസ്റ്റം? ജഹന്തർ ഷാൻ ഓർമ്മയുണ്ടോ? Yes, sir. സുൽഫിക്കർ ഖാൻ ഓർമ്മയുണ്ടോ ഇപ്പോ? ഓക്കെ, റവന്യൂ ഫാമിംഗ് സിസ്റ്റം സുൽഫിക്കർ ഖാൻ സമയത്താണ് വന്നിട്ടുള്ളത്. അപ്പൊ അലിമർദ്ദൻ ഖാൻ ആരാ? ചുമ്മാ ഒരു പേരിട്ടാണോ? അലിവർദി ഖാൻ എന്നുള്ള പേര് മാറിയിട്ട് അലിമർദ്ദൻ ഖാൻ ആയതാണോ? അലിമർദ്ദൻ ഖാൻ കുർദിഷ് മിലിറ്ററി ലീഡർ ആണ്. ഓക്കെ, സൗദി ഡൈനാസ്റ്റിയിലെ കുർദിഷ് മിലിറ്ററി ലീഡർ ആണ്. അതിനുശേഷം ഈ അലിമർദ്ദൻ ഖാൻ ഈ പറയുന്നത് തന്നെ ഇവിടേക്ക് വന്നിട്ടുണ്ട്, അതായത് നമ്മുടെ മുഗൾ കോർട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ കാബൂളൊക്കെ നവാബൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ട്. കാബൂൾ ഭാഗത്തൊക്കെ മുഗൾ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ജഹാംഗീറിന്റെ സമയത്തോ ഷാജഹാന്റെ സമയത്തോ ആരുടെ സമയത്തോ എനിക്ക് ഓർമ്മയില്ല. നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അലിമർദ്ദൻ ഖാൻ എന്നുള്ള ആളുണ്ട്, മിലിറ്ററി ലീഡർ തന്നെയായിരുന്നു. കാബൂൾ റീജിയനൊക്കെ അദ്ദേഹം ഭരിച്ചിട്ടുണ്ട്. ജഹാംഗീറിന്റെ സമയത്തോ ഷാജഹാന്റെ സമയത്തോ ആരോടുള്ള സമയത്ത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1 is wrong. ഓക്കെ, ജഹന്തർ ഷാന്റെ സമയത്ത് സുൽഫിക്കർ ഖാൻ ആണ് ഈ പറയുന്ന റവന്യൂ ഫാമിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നത്. ഇജറ സിസ്റ്റം. ഓക്കെ, ഞാനത് പറഞ്ഞു, ഇജറ സിസ്റ്റം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത്. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഈ സാധനം. പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ സോൾവ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തേണ്ടതാണ് ഞാൻ പറയാൻ കാരണം. ഇതിനകത്ത് നിങ്ങൾ ടെസ്റ്റ് സീരീസ് ചെയ്ത സമയത്ത് കുറച്ച് ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ട് ആൻസർ. ഏതാണ് ആൻസർ? ഹു among the following establishing embassies in foreigners countries? എംബസീസ് ഞാൻ പറഞ്ഞു. എംബസിനകത്ത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള ആരാണ്? ടിപ്പു സുൽത്താനാണ് എംബസീസ് നോക്കിയിട്ടുള്ളത്. ഓക്കെ, ടിപ്പു സുൽത്താൻ ഈ എംബസി വഴി ചെയ്തിട്ടുള്ളത് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായമൊക്കെ ചോദിച്ചിട്ടുള്ളത്. പല ആളുകളും ഷാലമൊക്കെ എഴുതിയിട്ടുണ്ട്. ഷാലമൊന്നും ബന്ധമില്ല. ഹൈദരലി എഴുതിയ കുറച്ചും കൂടി എനിക്ക് വിശ്വാസം വരും. അത്ര എത്തിയല്ലോ എന്നുള്ളത്. ഷാലമൊന്നും ഒരിക്കലല്ല, മിർക്കാസിം ഷാലമൊന്നും ഒരിക്കലും അല്ല. ടിപ്പു സുൽത്താൻ ആള് ഹൈദരാലി അല്ല, ടിപ്പു സുൽത്താൻ ആണ്. ഓക്കെ, ഹൈദരാലി എന്താണ് മെയിൻ ആയിട്ടുള്ളത്? ദിണ്ടിഗലില് ഫാക്ടറി ആണ്. ഓക്കെ, ഹൈദരാലി നിങ്ങൾ മെയിൻ ആയിട്ട്. ടിപ്പു സുൽത്താൻ ഇതേപോലെ എന്താണ് ഏബിൾ അഡ്മിനിസ്ട്രേറ്റർ ഒക്കെയാണ്. അപ്പൊ ടിപ്പു സുൽത്താൻ ഇതുപോലെ ഡിപ്ലോമാറ്റിക്കൽ അപ്രോച്ച് ആയിട്ട് എന്ത് എംബസി ഉണ്ടായത് ഫോറിൻ കൺട്രീസ്. ഓക്കെ, മോഡേൺ ലൈനിൽ. ഓക്കെ, ടിപ്പു സുൽത്താൻ. അടുത്തത്, ഹൗ ഡിഡ് മുഗൾ എംപറർ ജഹന്തർ ഷാ റൈൻ കം ടു എൻ ഏർലി എൻഡ്? എന്തായിരുന്നു ജഹന്തർ ഷാൻ വരുന്നതിന് കാരണം? എന്നത് എന്താ? ജഹന്തർ ഷാൻ ആരാ കൊന്നത്? ജഹന്തർ ഷയ്ക്ക് ശേഷം വന്നിട്ടുള്ളത് ആരാ? ജഹന്തർ ഷയ്ക്ക് ശേഷം വന്നിട്ടുള്ളത് ഫറൂഖ് സിയാറാണ്. ക്വസ്റ്റ്യൻ വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ ചുമ്മാ പറയുന്നതല്ലാതെ മനസ്സിലായി. അതിനകത്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് പാസ്റ്റിൽ. അതിനുശേഷം വന്നിട്ടുള്ളത് മുഹമ്മദ് ഷായാണ്. ഫറൂഖ് സിയാറിന് ശേഷം 2 റൂളേഴ്സ് വന്നിട്ടുണ്ട്, പക്ഷെ അത്ര കാലം വരെ ഭരിച്ചിട്ടില്ല. ഓക്കെ, ജഹന്തർ ഷയ്ക്ക് ശേഷം വന്നിട്ടുള്ളതാണ് ഫറൂഖ് സിയാർ. അപ്പോൾ ഫറൂഖ് സിയാർ ആരാണ്? ഹി വാസ് ദി ഡിഫീറ്റഡ് ബൈ ഹിസ് നെഫ്യൂ ആണ്. ജഹന്തർ ഷാന്റെ നെഫ്യൂ ആണ് ഈ പറഞ്ഞ ഫറൂഖ് സിയാർ. ഫറൂഖ് സിയാർ എങ്ങനെ ഭരണത്തിലേക്ക് വന്നിട്ടുള്ളത്? സയ്യിദ് ബ്രദേഴ്സിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. ഓർമ്മ വരുന്നുണ്ട് ഞാൻ പറയുന്ന സമയത്ത്? Yes, sir. ഓക്കെ, അത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് പണ്ട് ചോദിച്ചിട്ടുള്ളതാണ്, ഇപ്പൊ ചോദിക്കാറില്ല. എങ്ങാനും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാൽ ഈ ഭാഗം നിങ്ങൾ നോക്കി വെക്കുക. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, പിന്നെ the ruler of which of the following state removed from power by British misgovernance? Okay, മിസ്ഗവർണൻസിന്റെ പേരിൽ ഞാൻ എടുത്തു പറഞ്ഞു ഒരു സ്റ്റേറ്റിന്റെ മിസ്ഗവർണൻസിന്റെ പേരിൽ എടുത്തിട്ടുണ്ട്. ഏതായിരുന്നു ആ സ്റ്റേറ്റ്? ഡൽഹൌസി ആണ് അത് ചെയ്തിട്ടുള്ളത്. ഡൽഹൌസിന്റെ പോളിസി എന്താണ്? ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. വെരി ഗുഡ്. ഡോക്ട്രിൻ ഓഫ് ലാബ്സിൽ ഡൽഹൌസിക്ക് ഇത് പിടിച്ചെടുക്കാൻ പറ്റില്ല. ഈ സാധനത്തിൽ ഒന്നും പിടിച്ചെടുക്കാൻ പറ്റില്ല ഡോക്ട്രിൻ ഓഫ് ലാബ്സിൽ. അപ്പോൾ ഡൽഹൌസി മിസ്ഗവർണൻസിന്റെ പേരിൽ അത് പിടിച്ചെടുത്തത്. ഏതായിരുന്നു അത്? എന്തായിരുന്നു ഡൽഹൌസിക്ക് പ്രൊട്ടക്ട് ചെയ്യണം സ്ഥലം? അപ്പോ ഇതിനകത്ത് ബഫർ സ്റ്റേറ്റ് വെക്കാൻ പോകുന്ന സ്ഥലമുണ്ട്, അവധ്. ഓക്കെ, എ ആണ് അവധാണ് മിസ്ഗവർണൻസിന്റെ പേര്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒന്നും കൂടി നോക്കുക, അത് കേട്ട് നോക്കുക. മിസ്ഗവർണൻസിന്റെ പേരിൽ അവധാണ് എന്ത് ചെയ്യുന്നത്? ഡൽഹൌസി പിടിച്ചെടുക്കുന്നത്. അവിടെ ഗവർണൻസ് പ്രോപ്പർ അല്ല എന്ന് പറയുന്നത് ഡൽഹൌസി അത് പിടിച്ചെടുക്കുകയാണ്. ഓക്കെ, ഡോക്ട്രിൻ ഓഫ് ലാബ്സ് വഴി പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അവധ് അനക്സ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഓക്കെ, അടുത്തത്, which one of the following the correct? ഏതാണ്? ടൈം ലേറ്റ് ആയി, സോറി. ഒരു 5 മിനിറ്റും കൂടി. ഞാൻ മറ്റേ ഡിസ്കഷൻ ഞാൻ അടുത്ത ക്ലാസ് സെഷനിൽ വെക്കാം. ഓക്കെ, ഏതാണ് പറഞ്ഞോളൂ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ദി കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ? ഞാൻ ക്രോണോളജിക്കൽ ഓർഡർ പഠിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നു ക്രോണോളജിക്കൽ ഓർഡർ? പറഞ്ഞോളൂ. ബാറ്റിൽ ഓഫ് അംബർ എവിടെയാ? എന്തുപറ്റില്ല ബാറ്റിൽ ഓഫ് അംബർ എന്ന് പറഞ്ഞാല്? ബാറ്റിൽ ഓഫ് അംബർ, ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ്, ബാറ്റിൽ ഓഫ് ബക്സർ. ബാറ്റിൽ ഓഫ് ബക്സർ ഏതാ വർഷം അല്ലേ? ബാറ്റിൽ ഓഫ് പ്ലാസി 1757 അല്ലേ? ഡൗട്ട് ഉണ്ടോ? അപ്പുറത്ത് ആരുമില്ലേ? കട്ടായി പോയോ? ഇല്ലല്ലോ. വിശക്കുന്നോ? വിശപ്പ് കൊണ്ടാണ് നിങ്ങൾ പറയാത്തത്? ഓക്കെ, പറഞ്ഞോട്ടെ. ബാറ്റിൽ ഓഫ് അംബർ എന്താണ്? ക്വസ്റ്റ്യൻ അങ്ങനെ വന്നു. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ബാറ്റിൽ ഓഫ് അംബർ എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എന്താണ് ബാറ്റിൽ ഓഫ് അംബർ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കർണാട്ടിക് വാർ, സെക്കൻഡ് കർണാട്ടിക് വാർ വരുന്ന സമയത്ത് കർണാട്ടിക്കില് അൻവർദി ഖാൻ എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ട്. ടൈ പാർട്ടി അലയൻസ് ആയിട്ട് ഫ്രഞ്ചും മുസാഫർ ഖാനും ചന്ദ സാഹിബും കൂടി കൂടിച്ചേർന്നിട്ട് ബാറ്റിൽ ഓഫ് അംബറിൽ അൻവർദി ഖാനെ കൊന്നിട്ടാണ് ആര് ഭരണത്തിലേക്ക് വരുന്നത്? ഈ പറയുന്ന മകനെയും മരുമകനും തമ്മിൽ കോൺഫ്ലിക്ട് ഉണ്ടായിരുന്നു. അതാണ് ബാറ്റിൽ ഓഫ് അംബർ എന്ന് പറയുന്നത്. ബാറ്റിൽ ഓഫ് അംബർ നടക്കുന്നത് എപ്പോഴാണ്? അതുപോലെ ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ് തേർഡ് കർണാട്ടിക് വാറും ബാറ്റിൽ ഓഫ് അംബർ എന്ന് പറയുന്നത് സെക്കൻഡ് കർണാട്ടിക് വാറുമാണ്. ഓക്കെ, അപ്പോൾ അത് മറന്നു പോകാതിരിക്കുക. നിങ്ങൾ ടൈം പീരീഡ് ഓർത്ത് വെക്കുക. ടൈം പീരീഡ് അങ്ങനെ ചോദിക്കാറുണ്ട്. ബാറ്റിൽ ഓഫ് അംബർ 1749 ബാറ്റിൽ ഓഫ് പ്ലാസി 1757 ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ് 16, ബാറ്റിൽ ഓഫ് ബക്സർ 64 ആണ്. അപ്പൊ നിങ്ങൾ ആ പേര് ഓർത്ത് പോകും. ഞാൻ ബാറ്റിൽ ഓഫ് അംബർ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെ മെറ്റിലും തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. തേർഡ് കർണാട്ടിക്. അതുകൊണ്ട് രണ്ട് പേരുള്ളതാണ്, അതുകൊണ്ട് അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ ക്രോണോളജിക്കൽ ഇത് നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. ഓക്കെ, ഇതും അതേപോലെ നിങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ആകെ ക്ലിക്ക് ആവുന്ന ഒരു കാര്യം എന്താണ്? പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്താൽ പോകാൻ പറ്റുന്നത് 1945-46 എന്താണ് സംഭവിച്ചത്? 45-ലാണ് എന്ത് ചെയ്യുന്നത്? 44-ലാണ് ആര് മരിക്കുന്നത്? രഞ്ജിത് സിംഗ് മരിക്കുന്നത്. രഞ്ജിത് സിംഗ് മരിച്ച സമയത്ത് ഫസ്റ്റ് സിഖ് വാറല്ലേ നടന്നത്? അപ്പോൾ ഇത് ഫസ്റ്റ് സിഖ് വാറിന്റെ സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എലിമിനേറ്റ് ചെയ്യാം. 4 റോങ് എന്ന് പറയാം. 4 റോങ് ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ആംഗ്ലോ മറാത്ത വാറിന്റെ സമയപ്പെടാം 67-69 സമയത്തുണ്ടോ? മറാത്ത വാർ നടക്കുന്നത് 70-75 റേഞ്ചസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഇതും റോങ് ആണ്. അപ്പൊ 2 ഉം 3 ഉള്ള ആൻസർ ഏതാ നോക്കുക. അതായിരിക്കും ആൻസർ, അതായിരിക്കണം. ഓക്കെ, ഡി. ഓക്കെ, എലിമിനേഷൻ നിങ്ങൾക്ക് അങ്ങനെ സ്ട്രാറ്റജി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മറാത്ത വാർ ഏകദേശം നിങ്ങൾ ഒരു കോൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ മതി. ഫസ്റ്റ് മറാത്ത വാർ ഏകദേശം അവസാനം ഭാഗത്തേക്കാണ് ഉള്ളതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അല്ലാതെ നിങ്ങൾ എല്ലാം ബൈഹാർട്ട് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ കണക്ഷൻ തന്നെ ക്ലാസ് എടുത്ത് പോകാൻ കാരണം. സെക്കൻഡ് സിഖ് വാറിന്റെ കാര്യം നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ സെക്കൻഡ് സിഖ് വാർ ഫസ്റ്റ് സിഖ് വാറാണ് ടൈമിൽ നടന്നിട്ടുള്ളത്. കാരണം 45-46 സമയത്ത് ഫസ്റ്റ് സിഖ് വാറാണ് നടക്കുന്നത് രഞ്ജിത് സിംഗിന്റെ മരണത്തിന് ശേഷം. ഓക്കെ, അത് സത്ലജ് റിവർ ക്രോസ് ചെയ്തിട്ടുണ്ട്. രണ്ട് കാരണം ഞാനൊന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, രഞ്ജിത് സിംഗിന്റെ മരണം ഈ സമയത്താണ് നിങ്ങൾക്ക് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മറാത്ത വാർ ഏകദേശം 70-75-80 റേഞ്ചിലേക്കാണ് മറാത്ത വാറിന്റെ രീതി കിടക്കുന്നത്. 60 സംതിങ്ങിലല്ല. അതും ആലോചിച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ UPC ഓപ്ഷൻ തരുന്നു. അപ്പോൾ ഇതിന് ആൻസർ പറയുന്നത് ഡി ആണ്. 2 and 3 ആണ് കറക്റ്റ് ആൻസർ. ഇത് രണ്ടും നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഫസ്റ്റ് ആംഗ്ലോ ബർമീസ് വാർക്ക് ഓർത്ത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ട്രീറ്റ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ, അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ. Which one of the following statement does not apply the system of subsidiary alliance? Subsidiary alliance 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ? വേഗം പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് തന്നെ പോവാം. ഒന്ന് മെയിൻറ്റെയിനിങ്, ആദ്യത്തെ തന്നെ അല്ലേ. രണ്ടാമത്തേത് ടു എസ്റ്റാബ്ലിഷ് ബ്രിട്ടീഷ് പാരലൽ സോവറിൻ ഇന്ത്യൻ സ്റ്റേറ്റ്. രണ്ടും ഓൾറെഡി ഉണ്ട്. പിന്നെ ഇതിനകത്ത് എന്താണ്? ഇത് രണ്ടും കൺഫ്യൂഷൻ. എന്തായിരുന്നു സബ്സിഡിയറി അലയൻസിന്റെ മെയിൻ ആയിട്ട് ഉദ്ദേശം? ഫിക്സഡ് ഇൻകം ആയിരുന്നു ഉദ്ദേശം? അല്ല, സേഫ് ആയിരുന്നു ഉദ്ദേശം. ഫ്രഞ്ചുമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ആയിരുന്നു സബ്സിഡിയറി അലയൻസിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞത്. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് അല്ല, സബ്സിഡി ഡസ് നോട്ട് അപ്ലൈ എന്നല്ലേ. അപ്പോൾ സെക്യൂർ ഇൻകം എന്നുള്ള കോൺസെപ്റ്റ് എല്ലാവരും സബ്സിഡിയറി അലയൻസിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് റോങ്. നെപ്പോളിയനെ പേടി ഉണ്ടായിരുന്നു ഈ പറയുന്ന പോലെ തന്നെ വെലസ്ലിക്ക്. അതുകൊണ്ടാണ് സബ്സിഡിയറി അലയൻസ് എന്ന പോളിസി തന്നെ വരാൻ കാരണം ഫ്രഞ്ചിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. ഓക്കെ, ഒരു ഹാൻഡിൽ മാറി നിൽക്കുക എന്നുള്ളതായിരുന്നു കോൺസെപ്റ്റ്. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് റോങ്. ബാക്കിയുള്ള 3 സ്റ്റേറ്റ്മെന്റ് സബ്സിഡിയറി അലയൻസിന്റെ ഭാഗം തന്നെയാണ്. ഓക്കെ, അതിന് ആൻസർ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കൺസിഡർ ദി ഫോളോയിങ് പ്രിൻസിലി സ്റ്റേറ്റ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓക്കെ, ഇത് നിങ്ങൾ നോക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ഡോക്ടറിൻ ഓഫ് ലാബ്സ് പഠിക്കുകയാണെങ്കിലും സബ്സിഡിയറി അലയൻസ് പഠിക്കുകയാണെങ്കിലും നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഏത് സ്റ്റേറ്റ് ആണ് ആദ്യം സൈൻ ചെയ്തെന്നുള്ളതാണ്. സത്താരയാണ് ഇവിടെ ആദ്യമായിട്ട് ഡോക്ടറിൻ ഓഫ് ലാബ്സിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സത്താര വരുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഓക്കെ, സത്താര ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 2 ഓപ്ഷനാണ് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്, 1ഉം 3 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഏതെങ്കിലും ഒന്നായിരിക്കും എന്തായാലും കറക്റ്റ് ആയിട്ട് ആദ്യം വരുന്നുണ്ട്. അപ്പൊ സത്താര വരുന്നതും ഈ പറയുന്ന 1 ലാസ്റ്റ് വരുന്നതായിരിക്കും ആൻസർ വരിക. ഏതാ ആൻസർ? സി, ജാൻസി ലാസ്റ്റ് ആണ്. ഓക്കെ, അത് എലിമിനേഷൻ ചില സമയങ്ങളിൽ അങ്ങനെ വർക്കൗട്ട് ആവും, ചില സമയങ്ങളിൽ വർക്കൗട്ട് ആവില്ല. സത്താര വരുന്നുണ്ട് 1840. ഓക്കെ, സത്താര 1848 പിക്ചർ കൊടുത്തിട്ടുണ്ട്. സാമ്പിൾപുർ 1849, ജാൻസി 1855. ഓക്കെ, ഈ ടൈം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ UPC ഡിസ്റ്റൻസ് ടൈം ചോദിക്കില്ല, അടുത്തുള്ള ടൈം നിങ്ങളോട് ചോദിക്കില്ല. അപ്പോൾ നിങ്ങൾ അത് പേടിക്കണ്ട. ഓക്കെ, ഇത്രയാണ് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. മറ്റേ ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്തുതരാം നെക്സ്റ്റ് ക്ലാസ്സിൽ. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ടൈം ഇല്ല, നിങ്ങൾക്ക് ഓൾറെഡി വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല നിങ്ങളെ.